Okay, participants, let's start. ഇന്നലെ നമ്മൾ വെർട്ടിക്കൽ ബാറ്റ് ഷോട്ട്സിനെ പറ്റി പഠിച്ചു. ഇന്ന് ബാറ്റിംഗ് ബാറ്റ് ഷോട്ട്സിനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. വെരി ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്. സോ പ്ലീസ് സ്റ്റേ കണക്റ്റഡ്. Yes sir. Start ചെയ്യാലോ. തുടങ്ങിക്കോ. ഓക്കെ. ഹായ് കോച്ചസ്. അപ്പൊ ഇന്നലെ നമ്മള് വെർട്ടിക്കൽ ബാറ്റ് സ്ട്രോക്കിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം അതിനെ കുറിച്ച് ഐഡിയ വിചാരിക്കുന്നു. ഓക്കെ. അപ്പൊ നമുക്കൊരു ഓൺലൈൻ ക്ലാസ്സിൽ അതിൻ്റെതായ ലിമിറ്റേഷൻസ് ഉണ്ട്. നിങ്ങൾക്കും ഉണ്ട്, ഞങ്ങൾക്കും ഉണ്ട്. ഓക്കെ, നമുക്ക് ഡെമോ ചെയ്ത് കാണിക്കുന്നതിന്റെ ഒരു എഫക്ട് കിട്ടത്തില്ല. രാവിലെ ടിൻസാർ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ പറയുന്ന പോയിന്റ്സ് വെച്ച് വീട്ടിലൊന്ന് ചെയ്ത് നോക്കി വരുവാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു സെഷൻ കഴിയുമ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കുവാണെങ്കിൽ കൂടുതൽ ഐഡിയാസ് കിട്ടും, കൂടുതൽ ഡൗട്ടുകൾ ഉണ്ടാവും. അപ്പൊ നിങ്ങളൊന്ന് ചെയ്യാനായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യും. അപ്പൊ പല ഐഡിയാസ്, ക്വസ്റ്റ്യൻസ് വരും. ഇതെങ്ങനെയാണ് അങ്ങനെ സംഭവിച്ചത്, സംഭവിക്കാൻ കാരണം എന്താണ് എന്നുള്ള കുറച്ചധികം ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ആ ക്വസ്റ്റ്യൻസ് ഉണ്ടായാലും നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കുള്ളൂ. നിങ്ങൾക്കും അതുപോലെ നിങ്ങൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഞങ്ങളും അതിൽ നിന്ന് ലേൺ ചെയ്യുകയാണ്. ഓക്കെ. അപ്പൊ നിങ്ങൾ അത് 2-way പ്രോസസ് ആയിട്ട് നല്ല ഇന്ററാക്റ്റീവ് സെഷൻ നിങ്ങൾ ആക്കാനായിട്ട് ട്രൈ ചെയ്യും. ഓക്കെ. ഇന്നത്തെ സെഷൻ എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ ബാറ്റ് സ്ട്രോക്സ് ആണ്. അപ്പൊ നമുക്കറിയാം, നമ്മളൊരു ബിഗിനർ നമ്മുടെ അടുത്ത് വന്ന് കോച്ചിങ്ങിന് വന്നാൽ, ക്യാമ്പിലോട്ട് വന്നാൽ അവന് ഏറ്റവും ഇഷ്ടമുള്ള ഷോട്ട് എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ ബാറ്റ് സ്ട്രോക്സ് ആയിരിക്കും. അവൻ എപ്പോഴും പുള്ളി ചെയ്യാനും കട്ട് ഷോട്ട് കളിക്കാനൊക്കെ ആയിരിക്കും അവന് ഏറ്റവും ഇഷ്ടം. അതിനൊരു റീസൺ ഉണ്ട്. കാരണം അതിന് കൂടുതൽ പവർ ആവശ്യമുള്ളതുകൊണ്ട് അവർ കൂടുതൽ ബോട്ട് ഹാൻഡ് യൂസ് ചെയ്തായിരിക്കും ആ ഷോട്ടുകൾ മാക്സിമം കളിക്കുന്നത്. ഹൊറിസോണ്ടൽ ബാറ്റ് സ്ട്രോക്ക് ബോട്ട് ഹാൻഡ് യൂസ് ചെയ്ത് കാരണം അടിച്ചാൽ അധികം ദൂരം പോകുന്നതാണ് അവർക്ക് രാജ്പാൽ സാർ ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? രാജ്പാൽ സാർ ഓക്കെ. അപ്പം ബിഗിനേഴ്സിന് ഏറ്റവും ഇഷ്ടം അവർക്ക് അടിച്ച് ബോൾ ഏറ്റവും കൂടുതൽ ദൂരം വിടാനായിട്ടായിരിക്കും അവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അപ്പൊ അതുകൊണ്ട് അവർക്ക് ഹൊറിസോണ്ടൽ ബാറ്റ് സ്ട്രോക്ക് വളരെ ഈസി ആയിരിക്കും. പക്ഷെ അവർക്ക് പ്രോപ്പർ ടെക്നിക്ക് അറിയില്ലായിരിക്കും. എന്നാലും അവർ നന്നായിട്ട് ബാറ്റ് വീശി, നന്നായിട്ട് ഹൊറിസോണ്ടൽ ആയിട്ട് ബാറ്റ് വീശി അത് സ്വിങ് ചെയ്ത് അവർ അടിക്കാൻ ട്രൈ ചെയ്യും. ഒരിക്കലും നമ്മൾ കോച്ചസ് അതിനെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യരുത്. അവർക്ക് ആ ബാറ്റ് സ്വിങ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. അവർ ബാറ്റ് എത്ര സ്വിങ് ചെയ്യണം അത്രയും നല്ലതാണ്. നമ്മൾ അതിന് ജസ്റ്റ് നമ്മുടെ ഐഡിയ വെച്ച് അതിനൊന്ന് പോളിഷ് ചെയ്ത് നല്ല ഷോട്ട് ആക്കുക എന്നുള്ളതാണ്. ചെറിയൊരു ക്ലൂസ് കൊടുത്ത് അവർ മനസ്സിലാക്കി ഇങ്ങനെ അടിച്ചാൽ അത് ക്യാച്ചസ് പോകാൻ ഔട്ടാൻ ചാൻസ് ഉണ്ട്, ഔട്ടാതെ കളിച്ചാലേ നമുക്ക് നല്ല ഇന്നിങ്സ് കളിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് അവരെ നമ്മൾ കൺവിൻസ് ചെയ്യും. അതിനുശേഷം ഈ ഷോട്ട് നീ അടിക്കുന്ന കുറച്ച് ഗ്രൗണ്ടിലോട്ട് ആക്കുവാണെങ്കിൽ ഔട്ടാകാതെ നമുക്ക് കളിക്കാൻ കൂടുതൽ നേരെ കളിക്കാനായിട്ട് പറ്റുമെന്ന് അവരെ പറഞ്ഞെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ. അപ്പൊ അതിനെന്തൊക്കെ ടെക്നിക്ക് ആവശ്യമുണ്ട് എന്നുള്ളതാണ് ഹൊറിസോണ്ടൽ ബാറ്റ് സ്ട്രോക്സിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഓരോ പോയിന്റ് നിങ്ങളൊന്ന് നോട്ട് ചെയ്യാൻ പറ്റി നോട്ട് ചെയ്യുക. അതിനുശേഷം വീഡിയോസ് നിങ്ങൾ കാണിക്കുമ്പോൾ ആ പോയിന്റ് വെച്ചിട്ട് വേണം നിങ്ങൾ വീഡിയോസ് കാണാനായിട്ടും അതൊന്ന് അനലൈസ് ചെയ്യാനായിട്ടും. അപ്പൊ പോയിന്റ്സുകൾ നിങ്ങൾ നോട്ട്ബുക്കിൽ നോട്ട് ചെയ്യുക. എക്സ്ട്രാ ആയിട്ട് ചില 2-3 പോയിന്റ്സുകൾ പറയും. അത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പോയിന്റ്സ് ആണ്. അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ. കുറച്ച് പോയിന്റ്സ് മാത്രം കുട്ടികളോട് ഡിസ്കസ്, ആവശ്യമുള്ള പോയിന്റ് മാത്രം കുട്ടികളോട് ഡിസ്കസ് ചെയ്താൽ മതിയായിരിക്കും. അപ്പൊ നമുക്ക് ഹൊറിസോണ്ടൽ സ്ട്രോക്സിലോട്ട് കിടക്കാം. സ്ട്രോക്സിൽ നമ്മൾ മെയിനായിട്ട് 4 ഷോട്ടുകളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒന്ന് കട്ട്, സ്വീപ്പ്, പുള്ള്, ഹുക്ക്. നിങ്ങൾ എല്ലാവരും തന്നെ കളിച്ചിട്ടുള്ള ഷോട്ടുകളാണ് ഇത്. ഓക്കെ. നിങ്ങൾക്ക് അറിയാം അതിന്റെ ബേസിക് ഉള്ള കാര്യങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് ക്ലിയർ അറിയാം. നമ്മൾ ജസ്റ്റ് ഒന്ന് പോളിഷ് ചെയ്തെടുക്കുകയാണ് ഇന്നത്തെ ക്ലാസ്സിൽ. അപ്പൊ നിങ്ങൾ അതിനകത്ത് നന്നായിട്ട് ഇൻവോൾവ് ചെയ്യുക, ഡൗട്ടുകളുടെ ചോദിക്കുക. ഓരോ സെഷൻസ്, ഈ സെഷൻ കഴിയുമ്പോൾ ഒരു 10 മിനിറ്റ് കാണും. ആ സെഷൻസിൽ നിങ്ങൾക്ക് ഡൗട്ട്സുകളുണ്ട് ക്ലിയർ ചെയ്യാൻ നമ്മൾ. ഓക്കെ. ഫസ്റ്റ് കട്ട് ഷോട്ട്. നമുക്ക് ഏത് ഷോട്ടും കളിക്കുന്നതിന് മുമ്പ് ഏത് ബോളിലാണ് നമ്മൾ കളിക്കേണ്ടതെന്ന് ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിനും അത് അങ്ങനെ തന്നെയാണ്. ഏത് ബോളിലാണ് നമ്മൾ കട്ട് ഷോട്ട് കളിക്കുന്നത് അത് കുട്ടിയെ ഫസ്റ്റ് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കണം. അപ്പം ഏത് ബോളിലും ഇതിനകത്ത് അത് കൊടുത്തിട്ടില്ല, ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് പറയാം. ജസ്റ്റ് ഔട്ട്സൈഡ് ഓഫ് സ്റ്റംപിൽ വരുന്ന ഷോർട്ട് ബോൾ, ഔട്ട്സൈഡ് ഓഫ് സ്റ്റംപിൽ വരുന്ന ഷോർട്ട് ബോളിലാണ് കട്ട് ഷോട്ട് കളിക്കുന്നത്. കമ്മിങ് ഇൻ ബിറ്റ്വീൻ വേസ്റ്റ് ആൻഡ് ചെസ്റ്റ് ഹൈറ്റ്, വേസ്റ്റിലും ചെസ്റ്റ് ഹൈറ്റിലും വരുന്ന ഇൻ ബിറ്റ്വീൻ നീ ആൻഡ് ചെസ്റ്റ് ഹൈറ്റിൽ വരുന്ന ബോളിൽ നമുക്ക് കട്ട് ഷോട്ട് കളിക്കാം. ഓക്കെ. അത് കുട്ടികൾ ഫസ്റ്റ് ഒന്ന് പറഞ്ഞു മനസ്സിലാക്കാം. ഔട്ട്സൈഡ് ഓഫ് സ്റ്റംപ്, ഷോർട്ട് ബോൾ, ഇൻ ബിറ്റ്വീൻ നീ ആൻഡ് ചെസ്റ്റ് ഹൈറ്റ്. ആ ബോളിലാണ് നമ്മൾ കട്ട് ഷോട്ട് മെയിൻ ആയിട്ട് കളിക്കുന്നത്. ഫസ്റ്റ് നമുക്ക് വേണ്ട ഫുട് വർക്ക്. ഓക്കെ. മൂവ് ബാക്ക് ഫുട്ട് അക്രോസ് ടു ഓഫ് സ്റ്റംപ്. നേരത്തെ നമ്മളെന്താ ബാക്ക് ഫുട്ട് ഡ്രൈവിംഗ് ഡിഫൻസ് പറഞ്ഞ് മൂവ് ബാക്ക് ആൻഡ് അക്രോസ് ദ ഓഫ് സ്റ്റംപ് എന്ന് പറഞ്ഞു അല്ലെ. അല്ല, മൂവ് ബാക്ക് ആൻഡ് അക്രോസ് ദ ലൈൻ ഓഫ് ദ ബോൾ നമ്മൾ പറഞ്ഞു.
ഇത് മൂവ് അക്രോസ് ദ ഓഫ് ടം. ബാക്കിലോട്ടല്ല മൂവ് ചെയ്യുന്നത്, അക്രോസ് ദ ഓഫ് ടം ആണ് ബാക്ക് ഫുട്ട് മൂവ് ചെയ്യുന്നത്. എന്തിനാന്ന് വെച്ചാൽ ബോളിന്റെ ലൈനിനോട് കൂടുതൽ അടുത്തെത്താൻ വേണ്ടിയാണ് ബാക്ക് ഫുട്ട് അക്രോസ് ആക്കുന്നത്. അതുപോലെ തന്നെ ബോൾ ഒത്തിരി ബാക്കിൽ നിന്നും കട്ട് ചെയ്യാൻ പാടില്ല. അതുകൊണ്ടാണ് അക്രോസ് ദ ഓഫ് ടം എന്ന് പറയുന്നത്. അപ്പൊ നെക്സ്റ്റ് വീഡിയോ കാണിക്കും, നിങ്ങൾ അത് ക്ലിയർ ചെയ്ത് ഞാൻ പറഞ്ഞു തരാം. ഈ പോയിന്റ് ഓർത്തിരിക്കുക, മൂവ് ബാക്ക് ഫുട്ട് across to off turn. Okay, then extended arms. Arms should be fully extended. നമ്മൾ ഷോട്ട് കളിക്കുമ്പോൾ ആംസ് ഫുൾ ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്യണം കേട്ടെ. ഹാൻഡ്സ് എക്സ്റ്റെൻഡ് ചെയ്യാതിരുന്നാൽ എന്ത് പറ്റും? ഷോട്ട് ഔട്ട് ആവാനുള്ള ചാൻസ്, ബോൾ ഏറി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഹാൻഡ്സിന്റെ ഫുൾ പവർ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഉണ്ട് ആംസ് എക്സ്റ്റെൻഡ് ചെയ്തില്ലെങ്കിൽ. ഈ പോയിന്റ് ഓർക്കുക, എക്സ്റ്റെൻഡഡ് ആംസ്. നെക്സ്റ്റ് വൺ, പോയിന്റ് ഓഫ് കോണ്ടാക്ട് ഇൻ ഫ്രണ്ട് ഓഫ് ദ ഐസ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ കണ്ണിന്റെ ഫ്രണ്ടിൽ നിന്നാണ് നമ്മൾ ഷോട്ട് കളിക്കേണ്ടത്. ആം എക്സ്റ്റെൻഡ് ചെയ്യുക, കണ്ണിന്റെ ഫ്രണ്ടിൽ നിന്ന് തന്നെ ആ ഷോട്ട് കളിക്കുക. ഓക്കെ, അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. കണ്ണിന്റെ ഫ്രണ്ടിൽ നിന്ന് കളിച്ചാൽ നമുക്ക് കൂടുതൽ ബോളിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് എങ്ങോട്ട് ഉദ്ദേശിച്ച സ്ഥലത്തോട്ട് നമുക്ക് അടിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ പോയിന്റ് നോട്ട് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്, ദ ബാറ്റ് ടു ഡീസെന്റ് ഫ്രം ഹയർ പൊസിഷൻ. ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ബാറ്റ് ഹയർ പൊസിഷൻ. ഹൈ ബാക്ക് ലിഫ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞില്ല, ഫ്രണ്ട് ഫുട്ട് ഡ്രൈവിന് ഹൈ ബാക്ക് ലിഫ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ കട്ട് ഷോട്ടിനും നല്ല ഹയർ ബാക്ക് ലിഫ്റ്റ്, നല്ല പവറിലാണ് ബോൾ അടിച്ചുവിടാനായിട്ട് പോകുന്നത്. അപ്പൊ ഹയർ ബാക്ക് ലിഫ്റ്റ് ആയിരിക്കും. ഹയർ ടു ലോ, ഹൈ പൊസിഷനിൽ ലോ പൊസിഷനിലോട്ടാണ് ബാറ്റ് വരുന്നത്. ആ ഹൈ ടു ലോ വരുമ്പോഴത്തേക്കുള്ള അഡ്വാൻറ്റേജ് എന്താന്ന് പറഞ്ഞാല് ബോളിന്റെ ഏകദേശം മേളിലുള്ള സൈഡ് ഭാഗത്തായിട്ട് അടിച്ചാൽ ബോൾ ക്യാച്ചസ് ഒക്കെ പോകാൻ ചാൻസ് ഉണ്ട്. പക്ഷെ മേള് ഭാഗത്തായിട്ട് ബോളിനെ അടിക്കാൻ പറ്റും. അപ്പം കൂടുതൽ ഗ്രൗണ്ടിലോട്ട് ബോൾ കട്ട് ചെയ്ത് വിടാനായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കും. അതിനാണ് ഹൈ ടു ലോ എന്ന് പറയുന്നത്. ബോളിന്റെ അതേ ഡയറക്ഷൻ അടിച്ചാൽ ബോൾ ക്യാച്ചസ് കവറിലൊക്കെ പോയി ക്യാച്ചസ് പോകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പം ഹൈ ടു ലോ വന്നെങ്കിൽ മാത്രമേ ആ ബോൾ നമുക്ക് ഗ്രൗണ്ടിലോട്ട് അടിച്ചു വിടാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, ബോഡി വെയിറ്റ് ഓൺ ദ ബാക്ക് ഫുട്ട്. ഓക്കെ, ഫസ്റ്റ് ചെയ്യേണ്ട കാര്യമാണ് ബോഡി വെയിറ്റ്. അടിക്കുന്ന ടൈം ബോളും ബാറ്റുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് ബോഡി വെയിറ്റ് കംപ്ലീറ്റ് ആയിട്ട് ബാക്ക് ഫുട്ടിൽ ആയിരിക്കണം. ഇതിൽ മാത്രമേ നമ്മൾ ബെറ്റർ സ്റ്റെബിലിറ്റി നമുക്ക് കിട്ടുള്ളൂ. എന്തിനാന്ന് വെച്ചാൽ ബോളിന്റെ ബാക്കിലോട്ട് ഫുൾ വെയിറ്റ് നമുക്ക് കൊടുക്കണം. ഓക്കെ, ഫുൾ പവറായിട്ട് നല്ല പവർ ഹിറ്റ് ആണിത്. അപ്പം പവർ ജനറേറ്റ് ചെയ്യണമെങ്കിൽ ബാക്ക് ഫുട്ടിലോട്ട് കംപ്ലീറ്റ് ബോഡി വെയിറ്റ് കൊടുത്തെങ്കിൽ മാത്രമേ ബോളിന്റെ മേളിലോട്ട് കംപ്ലീറ്റ് പവർ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ഉദ്ദേശിക്കുന്ന ഫോഴ്സിൽ ഉദ്ദേശിക്കുന്ന ഡയറക്ഷനിലോട്ട് ബോൾ പോകാനും സാധിക്കത്തുള്ളൂ. അപ്പൊ ഈ പോയിന്റുകൾ നിങ്ങൾ നോട്ട് ചെയ്യുക. നെക്സ്റ്റ് ഞാൻ വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ കൂടുതൽ പോയിന്റ്സ് ആഡ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, ഒന്നുകൂടെ ഒന്ന് റിമൈൻഡ് ചെയ്യാം പോയിന്റ്സുകൾ. മൂവ് ബാക്ക് ഫുട്ട്, ബാക്ക് ആൻഡ് അക്രോസ് ടു ഓഫ് ടേം, extended arms, important, extended arms. Okay, point of contact in front of the eyes. Okay, then the bat to descend from higher position. High to low ആയിരിക്കും ബാറ്റിന്റെ പൊസിഷൻ. അത് എന്തിനാണെന്ന് നേരത്തെ ഞാൻ പറഞ്ഞു. ഹൈ ടു ലോ ആയിരിക്കും ബാറ്റ്. Then body weight on the back foot. Okay, body weight on the back foot. Next ഇതിന്റെ ഒരു വീഡിയോ നിങ്ങളെ കട്ട് ഷോട്ടിന്റെ വീഡിയോ സൈഡ് വ്യൂവും ഫ്രണ്ട് വ്യൂവും കാണിക്കാം. കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ? കാണാം. ഓക്കെ, ഓക്കെ, ഇതിന്റെ ഒരു ഫ്രണ്ട് വ്യൂ ആണ് ഇത്. കട്ട് ഷോട്ട് അങ്ങനെ കളിക്കുന്നുള്ള ഫ്രണ്ട് വ്യൂ ആണ്. അപ്പം ബാറ്റ്സ്മാൻ നിൽക്കുന്ന പൊസിഷൻ നിങ്ങൾ കാണുക. ഏറ്റവും ഇമ്പോർട്ടന്റ് ആ ബാറ്റ്സ്മാൻ നിൽക്കുന്ന പൊസിഷൻ. ഓക്കെ, അതിനുശേഷം ഫുട് വർക്ക് എങ്ങനെയാണെന്ന് ഒന്ന് വാച്ച് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് നിങ്ങളൊന്ന് ഫുൾ ആക്ച്വൽ സ്പീഡ്, നോർമൽ സ്പീഡിൽ ഒന്ന് കാണുക ഷോട്ട്. ഓക്കെ, നോർമൽ സ്പീഡിൽ ഇതാണ് കളിക്കുന്നത്. അപ്പൊ ബോളിന്റെ ലൈൻ നിങ്ങൾ എല്ലാവരും കണ്ടാണല്ലോ. ഔട്ട് സൈഡ് ഓഫ് ടേം ഷോർട്ട് ബോൾ ആണ്. ഏത് ഹൈറ്റിലാണ് വന്നത് നിങ്ങൾ എല്ലാവരും കണ്ടു. വേസ്റ്റ് ഹൈറ്റിലാണ് ആ ബോൾ കളിച്ചിട്ട്, വേസ്റ്റ് ഹൈറ്റിലാണ് ആ ബോൾ കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം ബോൾ കട്ട് ചെയ്ത ബോൾ എങ്ങോട്ടാ പോകുന്നത്? ഫീൽഡിംഗ് പൊസിഷൻ പോയിന്റ് ഉണ്ടല്ലോ, ആ പോയിന്റിലോട്ടാണ് ബോൾ കട്ട് ചെയ്ത് വിടുന്നത്.
ഓക്കെ, ബോൾ നേരെ ഗ്രൗണ്ടിലോട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ടെക്നിക്സ് നമ്മൾ പറഞ്ഞ പോയിന്റ്സിലോട്ട് നമുക്ക് പോവാം. സി, വെയിറ്റ് ട്രാൻസ്ഫർ ചെയ്യണം. ബാക്ക് ഫുട്ട് അക്രോസ് എടുത്ത് വെച്ചു, ബാക്ക് ഫുട്ട് ഫുള്ള് ഓഫ് സ്റ്റമ്പിന് അക്രോസ് എടുത്ത് വെച്ചു. ഓക്കെ, അപ്പൊ എന്താ ബാറ്റ്സ്മാൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ബാറ്റ്സ്മാന് ബോളിന്റെ ലൈനോട് ക്ലോസ് ആയിട്ട് പോകാനായിട്ട് സാധിക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മൾ വാച്ച് ചെയ്യേണ്ടത് ബാറ്റിന്റെ പൊസിഷൻ ആണ് വാച്ച് ചെയ്യേണ്ടത്. ബാറ്റ് സെക്കൻഡ് പോയിന്റ്, ഹൈ ടു ലോ. സി, ബോൾ എവിടെ വെച്ചാണ് മീറ്റ് ചെയ്ത് നിങ്ങൾ ക്ലിയർ ആയിട്ട് വാച്ച് ചെയ്തോ. ബോള് കണ്ണിന്റെ ഫ്രണ്ടിൽ വെച്ചാണ് വാച്ച് ചെയ്തിരിക്കുന്നത്. ബാറ്റ് ഹൈ ടു ലോ. ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് നിങ്ങളോട് പറയുന്നത്, അത് നിങ്ങൾ നോട്ട് ചെയ്യുക. നമ്മൾ ഹിറ്റ് ചെയ്യുന്ന ടൈമിൽ, ബോളിനെ അടിക്കുന്ന ടൈം, ബോളിന്റെ ഏകദേശം മേളുഭാഗത്താണ് പ്ലെയർ അടിച്ചിരിക്കുന്നത്. അപ്പൊ അടിക്കുന്ന ടൈമിൽ ബാറ്റിന്റെ ഫുൾ ഫേസ് കൊടുത്തിട്ട് ആ ഹിറ്റ് ഇമ്പാക്ട് ചെയ്യുന്ന ടൈമിൽ നമ്മുടെ റിസ്റ്റ് രണ്ടും ബോളിന്റെ മേളിൽ കൂടെ റോൾ ചെയ്ത് പോകും. ഓക്കെ, സി, ഞാൻ കാണിക്കൊന്നൂടെ. ഒന്നുകൂടെ നിങ്ങളെ കാണിക്കാം. ആ റിസ്റ്റ് റോൾ, സോറി, സി, ഹൈ ടു ലോ. ഇമ്പാക്ട് കണ്ടല്ലോ, കണ്ണിന്റെ ഫ്രണ്ടിൽ വെച്ച് ഇമ്പാക്ട്. ആം പൊസിഷൻ ശ്രദ്ധിക്കുക, എക്സ്റ്റെൻഡഡ് ആംസ്. ആംസ് ഫുൾ എക്സ്റ്റെൻഡ് ചെയ്യുകയാണ് പ്ലെയർ. സി, ആംസ് ഫുൾ എക്സ്റ്റെൻഡ് ചെയ്തു. ദെൻ അടിക്കുന്ന ടൈമില് ആ ബാറ്റിന്റെ ഫേസ് ഉണ്ടോ താഴോട്ട് ഫേസ് ചെയ്തിരിക്കും. ഓക്കെ, എങ്ങനെ താഴോട്ട് ഫേസ് ചെയ്യുന്ന വെച്ചാൽ ആ ബാറ്റ്സ്മാന്റെ രണ്ട് റിസ്റ്റും ബോളിനെ അടിക്കുന്ന ഹിറ്റ് ഇമ്പാക്ട് ചെയ്യുന്ന ടൈമിൽ റിസ്റ്റ് രണ്ടും റോൾ ചെയ്യും, ഫോർവേഡ് റോൾ ചെയ്യും. റോൾ ചെയ്യുന്ന എങ്ങനെയാന്ന് നിങ്ങൾ കണ്ടല്ലോ, അത് നാച്ചുറൽ ആയിട്ട് സംഭവിക്കുന്ന കാര്യമാണ്. ഇനി അവർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളത് കാണിച്ചു കൊടുക്കണം. അപ്പൊ അവനോട് റിസ്റ്റ് റോൾ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കുട്ടിക്ക് മനസ്സിലാവില്ല, നമ്മളത് കാണിച്ചു കൊടുക്കണം. നിങ്ങളെ മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഞാനിത് റീപ്ലേ കാണിക്കുന്നത്. റിസ്റ്റ് റോൾ ചെയ്യുന്നുണ്ടോ, അപ്പം റിസ്റ്റ് റോൾ ചെയ്ത അഡ്വാൻറ്റേജ് വെച്ചാൽ ബാറ്റിന്റെ ഫേസ് ഡൗൺ ആവും, അടിക്കുന്ന ടൈമിൽ ബോള് ഗ്രൗണ്ടിലോട്ട് പോകും. അപ്പൊ സേഫ് ആയിട്ട് നമുക്ക് ഷോട്ട് കളിക്കാനായിട്ട് പറ്റും. സി, ദ വെയിറ്റ് ട്രാൻസ്ഫർ, വെയിറ്റ് കംപ്ലീറ്റ് ബാറ്റ്സ്മാൻ ബാക്ക് ഫുട്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞു. അപ്പം ബോളിൽ നല്ലൊരു പവർ നമുക്ക് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സി, റിസ്റ്റ് റോൾ ചെയ്തു. ദെൻ ഓക്കെ, വെൽ ബാലൻസ്ഡ്, ബാറ്റ്സ്മാൻ ഷുഡ് ബി വെൽ ബാലൻസ്ഡ്. ഓക്കെ, ഫോളോ ത്രോ ഫിനിഷ് ചെയ്തു. ഫ്രണ്ട് ഷോൾഡറിലാണ് ഫോളോ ത്രോ ഫിനിഷ് ചെയ്യുന്നത്, അത് ഇമ്പോർട്ടന്റ് ആണ്. ഫോളോ ത്രോ ഫ്രണ്ട് ഷോൾഡറിലാണ് ഫിനിഷ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് അതിന്റെ സൈഡ് വ്യൂ കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിക്കാം. നോർമൽ സ്പീഡിൽ ഒന്ന് വാച്ച് ചെയ്യാം. ഒന്നുകൂടെ നോക്കിക്കോളൂ. ബാക്ക് ഫുട്ട് ബോളിന്റെ അടുത്തോട്ട് കൊണ്ടുവരികയാണ്, ബോഡി ബോളിന്റെ അടുത്തോട്ട് കൊണ്ടുവരികയാണ്. നമ്മൾ ഷോൾഡറിന്റെ പൊസിഷൻ നോക്കുക. ഷോൾഡർ ആണ് കൂടുതൽ ആ ബോള് നല്ല കൈ നന്നായിട്ട് റൊട്ടേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഷോൾഡർ ആണ്. ഷോൾഡർ യൂസ് ചെയ്താണ് കളിക്കുന്നത്. ഈ വെയിറ്റ് അടിക്കുന്ന ടൈമിൽ വെയിറ്റ് നോക്കുക, കംപ്ലീറ്റ് വെയിറ്റ് ബാക്ക് ഫുട്ടിലോട്ടായിരിക്കും. സി, എവിടെ വെച്ചാ ബോൾ മീറ്റ് ചെയ്യുന്നത്, കണ്ണിന്റെ ഫ്രണ്ടിൽ വെച്ചാണ് മീറ്റ് ചെയ്യുന്നത്. സി, റിസ്റ്റ് റോൾ ചെയ്യുന്നതാണ് ക്ലിയർ ആയിട്ട് നമുക്ക് കാണാം. റിസ്റ്റ് എങ്ങനെ റോൾ ചെയ്യുന്നു, എക്സ്റ്റെൻഡഡ് ആംസ്, ബോൾ ഹിറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ഐസ്. ഓക്കെ, റിസ്റ്റ് ഷുഡ് ബി റോൾഡ്. ഓക്കെ, ദെൻ ഫോളോ ത്രൂ ഫിനിഷ് ഫ്രണ്ട് ഷോൾഡർ. ബോൾ എവിടെ പോയി, പോയിന്റിലോട്ടാണ് ബോൾ പോയിരിക്കുന്നത്. അപ്പൊ സേഫ് ആയിട്ട് നമുക്ക് കളിക്കാനായിട്ടും സാധിക്കും. അപ്പൊ ഇമ്പോർട്ടന്റ് നമ്മൾ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. എക്സ്ട്രാ പോയിന്റ് ആഡ് ചെയ്തതെന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഫ്രണ്ട് ഫുട്ട് റിസ്റ്റ് റോൾ ചെയ്യുന്ന കാര്യമാണ് നമ്മൾ എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്തിരിക്കുന്നത്. ബാക്കി എല്ലാ പോയിന്റ്സും നമ്മൾ ഇതിനകത്ത് തന്നെ പറഞ്ഞിരിക്കുന്നത്. റിസ്റ്റ് റോൾ ചെയ്യുന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്, നാച്ചുറൽ ആയിട്ട് സംഭവിക്കുന്നതാണ്. നിങ്ങൾ കുട്ടികളോട് പറഞ്ഞു കൊടുക്കുവാണെങ്കിൽ നിങ്ങൾ ചെയ്ത് കാണിക്കണം. ചെയ്ത് കാണിച്ചിട്ട് ഇങ്ങനെ കളിക്കാനായിട്ട് പറയാം. അപ്പൊ അവന് ട്രൈ ചെയ്യും. റിസ്റ്റ് റോൾ ചെയ്യാൻ പറഞ്ഞാൽ ചിലപ്പം ആദ്യമായിട്ട് വരുന്ന കുട്ടിക്ക് മനസ്സിലാവില്ല. അപ്പൊ നിങ്ങൾ ചെയ്ത് തന്നെ കാണിക്കണം. അപ്പൊ നിങ്ങൾക്ക് ഷോട്ട് എല്ലാവരും ക്ലിയർ ആയെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നെക്സ്റ്റ് ഷോട്ടിലോട്ട് നമ്മൾ പോവാണ്.
നെക്സ്റ്റ് സ്വീപ്പ് ഷോട്ട്. ഓക്കെ, എല്ലാവർക്കും നല്ല രസകരമായ ഷോട്ടാണ് സ്വീപ്പ്. നല്ല നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു രസമുണ്ട് ഷോട്ട് കാണാനായിട്ട്. ഓക്കെ, അത് എല്ലാവർക്കും സാധിക്കില്ല എന്നിട്ട് സ്വീപ്പ് ഷോട്ട് കളിക്കാൻ. എന്നാൽ ചിലർ ബ്രില്യന്റ് ആയിട്ട് സ്വീപ്പ് ഷോട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, കുറച്ച് സേഫ് ആയിട്ട് കളിക്കാൻ പറ്റുന്ന ഷോട്ടാണ് സ്വീപ്പ് ഷോട്ട്. പക്ഷെ കറക്റ്റ് ആയിട്ട് ലൈൻ ജഡ്ജ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഷുഡ് ബി വെരി ഡേഞ്ചറസ്. ഓക്കെ, അപ്പൊ കുട്ടികളെ പഠിക്കുന്നത് വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ സ്വീപ്പ് ഷോട്ട് പഠിപ്പിക്കുക. ആദ്യമൊക്കെ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ചെയ്യാനായിട്ട്. കുറച്ച് ടൈം എടുത്ത് അവരെ ഈ ഷോട്ട് പഠിപ്പിക്കാനായിട്ട് ട്രൈ ചെയ്യണം കേട്ടോ. സ്പിന്നിങ് ട്രൈക്കിലൊക്കെ ഏറ്റവും അവർക്ക് ഗുണകരമാകുന്ന ഷോട്ടാണ് ഈ സ്വീപ്പ് ഷോട്ട് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, മെയിൻ ആയിട്ട് ടേണിംഗ് ട്രാക്കില് ഓഫ് സ്പിന്നേഴ്സിനിട്ടാണ് ഇത് ചെയ്യുന്നത്. അത് മിഡിൽ സ്റ്റംപിൽ പിച്ച് ചെയ്യുന്ന ബോൾ ലെഗ് സ്റ്റംപിൽ വെളിയിലോട്ടാണ് പോകുന്നത്. ഓഫ് സ്പിന്നർ അങ്ങനെ വരുന്ന ആ ബോളിലാണ് നമ്മൾ മെയിൻ ആയിട്ട് സ്വീപ്പ് ഷോട്ട് കളിക്കുന്നത്. മിഡിൽ സ്റ്റംപിൽ ഓഫ് സ്പിന്നർ മിഡിൽ സ്റ്റംപിൽ എറിയുന്ന ബോൾ ലെഗ് സ്റ്റംപിൽ വെളിയിലോട്ട് പോകുന്നതിന് നമുക്ക് ഈസി ആയിട്ട് സ്വീപ്പ് ചെയ്യാൻ പറ്റും. ആ ബോള് ഗുഡ് ലെങ്തിലായിരിക്കും പിച്ച് ചെയ്യുന്നത്. ഗുഡ് ലെങ്ത് ബോളിലാണ് കൂടുതൽ സ്വീപ്പ് ചെയ്യാൻ നമുക്ക് പറ്റുന്നത്. ഓക്കെ, അപ്പം ബോളിന്റെ മെറിറ്റ് എന്താന്ന്, ഏത് ബോളിലാണ് കളിക്കേണ്ടതെന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞു. ഗുഡ് ലെങ്ത് ബോളിൽ ഓഫ്റ്റൻ ലെഗ് സ്റ്റംപിന് വെളിയിലോട്ട് പോകുന്ന ബോളിലാണ് നമ്മൾ മെയിൻ ആയിട്ട് സ്വീപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഈ സ്വീപ്പ് ചെയ്യുന്നതിന് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഈ പോയിന്റുകൾ നമ്മൾ നോട്ട് ചെയ്യുക. ദ ഫ്രണ്ട് ഫുട്ട് പ്ലേസ്ഡ് ഇൻ ലൈൻ വിത്ത് ദ ബോൾ. ഓക്കെ, ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. ഫ്രണ്ട് ഫുട്ട് ബോളിന്റെ ലൈനിലോട്ടാണ് പ്ലേസ് ചെയ്യുന്നത്. നമുക്ക് ഫ്രണ്ട് ഫുട്ട് ഡ്രൈവ്, ഫ്രണ്ട് ഫുട്ട് ഡിഫൻസ് എല്ലാം നമ്മൾ പറഞ്ഞെന്താ, ഫീറ്റ് ഷുഡ് ബി പ്ലേസ്ഡ് ജസ്റ്റ് ഇൻസൈഡ് ദ ലൈൻ ഓഫ് ദ ബോൾ. ഇതിൽ പറയുന്നത് എന്താ, ഫ്രണ്ട് ഫുട്ട് പ്ലേസ്ഡ് ജസ്റ്റ് ഇൻ ലൈൻ വിത്ത് ബോൾ. ബോളിന്റെ ലൈനിലാണ് ഫ്രണ്ട് ഫുട്ട് പ്ലേസ് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് ഫുട്ട് വർക്ക്. ദെൻ ബോഡി വെയിറ്റ് ട്രാൻസ്ഫർ ടു ഫ്രണ്ട് ഫുട്ട്. ബോഡി വെയിറ്റ് കംപ്ലീറ്റ്ലി ഫ്രണ്ട് ഫുട്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. അതിനെന്താ ചെയ്യണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഫ്രണ്ട് ഫുട്ട് നീ ബെഞ്ച്. ബെൻഡ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി വെയിറ്റ് കംപ്ലീറ്റ് ഫ്രണ്ട് ഫുട്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും. ദെൻ ബാക്ക് ഫുട്ട് നീ ഓൾസോ ബെഞ്ച്. ബാക്ക് ഫുട്ട് നീയും ബെൻഡ് ചെയ്യണം. അത് എന്തിനാന്നുള്ളത് വീഡിയോസ് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞു തരാം. ഈ പോയിന്റ്സ് മാത്രം നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. പോയിന്റ് ഓഫ് കോണ്ടാക്ട് ആസ് ക്ലോസ് ടു ദ ഗ്രൗണ്ട് ആസ് പോസിബിൾ. ഓക്കെ, ബോളും ബാറ്റുമായിട്ട് മീറ്റ് ചെയ്യുന്ന മാക്സിമം ഗ്രൗണ്ടിനോട് അടുത്ത് വെച്ച് തന്നെ മീറ്റ് ചെയ്യുക. ഓക്കെ, അത് എന്തിനാണ് പറയുന്നത് വെച്ചാൽ ചിലപ്പോൾ ബോൾ ബൗൺസ് ചെയ്ത് പോയാൽ സ്വീപ്പ് ചെയ്യാൻ പറ്റില്ല, നമ്മൾ അകത്തോട്ട് വീണ് പോകും, അത് ക്യാച്ച് പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അത് തന്നെയല്ല ബോളിന് ടേൺ നെഗേറ്റ് ചെയ്യാനും പറ്റും. ടേണും അതുപോലെ തന്നെ ബൗൺസ് നെഗേറ്റ് ചെയ്യാനായിട്ടാണ് ഗ്രൗണ്ട് ക്ലോസ് ആയിട്ട് ഇന്ന് അടിക്കാനായിട്ട് പറയുന്നത്. ഓക്കെ, പോയിന്റ് ഓഫ് കോണ്ടാക്ട് ആസ് ക്ലോസ് ടു ദ ഗ്രൗണ്ട് ആസ് പോസിബിൾ. ഓക്കെ, ദ ബാറ്റ് ടു ഡീസെന്റ് ഫ്രം ഹയർ പൊസിഷൻ ആൻഡ് ദ റിസ്റ്റ് റോൾ ഓൺ ഇമ്പാക്ട്. ഓക്കെ, നമ്മൾ കച്ചോട്ടി പറഞ്ഞ പോലെ തന്നെ ബാറ്റ് ഹയർ പൊസിഷനിൽ നിന്നാണ് വരുന്നത്, ഹൈ ടു ലോ. ഓക്കെ, എന്തിനാണെന്നുള്ള കാര്യം നേരത്തെ പറഞ്ഞു. ബോളിന്റെ മേളിൽ അടിക്കുന്നതിന് വേണ്ടി, ബോളിന്റെ മേളിൽ അടിച്ചു വിടുന്നതിന് വേണ്ടിയാണ് ഹൈ ടു ലോ പറയുന്നത്. നമ്മൾ സ്ട്രേറ്റ് അതേ ലൈൻ, ബോളിന്റെ അതേ ലൈനിൽ തന്നെ ഹൊറിസോണ്ടൽ വന്നാൽ ബോൾ മാക്സിമം എയറിലോട്ട് പോകുന്ന ചാൻസ് കൂടുതലാണ്, അത് ഔട്ട് ആവും. ഓക്കെ, അപ്പം ഇതിനകത്ത് പറയുന്നത് ബാറ്റ് ഡീസെന്റ് ഫ്രം ഹയർ പൊസിഷൻ, ഹൈ പൊസിഷനിൽ നിന്നാണ് വരുന്നത്. ആൻഡ് ദ റിസ്റ്റ് റോൾ ഓൺ ഇമ്പാക്ട്. അറ്റ് ദ പോയിന്റ് ഓഫ് ഇമ്പാക്ട് റിസ്റ്റ് ഷുഡ് ബി റോൾഡ്. ദാറ്റ്സ് മസ്റ്റ്. എന്തിനാണത്, ബോള് ഗ്രൗണ്ടിലോട്ട് അടിച്ചു വിടുന്നതിനാണ് നമ്മൾ റിസ്റ്റ് കറക്റ്റ് ആയിട്ട് റോൾ ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ അടിക്കുന്ന ഷോട്ട് എങ്ങോട്ടാണ് പോകുന്നത്, സേഫ് ആയിട്ട് പോകണമെങ്കിൽ എങ്ങോട്ടാണ് പോകേണ്ടത്, ബാക്ക്വേർഡ് സ്ക്വയർ ലെഗിലോട്ടാണ് ബോള് ശരിക്കും പോകേണ്ടത്. നല്ലൊരു സ്വീപ്പ് ഷോട്ടാണ് ബാക്ക്വേർഡ് സ്ക്വയർ ലെഗിലോട്ട് ബോള് ഗ്രൗണ്ട് ബോൾ ആയിട്ട് തന്നെ ഉരുണ്ട് തന്നെ പോകണം. അതാണ് പെർഫെക്റ്റ് സ്വീപ്പ് എന്ന് പറയുന്നത്. ദെൻ വെയിറ്റ് ഷുഡ് ബി ഫോർവേഡ്. നമ്മുടെ ബോഡിയുടെ വെയിറ്റ് കംപ്ലീറ്റ്ലി ഫോർവേഡ് ആയിരിക്കും. ഓക്കെ, ഫോർവേഡ് അല്ല, ബാക്കിലോട്ട് വെയിറ്റ് വന്നാൽ നേരത്തെ പറഞ്ഞ പോലെ ചാൻസ് കൂടുതലാണ്. നമ്മൾ കറക്റ്റ് ആയിട്ട് ബോളിന്റെ മേളിൽ അടിക്കാൻ പറ്റാതെ വരും, ബോളിന്റെ അടിയിൽ നിന്ന് അടിക്കേണ്ടി വരും. ദെൻ ബോൾ ഔട്ട് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. ദെൻ ബാറ്റിലുള്ള ഇമ്പാക്ട് ചെയ്യാനുള്ള ചാൻസും കുറവാണ്. ഓക്കെ, ഒന്നുകൂടെ ഈ പോയിന്റ് ഒന്ന് ഞാൻ റിപ്പീറ്റ് ചെയ്യാം, നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക. ദ ഫ്രണ്ട് ഫുട്ട് ഈസ് പ്ലേസ്ഡ് ഇൻ ലൈൻ വിത്ത് ബോൾ. ബോഡി വെയിറ്റ് ട്രാൻസ്ഫേർഡ് ഇൻ ഓൺ ഫ്രണ്ട് ഫുട്ട് നീ ബെഞ്ച്. Back foot knee also bench. Point of contact as close to the ground as possible. Okay, the bat to descend from higher position and the wrist roll on impact. They should be forward. Okay, ഞാൻ വീഡിയോസ് നിങ്ങളെ കാണിക്കാം, അപ്പൊ നിങ്ങൾ ഒന്നുകൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം.
ഓക്കെ, കാണാൻ പറ്റുന്നുണ്ടല്ലോ, ടീച്ചറെ കാണാമല്ലോ അല്ലേ? കാണാം. ഓക്കെ, ഇതിന്റെ ഫ്രണ്ട് വ്യൂ ആണ്, സ്വീപ്പ് ഷോട്ടിന്റെ ഫ്രണ്ട് വ്യൂ ആണ്. ജസ്റ്റ് നിങ്ങൾ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുക. ഞാൻ നോർമൽ വ്യൂല് കാണിക്കാം. ഫസ്റ്റ് സ്പീഡിലാണ് പോകുന്നത്, സ്ലോ ആയി കാണിക്കാം. സി നമ്മൾ പറഞ്ഞ പോയിന്റ്സ് എല്ലാം ഉണ്ടോന്ന് നോക്കുക. ഫസ്റ്റ് മുകളിലെ ലൈൻ നമ്മൾ പറഞ്ഞല്ലോ, സ്റ്റമ്പിന് നേരെ ആയിരിക്കും, അല്ലെങ്കിൽ മിഡിൽ സ്റ്റമ്പിൽ നിന്ന് ലെഗ് സ്റ്റമ്പിന് വെളിയിലോട്ട് മൂവ് ചെയ്യുന്ന ഒരു ബോളിലായിരിക്കും നമ്മൾ സ്വീപ്പ് ചെയ്യാൻ പോകുന്നത്. ഇൻ ബിറ്റ്വീൻ മിഡിൽ അല്ലെങ്കിൽ വരുന്ന ബോളിലും നമുക്ക് സ്വീപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മൾ ബിഗിനേഴ്സിനെ പഠിപ്പിക്കുമ്പോൾ എപ്പോഴും നമ്മൾ പറയാം ലെഗ് സ്റ്റമ്പ് ലൈനിൽ നിന്ന് പറഞ്ഞിട്ട് അവരെ കൊണ്ട് മാക്സിമം ലെഗ് സ്റ്റമ്പ് ലൈനിൽ നിന്ന് തന്നെ സ്വീപ്പ് ചെയ്യിക്കുക അവരെ കൊണ്ട്. ഓക്കെ, സ്വീപ്പ് ചെയ്യുന്നതിന് കൂടുതൽ ഡ്രിൽസ് ഉണ്ട്, അത് നിങ്ങൾക്ക് നെക്സ്റ്റ് ലെവലിൽ നിങ്ങൾ പഠിക്കും ആ ഡ്രിൽസ് കാര്യങ്ങളെല്ലാം. ഫസ്റ്റ് നോക്കുക ഫുട് വർക്ക്. മുകളിൽ ലൈൻ കണ്ടല്ലോ നിങ്ങൾ എല്ലാവരും. ലെഗ് സ്റ്റമ്പ് മിഡിൽ സ്റ്റമ്പിനും ലെഗ് സ്റ്റമ്പിനും ഇടയിലാണ് ബോള് മാക്സിമം. ഫുട് വർക്ക് ശ്രദ്ധിക്കുക. ഫുട് വർക്ക് അവിടെ വെച്ച് ബോളിലെ ലൈനിന് നേരെ തന്നെയാണ് ഫ്രണ്ട് ഫുട്ട് മൂവ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വാച്ച് ചെയ്യേണ്ടത് ബാറ്റിന്റെ പൊസിഷൻ. ബാറ്റ് ഹൈ ടു ലോ ആണ് വരുന്നത്. ഓക്കെ, ഹൈ ടു ലോ ഒന്നു, ഹാൻഡ് ഫുൾ എക്സ്റ്റെൻഡ് ആയി. ടൈം ഓഫ് ഇമ്പാക്ട് നിങ്ങൾ ക്ലിയർ ആയിട്ട് വെച്ച് അത് ഇതിന്റെ ഫ്രണ്ടിൽ തന്നെയാണ്. ഓക്കെ, നിങ്ങള് ക്ലിയർ ആയിട്ട് വാച്ച് ചെയ്യുക. പാഡിന്റെ ഫ്രണ്ടിൽ നിന്നാണ് ബോള് കളിക്കുന്നത്. കണ്ണിൻ നോക്കുക, ഫുൾ എക്സ്റ്റൻഡ് ഹാൻഡ്സ് ആണ്, ഇമ്പോർട്ടന്റ് ആണ്. ഹാൻഡ്സ് ഫുൾ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നു. അറ്റ് ദ ടൈം ഓഫ് ഇമ്പാക്ട് റിസ്റ്റ് ഷുഡ് ബി റോൾഡ്. സി ബോൾ എങ്ങോട്ടാ പോകുന്നത് വാച്ച് ചെയ്തു. ബോള് പോകുന്നത് ബാക്ക്വേർഡ് സ്ക്വയർ ലെഗിലോട്ടാണ് ബോൾ പോകുന്നത്. ദെൻ സെയിം ബാറ്റ് ഫിനിഷ് ചെയ്യുന്നത് ബാക്ക് ഷോൾഡറിലാണ്. ഫോളോ ത്രൂ ഫിനിഷ് ചെയ്യുന്നത് ബാക്ക് ഷോൾഡർ ആണ്. സി ദ വെയിറ്റ് ട്രാൻസ്ഫർ ഒന്നുകൂടെയും കാണിക്കാം. വെയിറ്റ് കംപ്ലീറ്റ് ഫോർവേഡ് ആണ്. ആളുടെ വെയിറ്റ് കംപ്ലീറ്റ് ഫോർവേഡ് ആണ്. കണ്ണിന്റെ ഫ്രണ്ടിൽ നിന്നാണ് അടിക്കുന്നത്. ഹൊറിസോണ്ടൽ ഫസ്റ്റ് വരുന്ന ബോളിൽ വരുന്ന ഹൊറിസോണ്ടൽ ഇമ്പാക്ട്. വെർട്ടിക്കൽ ഷോട്ട്സിൽ നമ്മൾ വെർട്ടിക്കൽ ഇമ്പാക്ട് ആയിരുന്നു ബോളിൽ വന്നത്. അപ്പം ഇത് സ്വീപ്പ് ഷോട്ടില് അല്ലെ കട്ട് ഷോട്ടെല്ലാം ഹൊറിസോണ്ടൽ ഇമ്പാക്ട് ആണ് ബോളിൽ വരുന്നത്. പോയിന്റ് ഓഫ് കോണ്ടാക്ടില് റിസ്റ്റ് ഷുഡ് ബി റോൾഡ്, എക്സ്റ്റെൻഡഡ് ആംസ്. സി ഇനിയിപ്പോ നമുക്ക് കാച്ച് ചെയ്യാം ബാക്ക് ഫുട്ട് നീ ഓൾസോ നീൽ ഡൗൺ. എന്തിനാണ് നീൽ ഡൗൺ ചെയ്യുന്നത് വെച്ചാൽ ഗെറ്റ് എ ബെറ്റർ ബാലൻസ്. ഓക്കെ, നീൽ ഡൗൺ ചെയ്താൽ നമുക്ക് നല്ലൊരു ബാലൻസ് കിട്ടും. സ്വീപ്പ് ഷോട്ട് ചെയ്തതിനു ശേഷം നമുക്ക് നല്ലൊരു ബാലൻസ് കിട്ടും. സ്വീപ്പ് ഷോട്ട് ചെയ്താൽ മാത്രം പോരാ, അതിൽ റൺ എടുക്കാനായിട്ട് നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് അടിച്ചതിന് ശേഷം ക്വിക്കായിട്ട് എഴുന്നേറ്റ് ഓടാനായിട്ട് പറ്റണം. അതുകൊണ്ട് ബെറ്റർ ബാലൻസിന് വേണ്ടിയാണ് ബാക്ക് ഫുട്ട് നീ നീൽ ഡൗൺ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ? ഓക്കെ, ഇതിന്റെ ഫ്രണ്ട് വ്യൂ കൂടെ ഞാൻ കാണിക്കും. സോറി, സൈഡ് വ്യൂ കാണിക്കാം. നോർമൽ വ്യൂവിൽ കാണാം. ഫസ്റ്റ് ഫുട് വർക്ക് കാണാം. ഫസ്റ്റ് ഫുട് വർക്ക്. എത്ര ബിഗർ സ്റ്റെപ്പാണ് നമ്മൾ ഫ്രണ്ട് ഫുട്ട് ഡിഫൻസിന് പോണ സെയിം സ്റ്റെപ്പാണ് വെച്ചിരിക്കുന്നത്. ഓക്കെ, ബിഗർ സ്ട്രൈഡ് ആണ്. സി വെയിറ്റ് ട്രാൻസ്ഫർ ശ്രദ്ധിക്കുക. ഫ്രണ്ട് ഫുട്ട് നീ ബെൻഡ് ചെയ്തിരിക്കുന്നു, ബാക്ക് ഫുട്ട് ഏകദേശം സ്ട്രൈറ്റ് ആണ്. ബാറ്റ്സ്മാൻ ഫോർവേഡ് പോകുന്നത് ശ്രദ്ധിക്കുക. കംപ്ലീറ്റ് ബോഡി ഫോർവേഡ് ആണ് പോകുന്നത്. ഓക്കെ, ദെൻ സി ബാറ്റിന്റെ ഫേസ് ഇപ്പൊ കംപ്ലീറ്റ് വെയിറ്റ് ഫ്രണ്ടിലോട്ടാണ്. ബോഡി വെയിറ്റ് കംപ്ലീറ്റ് ഫ്രണ്ടിലോട്ടാണ് ബാറ്റ്സ്മാൻ.
കൊടുത്തിരിക്കുന്നത് ഹൊറിസോണ്ടൽ ഇമ്പാക്ട് ആണ്. ബാറ്റ് കംപ്ലീറ്റ്ലി ഹൊറിസോണ്ടൽ ഇമ്പാക്ട് ആണ്. എക്സ്റ്റെൻഡ് ചെയ്യുന്നു. സി നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഇപ്പോൾ കാണുന്നത് ഹാൻഡ്സ് ഫുൾ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നതാണ്. അപ്പൊ ബാറ്റ് ഹൊറിസോണ്ടൽ ഇമ്പാക്ട് ആണ്. ദെൻ അറ്റ് ദ ടൈം ഓഫ് ഇമ്പാക്ട് സി റിസ്റ്റ് റോൾ ചെയ്യുന്നുണ്ടോ? റിസ്റ്റ് റോൾ ചെയ്യുന്ന കാണാം. സോറി, ഒന്നുകൂടെ കാണിക്കാം. കണ്ണിന്റെ ഫ്രണ്ട് വെച്ചിട്ടാണ് ഇമ്പാക്ട് ചെയ്യുന്നത്. അറ്റ് ദ ടൈം ഓഫ് ഇമ്പാക്ട് ദിസ് ഷുഡ് ബി റോൾഡ്. ബോൾ ബാക്കിലോട്ട് സ്ക്വയർ ലെഗ് ബാക്കിലോട്ടാണ് പോകുന്നത്. ദെൻ ബോഡി വെയിറ്റ് കംപ്ലീറ്റ് ഫ്രണ്ടിലോട്ടാണ്. ഓക്കെ, ബാറ്റ് ഫിനിഷ് ചെയ്യുന്നത് ബാക്ക് ഷോൾഡർ. ഓക്കെ, ഇത് ബെറ്റർ പൊസിഷനിലാണ് ബാറ്റ്സ്മാൻ നിൽക്കുന്നത് നോക്കുക. ബാക്ക് ഫുട്ട് നീ നെയിൽ ഡൗൺ ചെയ്തിട്ടുണ്ട്. സി ബാക്ക് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി ഒരു കാര്യമാണ് പറയാം. ബാക്ക് ഫുട്ടിന്റെ ടോ ശ്രദ്ധിക്കുക. ടോ ഉണ്ടായിരിക്കുന്നത് നമുക്ക് ഇനി എഴുന്നേക്കണമെങ്കിൽ ആ ടോ ബാക്ക് ഫുട്ടിന്റെ ടോ യൂസ് ചെയ്ത് വേണം നമുക്ക് ബോഡി അപ്പ് ചെയ്യണമെങ്കിൽ. അതുകൊണ്ടാണ് പറയുന്നത് ബാക്ക് ഫുട്ട് നീ ഡൗൺ ചെയ്യുന്നത് നമുക്ക് നെക്സ്റ്റ് റണ്ണിന് വേണ്ടി ഓടുന്നതിന് വേണ്ടിയാണ് ഇത് യൂസ് ചെയ്യുന്നത്. ബെറ്റർ ബാലൻസ്. ഓക്കെ, ടോ യൂസ് ചെയ്താണ് നമ്മൾ അടുത്ത് എഴുന്നേക്കാനായിട്ട് പോകുന്നത്. ഇതായിരിക്കണം പൊസിഷൻ. ചിലപ്പോൾ അടിക്കുമ്പോൾ കുട്ടികൾ അടിക്കുമ്പോൾ ഈ ബാക്ക് ഫുട്ടിന്റെ ഫീറ്റ് ജസ്റ്റ് കൊളാപ്സ് ചെയ്തു പോകാൻ താഴോട്ട് സൈഡിലോട്ടോ അല്ലെങ്കിൽ ഇതിന് ടോ വന്നിട്ട് ഫുള്ള് ഗ്രൗണ്ടിലോട്ട് ഫേസ് ചെയ്തിരിക്കുന്ന അവസ്ഥയൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പം ഇങ്ങനെയാണ് കറക്റ്റ് പൊസിഷൻ വരേണ്ടത്. ഓക്കെ, ഇത് നിങ്ങളൊന്ന് മനസ്സിൽ വയ്ക്കുക. ഈ പോയിന്റ് നിങ്ങളൊന്ന് മനസ്സിൽ വയ്ക്കുക. ഓക്കെ, നിങ്ങളോട് കുറച്ച് അധികം ഞാൻ പറഞ്ഞിട്ടുണ്ട്, കാരണം നിങ്ങൾക്ക് മനസ്സിലാകുന്നതിന് വേണ്ടിയാണ് പറഞ്ഞത്. കുട്ടികളോട് നിങ്ങൾ ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ബേസിക് ആയിട്ടുള്ള 3-4 കാര്യങ്ങൾ മാത്രം കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. എങ്ങനെ അടിക്കണം എന്നുള്ളത് മാത്രം കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. ദെൻ അവർ ചെയ്യുന്ന കറക്റ്റായി നിങ്ങൾ കാണിച്ചു കൊടുക്കുക. കാണിച്ചു കൊടുത്തതിന് ശേഷം അവർ പറയും ഇങ്ങനെ ചെയ്യാനും പറയുക. ഇനി അവരെന്തെങ്കിലും മിസ്റ്റേക്ക് ആണെങ്കിൽ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കറക്റ്റ് ചെയ്ത് കൊടുക്കുക. അതാണ് ചെയ്യേണ്ടത്. അവരോട് ഇങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഒരിക്കലും അവർക്ക് ചെയ്യാനും പറ്റത്തില്ല. നമ്മുടെ ടൈം വേസ്റ്റ് ആവും, അവർക്കത് ഫുള്ള് ബുദ്ധിമുട്ടുമാകും. ഓക്കെ, ഇതാണ് സ്വീപ്പില് ഉള്ളധികം പറയാനുള്ളത്. നെക്സ്റ്റ് നമുക്ക് നെക്സ്റ്റ് ഷോട്ടിലോട്ട് പോവാം. സ്വീപ്പിന്റെ കുറച്ച് പിക്ചേഴ്സ് ആണ്. ആന്റി ഫ്ലവർ ആണ് സ്വീപ്പ് ചെയ്യുന്നത്. അപ്പൊ ലെഫ്റ്റി ആണ്. ലെഫ്റ്റ് സ്വീപ്പ് ചെയ്യുന്നത് കറക്റ്റ് നോക്കുക. ആ ബാക്ക് ഫുട്ട് ഒക്കെ ക്ലിയർ ആയിട്ടൊന്ന് വാച്ച് ചെയ്യുക. ഫ്രണ്ട് ഫുട്ടിന്റെ പൊസിഷൻ നോക്കുക. ഓക്കെ, സ്വീപ്പ് ചെയ്ത് ബോഡി കംപ്ലീറ്റ് റൊട്ടേറ്റ് ചെയ്ത് പോവാണ്. ഓക്കെ, എന്നാലും ഫുട്ടിന്റെ പൊസിഷൻ നോക്കുക. ഫുട്ടിന്റെ പൊസിഷൻ സ്ട്രൈറ്റ് തന്നെ. കൊളാപ്സ് ചെയ്ത് പോയാൽ നമുക്ക് എഴുന്നേക്കാനായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടാവും. കൊളാപ്സ് ചെയ്ത് പോയിട്ടില്ല, സ്ട്രൈറ്റ് വൺ. ബാക്ക് ഫുട്ട് ടോ ശ്രദ്ധിക്കുക. ബാക്ക് ഫുട്ടോടെ പൊസിഷൻ കറക്റ്റ് ആണ്. ഓക്കെ, ദെൻ റിവേഴ്സ് സ്വീപ്പ് ആണ് സെക്കൻഡ് പിക്ചറിൽ. ഫസ്റ്റ് നമ്മൾ കുട്ടികളെ റിവേഴ്സ് സ്വീപ്പ് പഠിപ്പിക്കണ്ട, നമ്മൾ സ്വീപ്പ് മാത്രം പഠിപ്പിച്ചാൽ മതിയാവും. ഫുട്ടിന്റെ ഫുട്ട് വെച്ചിരിക്കുന്ന ബോളിന്റെ ലൈനിൽ തന്നെയാണ്. ക്ലിയർ ആയിട്ടൊന്ന് വാച്ച് ചെയ്താൽ മനസ്സിലാവും. നെക്സ്റ്റ് വൺ ഫുൾ ഷോട്ട്. ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, ഇത് കാണാൻ ഏറ്റവും രസകരമായിട്ടുള്ള ഷോട്ട് അല്ലെ, ഫുൾ ഷോട്ട്. ആ ഫുൾ ഷോട്ടാണ് നെക്സ്റ്റ്. ഫുൾ ഷോട്ടിന്റെ പോയിന്റ്സ് ആണ് നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കുട്ടികൾക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് ആയിട്ടുള്ള, അവർക്ക് ഏറ്റവും ചെയ്യുന്ന ഷോട്ടും ആയിരിക്കും ഫുൾ ഷോട്ട്. പക്ഷെ കറക്റ്റ് ടെക്നിക്ക് ഒന്നും ആയിരിക്കത്തില്ല. അവരോട് എത്ര അടിക്കാൻ പറഞ്ഞാൽ ഫുൾ ഷോട്ട് മാത്രമേ ഫസ്റ്റ് ചെയ്യത്തുള്ളൂ. പക്ഷെ അതിന് ടെക്നിക്ക് അവർക്കൊന്ന് നന്നായിട്ട് പഠിപ്പിച്ചു കൊടുത്തിട്ട് ചെയ്യുക, ഏറ്റവും നല്ലതായിരിക്കും അത്. ഓക്കെ, നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ബോളിന്റെ പൊസിഷൻ എന്താ, ബോൾ എന്താണ്, ഏത് ബോളിലാണ് ഇത് കളിക്കുന്നത്? ഷോർട്ട്, വെരി ഷോർട്ട് ബോളിലാണ് നമ്മളിത് ഷോർട്ട് കളിക്കുന്നത്. കമ്മിങ് ഇൻ ബിറ്റ്വീൻ വേസ്റ്റ് ആൻഡ് ചെസ്റ്റ് ഹൈറ്റ്. വേസ്റ്റിനും ചെസ്റ്റ് ഹൈറ്റിനും ഇടയ്ക്ക് വരുന്ന ബോളിലാണ് നമ്മൾ ഫുൾ ഷോട്ട് കളിക്കുന്നത്. ഫുൾ ഷോട്ട് എപ്പോഴും നമ്മൾ ഉയർത്തി അടിക്കാറുണ്ട്, അതുപോലെ ഗ്രൗണ്ടിലോട്ടും ബോൾ അടിക്കാറുണ്ട്. രണ്ട് രീതിയിൽ അടിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ അതിനാ ബേസിക് വേണ്ട ടെക്നിക്സ് കുട്ടികളോട് പറഞ്ഞു കൊടുക്കുന്ന ടെക്നിക്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ പോയിന്റുകൾ നിങ്ങൾ ജസ്റ്റ് നോട്ട് ചെയ്യുക. നോട്ട് ചെയ്യാൻ പറയുന്നതിന്റെ കാരണം, നിങ്ങൾ വീഡിയോസ് കാണുമ്പോൾ ഈ പോയിന്റ് വെച്ചിട്ട് വേണം നിങ്ങൾ ആ വീഡിയോസ് കാണാൻ. അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. അതിനോടാണ് ഈ പോയിന്റുകൾ നോട്ട് ചെയ്യണം എന്ന് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് ഫുട് വർക്ക്. ബാക്ക് ഫുട്ട് ബാക്ക് ആൻഡ് അക്രോസ് ഇൻ ലൈൻ വിത്ത് ബോൾ. നമ്മൾ ബാക്ക് ഫുട്ട്
ഡ്രൈവിനും ഡിഫൻസ് എങ്ങനെ പോയി അതുപോലെ തന്നെ ബാക്ക് ഫുട്ട് ബാക്കിലോട്ട് ബോളിന്റെ ലൈനിന്റെ ബാക്കിലോട്ട് അതുപോലെ തന്നെ ആ ലൈനിന്റെ എക്രോസ് ആയിട്ട് മൂവ് ചെയ്യുക. ബാക്ക് ഫുട്ട് ബാക്ക് ആൻഡ് എക്രോസ് ദ ഇൻ ലൈൻ വിത്ത് ദ ബോൾ. ഹെഡ് സ്റ്റഡി, ഹെഡ് അബ്സല്യൂട്ട്ലി സ്റ്റഡി ആയിരിക്കണം. ഫുൾ ഷോട്ട് അടിക്കുമ്പോൾ ഹെഡ് സ്റ്റഡി ആയിരിക്കണം, ഐസ് ലെവൽ ആയിരിക്കണം. ഓക്കെ, നേരത്തെ ഷോട്ടുകളിൽ പറഞ്ഞ ആം ഷുഡ് ബി ഫുള്ളി എക്സ്റ്റെൻഡഡ്. ആം നന്നായിട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കളിക്കുക, എങ്കിൽ മാത്രമേ നല്ല പവർ ജനറേറ്റ് ചെയ്ത് അടിക്കാനായിട്ട് സാധിക്കുള്ളൂ. റൊട്ടേറ്റ് ദ ഷോൾഡേഴ്സ്, ഇമ്പോർട്ടന്റ് പോയിന്റ്. ഷോൾഡർ കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്താണ് ഷോട്ട് അടിക്കുന്നത്. ഷോൾഡർ മസ്റ്റ് ബി റൊട്ടേറ്റഡ്. ഓക്കെ, ദെൻ ബാറ്റ് ഡീസൻസ് ഫ്രം ഹയർ പൊസിഷൻ. ഹൈ പൊസിഷനിൽ നിന്നാണ് ബാറ്റ് വരുന്നത്. ഈ ഫസ്റ്റ് പിക്ചറിൽ കാണാം, അടിച്ചതിന് ശേഷമുള്ള ഒരു പിക്ചറാണ് അത്. രണ്ട് പിക്ചർ അങ്ങനെ തന്നെയാണ്. ബാറ്റ് വരുന്നത് ഹൈ പൊസിഷനിൽ നിന്ന് ഡൗണിലോട്ട് അടിക്കുന്ന ലോ പൊസിഷനിലോട്ട് അടിക്കും, അല്ലെ ഉയർത്തി അടിക്കണമെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഫസ്റ്റ് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുന്ന ഈ പോയിന്റ്സ് ഒക്കെയാണ് ഇമ്പോർട്ടന്റ്. ഇത് കുട്ടികളോട് പറഞ്ഞ് മനസ്സിലാക്കുക. അപ്പൊ ഒന്നുകൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്യാം. ബാക്ക് ഫുട്ട് ബാക്ക് ആൻഡ് എക്രോസ് ഇൻ ലൈൻ വിത്ത് ദ ബോൾ. പിന്നെ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാത്ത ഇതെല്ലാം നമ്മൾ ബാക്ക് ഫുട്ട് ഡ്രൈവിലും ഡിഫൻസും എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അപ്പൊ നിങ്ങൾ ഈ പോയിന്റ് മാത്രം ഒന്ന് മനസ്സിലാക്കുക. ഹെഡ് സ്റ്റഡി, ആംസ് fully extended, rotate shoulders, bat descends from higher positions. Bat descends from higher positions എന്ന് പറഞ്ഞാൽ ബാറ്റ് ഫുള്ള് ഹൈ പൊസിഷനിൽ നിന്ന് ലോ പൊസിഷനിലോട്ട് വരിക എന്നുള്ളതാണ് അതിന്റെ മീനിങ്. എത്ര മനസ്സിലാക്കിയാൽ മതി. ഇതിന്റെ വീഡിയോസ് നമുക്ക് കാണാം. വീഡിയോസ് കാണുമ്പോൾ കൂടുതൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. ഫസ്റ്റ് ഫ്രണ്ട് വ്യൂ ആണ്. സി എവിടെ നിന്നാണ് ബോൾ അടിക്കുന്നത് നോക്കാം. ഓക്കെ, ബോളിന്റെ പൊസിഷൻ വാച്ച് ചെയ്യാം. ദെൻ ഹൈ ബാക്ക് ലിഫ്റ്റ് ആണ്, ഹൈ ബാക്ക് ലിഫ്റ്റ് പോകുന്നു. ദെൻ നെക്സ്റ്റ് ഫുട് വർക്ക് ആണ്. ബാക്ക് ഫുട്ടിന്റെ പൊസിഷൻ നോക്കുക. സി ബോളിന്റെ നേരെ ഫുട് വർക്ക് ബാക്കിലോട്ടും പോയി, അതുകൊണ്ട് തന്നെ ബോളിന്റെ ലൈനിന്റെ എക്രോസ് ആയിരിക്കും. ഓക്കെ, അതെന്തിനാണ് അങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ബോഡിയുടെ ലൈനിന്റെ അകത്ത് കൊണ്ടുവരുന്നതിനായിട്ട്. അകത്ത് കൊണ്ടുവരാന്ന് വെച്ചാൽ കണ്ണിന്റെ ഫ്രണ്ട്, ബോഡിയുടെ ഫ്രണ്ടില് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് ബാക്കിലോട്ടും അതുപോലെ തന്നെ എക്രോസ് മൂവ് ചെയ്യുന്നത്. ബോഡിയുടെ ലൈനിന്റെ നേരെ ബോൾ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ആംസ് ബാറ്റ് ഹയർ പൊസിഷനിൽ നിന്നാണ് വരുന്നത്. ദെൻ ഹിറ്റ് ചെയ്യുന്ന ടൈമിൽ ബോഡി കംപ്ലീറ്റ് ഓപ്പൺ ആണ്. അരുണ വീഡിയോ കാണുന്നില്ല കേട്ടോ. ഇല്ല അല്ലേ? കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല ഇല്ല അരുണ, വന്നിട്ടില്ല ഇതുവരെ. ഒരു സെക്കൻഡ്. കാണാൻ പറ്റുന്നുണ്ട് ഏട്ടാ? ഇപ്പൊ വന്നരുണ, ഇപ്പൊ വന്നിട്ടുണ്ട്. ഓക്കെ, കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ? കാണാറുണ്ട്, കാണാം. നോർമൽ വ്യൂ നോക്കൂ. ഹിറ്റ് ചെയ്യുന്ന നോർമൽ വ്യൂ, നോർമൽ സ്പീഡിലാണ് കാണുന്നത്. ജസ്റ്റ് വാച്ച് ചെയ്യാം. Higher back lift, back foot,
backhand across the off turn. Then back foot backhand across the off turn പോയിക്കുന്ന ബോൾ നമ്മുടെ ബോഡിയുടെ ലൈനിന്റെ അകത്താക്കുന്നതിനുണ്ട് നമ്മൾ backhand across വയ്ക്കുന്നത്. Then ബോളും ബാറ്റുമായിട്ട് എവിടെ വെച്ച് മീറ്റ് ചെയ്യുന്നു? കണ്ണിന്റെ ഫ്രണ്ടിൽ വെച്ച് തന്നെയാണ് മീറ്റ് ചെയ്യുന്നത്. ആ സെയിം ടൈമിൽ ആംസ് ഫുള്ളി എക്സ്റ്റൻഡ് ആയിരിക്കും. സെയിം റിസ്റ്റ് ഷുഡ് ബി റോൾഡ്. ഓക്കെ, റിസ്റ്റ് റോൾ ചെയ്തിരിക്കും. ബോൾ പോകുന്നത് മിഡ് വിക്കറ്റ് ഏരിയയിലോട്ടായിരിക്കും പോകുന്നത്. നമ്മൾ ബാക്ക് ഫുട്ട്, നിങ്ങൾ എല്ലാവരും ഇമ്പോർട്ടന്റ് ആണ്. ആ ബാക്ക് ഫുട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾ നമ്മുടെ കോച്ചസ് ശ്രദ്ധിക്കേണ്ട പോയിന്റുകളാണത്. ആ ബാക്ക് ഫുട്ടിന്റെ ടോ പൊസിഷൻ നോക്കുക. ടോ കംപ്ലീറ്റ്ലി ടുവേഴ്സ് ദ വിക്കറ്റ് ആയിരിക്കും. ബാക്ക് ഫുട്ടിന്റെ ടോ ടുവേഴ്സ് ദ വിക്കറ്റ് ആയിരിക്കും. അടിക്കുന്ന ടൈമിൽ നമ്മുടെ ബോഡി ഫുള്ള് ഓപ്പൺ ആയിരിക്കും. ഓക്കെ, ക്രിക്കറ്റിൽ 2 പൊസിഷൻസ് ഉള്ളത്, ഒന്ന് സൈഡ് ഓണും ഒന്ന് ഫ്രണ്ട് ഓണും. അപ്പം നമ്മുടെ ഹിറ്റ് ചെയ്യുന്ന ടൈമിൽ കംപ്ലീറ്റ് ബോഡി ഫ്രണ്ട് ഓൺ പൊസിഷനിലായിരിക്കും. വെയിറ്റ് കംപ്ലീറ്റ് ബാക്ക് ഫുട്ടിലായിരിക്കും. Then back foot toe towards the wicket ആയിരിക്കും. ഓക്കെ, ഞാൻ അതിന്റെ സൈഡ് വ്യൂ കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. നോർമൽ സ്പീഡിലാണത് സൈഡ് വ്യൂ. ഫുട് വർക്ക് ശ്രദ്ധിക്കാം. ബാക്കിലോട്ടാണ് മൂവ് ചെയ്യുന്നത്. ബാക്ക് ഫുട്ടിന്റെ ടോ ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഇവിടെ വെച്ച് ബാക്ക് ഫുട്ടിന്റെ ടോ ലൈറ്റായിട്ട് ഓപ്പൺ ലൈറ്റ് അല്ല ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്യുന്നുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ബോഡി ഫ്രണ്ട് ഓൺ പൊസിഷൻ ആക്കുന്നതിന് വേണ്ടിയാണ്. ബോഡിയുടെ ഫ്രണ്ടിൽ നിന്നാണ് ഈ ബോൾ നമ്മൾ ഹിറ്റ് ചെയ്യേണ്ടത്. കാരണം ക്ലിയർ വ്യൂ നമുക്ക് ബോളിൽ വേണം. അതിന് വേണ്ടി ഫ്രണ്ട് ഓൺ പൊസിഷൻ ആക്കുന്നത്. ദെൻ ബാറ്റ് ഹയർ പൊസിഷൻ ഡീസെന്റ് ചെയ്ത് വരുവാണ്, താഴോട്ടാണ് അടിക്കുന്നത്. ഹൈറ്റ് ഉള്ള ബോൾ ആയതുകൊണ്ട് ഉയർത്തി അടിക്കാനുള്ള ശ്രമത്തിലാണ് ചെയ്തത്. പക്ഷെ നോർമലി ആ ബോൾ വരുന്നത്, ബോൾ അടിക്കേണ്ടത് താഴോട്ടാണ് അടിക്കേണ്ടത്. നോർമലി താഴോട്ടാകും. കാരണം ബോൾ അടിക്കുന്ന ടൈമിൽ റിസ്റ്റ് കറക്റ്റ് ആയിട്ട് റോൾ ചെയ്താൽ ബോൾ ഓട്ടോമാറ്റിക്കലി താഴോട്ട് ആവും. ഇത് നാച്ചുറലി റിസ്റ്റ് റോളിംഗ് നാച്ചുറലി സംഭവിക്കേണ്ട കാര്യമാണ്. ദെൻ ബോൾ കണ്ണിന്റെ ഫ്രണ്ടിൽ നിന്ന് ബോൾ അടിച്ചു, ആ സെയിം ടൈമിൽ റിസ്റ്റ് റോൾ ചെയ്യുന്നു. നിങ്ങൾ വാച്ച് ചെയ്യുക, ബാക്ക് ഫുട്ടിൽ വെയിറ്റ് കംപ്ലീറ്റ്ലി ബാക്ക് ഫുട്ടിലായിരിക്കും. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ദെൻ ഫോളോ ത്രൂ ശ്രദ്ധിക്കുക. ഫ്രണ്ട് ഫുട്ട് എവിടെ വന്ന് നോക്കിക്കോ, ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. ഫ്രണ്ട് ഫുട്ട് നേരെ റൊട്ടേറ്റ് ചെയ്ത് സ്റ്റമ്പിന്റെ സെയിം ലൈനിലോട്ട് വന്നു. ബാറ്റ് ഫിനിഷ് ചെയ്യുന്നത് എവിടെ തന്നെയാണ്? ഫ്രണ്ട് ഷോൾഡർ തന്നെയാണ് ബാറ്റ് ഫോളോ ത്രൂ ഫിനിഷ് ചെയ്യുന്നത്. ഈ കാര്യങ്ങൾ നിങ്ങളൊന്ന് മനസ്സിലാക്കും. നമ്മുടെ നോട്ടിൽ അതില്ല എങ്കിലും നിങ്ങളത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് പറഞ്ഞത്. നിങ്ങളത് പേഴ്സണൽ ആയിട്ട് നോട്ട് ചെയ്യുക. ഓക്കെ, വെയിറ്റ് ട്രാൻസ്ഫർ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. ബോഡി ഓപ്പൺ ആക്കുന്നതിന് വേണ്ടി ബാക്ക് ഫുട്ടിന്റെ ടോ ഓപ്പൺ ആക്കുന്നു. ടുവേഴ്സ് ദ ബാക്ക് ഫുട്ട് ടോ ടുവേഴ്സ് ദ വിക്കറ്റ് നേരെയായിരിക്കും. അപ്പൊ നിങ്ങൾക്കത് ഏകദേശം ഒരു ഐഡിയ കിട്ടി എന്ന് മനസ്സിലാക്കുന്നു. സേഫ് ആയിട്ട് കളിക്കുന്നതിന് വേണ്ടിയാണ് ഇത് താഴോട്ട് അടിക്കണം എന്ന് പറയുന്നത്. ഇപ്പൊ ഈ ഷോട്ടിൽ അത് മേളിലോട്ടാണ് അടിച്ചിരിക്കുന്നത്. എന്നിരുന്നാലും ആ സെയിം ടൈമിൽ റിസ്റ്റ് കറക്റ്റ് ആയിട്ട് റോൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, പോയിന്റ്സ് എല്ലാം കവർ ചെയ്തു. നെക്സ്റ്റ് ഷോട്ടിൽ നമുക്ക് പോവാം. ഹുക്ക് ഷോട്ട്, ഹൊറിസോണ്ടൽ ഷോട്ടിലെ ലാസ്റ്റ് ആയിട്ട് വരുന്ന ഷോട്ടാണ് ഹുക്ക് ഷോട്ട്. അപ്പൊ മെയിൻലി ബോളിന്റെ സ്വഭാവം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. അത് വെരി ഷോർട്ട് ബോൾ ആയിരിക്കും. പിച്ചിങ് മിഡിൽ സ്റ്റംപ് ലൈനിലോട്ട് ഏകദേശം വരുന്ന ബോളിലാണ് നമ്മൾ ഹുക്ക് ചെയ്യുന്നത്. എബോവ് ഷോൾഡർ ഹൈറ്റ് ആയിരിക്കും. എബോവ് ഷോൾഡർ ഹൈറ്റ് ഏകദേശം ഷോൾഡർ ഹൈറ്റിൽ നിന്നായിരിക്കും നമ്മൾ ഹുക്ക് ഷോട്ട് ചെയ്യുന്നത്. അപ്പൊ അത് കുട്ടികൾ ആദ്യം പറഞ്ഞ് മനസ്സിലാക്കുക. ഫസ്റ്റ് പോയിന്റ്, ജഡ്ജ് ലെങ്ത് ആൻഡ് പേസ് ഓഫ് ദ ബോൾ. അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്.
ഫുൾ ലെങ്ത് ഫസ്റ്റ് എഡിറ്റ് ചെയ്യാനായിട്ട് വരണം. കാരണം ഫുട് വർക്ക് കറക്റ്റ് ആയിട്ട് വന്നാൽ മാത്രമേ ഹുക്ക് ഷോട്ട് അടിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, വെരി ഷോർട്ട് ബോൾ ആണ്. ദെൻ പേസ് സ്ലോ ബോൾ ആണോ കുറച്ച് പേസ് ഉള്ള ബോൾ ആണോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇല്ലെങ്കിൽ എന്താണ് ക്യാച്ചസ് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അതിനനുസരിച്ച് വേണം ബോൾ കളിക്കാനായിട്ട്. ദെൻ ബാക്ക് ഫുട്ട് ബാക്ക് ആൻഡ് അക്രോസ് സെയിം ആസ് ഫുൾ ഷോട്ട്. ഫുൾ ഷോട്ട് നമ്മൾ ബാക്ക് ഫുട്ട് എങ്ങനെ മൂവ് ചെയ്തോ സെയിം ബോളിന്റെ ലൈൻ ബോഡിയുടെ നേരെ ആക്കുന്നതിന് വേണ്ടിയാണ് ബാക്ക് ആൻഡ് അക്രോസ് വയ്ക്കുന്നത്. അതുപോലെ തന്നെ ഹുക്ക് ഷോട്ടിലും ബാക്ക് ആൻഡ് അക്രോസ് ദ ലൈൻ ഓഫ് ദ ബോൾ. ടേക്ക് ദ ബോൾ ഇൻ ലൈൻ വിത്ത് ദ ഫ്രണ്ട് ഷോൾഡർ. ഓക്കെ, നമ്മൾ ബാക്ക് ഫുട്ട് ബാക്കിലൂടെ അക്രോസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ഫ്രണ്ട് ഷോൾഡർ ഉണ്ടോ, ആ ഫ്രണ്ട് ഷോൾഡർ ലൈനിലാണ് ബോൾ കൊണ്ടുവരേണ്ടത്. അതുപോലെ അതിനുവേണ്ടിയിട്ടാണ് ബാക്ക് ഫുട്ട് ബാക്ക് ആൻഡ് അക്രോസ് വെക്കുന്നത്. ഓക്കെ, ഹിറ്റ് ഡൗൺ ഓൺ ബോൾ വെയർ ആസ് പോസിബിൾ. നമ്മൾ ബോൾ ഗ്രൗണ്ടിലോട്ടാണ് ഹിറ്റ് ചെയ്യേണ്ടത്. മാക്സിമം ഗ്രൗണ്ടിലോട്ട് ഹിറ്റ് ചെയ്താൽ സേഫ് ആയിട്ട് നമുക്ക് കളിക്കാനായിട്ട് വരും. അതാണ് ഗ്രൗണ്ടിലോട്ട് ഹിറ്റ് ചെയ്യണം എന്ന് പറയുന്നത്. രണ്ട് ഷോട്ട്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഹുക്ക് ഷോട്ട് കൊടുക്കുന്ന കളിച്ചതിന് ശേഷമുള്ള ഒരു പിക്ചർ ആണത്. അവരുടെ പൊസിഷൻ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാം. വെയിറ്റ് കംപ്ലീറ്റ് ബാക്ക് ഫുട്ടിലോട്ടാണ്. പോയിന്റ് ഒന്ന് നോട്ട് ചെയ്യുക. ജഡ്ജ് ലെങ്ത് ആൻഡ് പേസ് ഓഫ് ദ ബോൾ. ഓക്കെ, ബാക്ക് ഫുട്ട് back and across the line of the ball same as full shot. Okay, then take the ball in line with the front shoulder, hit down on ball where possible. ഈ പോയിന്റ് ഒന്ന് നിങ്ങൾ നോട്ട് ചെയ്യുക. നെക്സ്റ്റ് നമുക്ക് വീഡിയോസിലോട്ട് പോവാം. വീഡിയോസിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. കാണാൻ പറ്റുന്നുണ്ടല്ലോ ടീച്ചറാ? കാണാറുണ്ട്, കാണാം കാണാം. ഓക്കെ, ഹുക്ക് ഷോട്ടിന്റെ ഒരു ഫ്രണ്ട് വ്യൂ ആണ്. നോർമൽ വ്യൂല് സ്പീഡിൽ ഒന്ന് കാണിക്കാം. ഷോർട്ട് ബോൾ ആണ് വരുന്നത്. വെരി ഷോർട്ട് ആണ് ബോൾ വരുന്നത്. സി ബാക്ക് ഫുട്ടിന്റെ പൊസിഷൻ ശ്രദ്ധിക്കുക. ബാക്ക് ആൻഡ് അക്രോസ് ദ ഓഫ് ടേം, ബാക്ക് ആൻഡ് അക്രോസ് ദ ലൈൻ ഓഫ് ദ ബോൾ. സി ബോൾ ഇപ്പം ഫ്രണ്ട് ഷോൾഡറിന്റെ സെയിം പൊസിഷനിൽ വന്നിട്ടുണ്ട്. ഫ്രണ്ട് ഷോൾഡറിന്റെ പൊസിഷനിലാക്കി ബാറ്റ്സ്മാൻ. ബോളിന്റെ ഹൈറ്റ് ശ്രദ്ധിക്കുക, ഷോൾഡർ ഹൈറ്റ് ആണ് വരുന്നത്. വെയിറ്റ് കംപ്ലീറ്റ് ബാക്ക് ഫുട്ടിലോട്ട് ആക്കിക്കൊണ്ട് ബോഡി കംപ്ലീറ്റ് ഓപ്പൺ ആക്കി ദെൻ ബോളിന് മാക്സിമം ഗ്രൗണ്ടിലോട്ട് അടിക്കാനാണ് ബാറ്റ്സ്മാൻ ട്രൈ ചെയ്യുന്നത്. സി കംപ്ലീറ്റ് ബാക്കിലോട്ട് അടിച്ചു. ഇവിടെ കാണിക്കാം. ബാക്ക് ആൻഡ് അക്രോസ് ദ ഓഫ് ടേം. ഈ ഷോട്ടിൽ ശ്രദ്ധിച്ചാലും കാണും ബാക്ക് ഫുട്ടിന്റെ ടോ കംപ്ലീറ്റ്ലി ഓപ്പൺ ആണ്. വെയിറ്റ് കംപ്ലീറ്റ് ബാക്ക് ഫുട്ടിൽ കൊടുത്തു. ബോഡി കംപ്ലീറ്റ് ഓപ്പൺ ആക്കി ഷോൾഡറിന്റെ സൈഡിൽ നിന്നാണ് ഫ്രണ്ട് ഷോൾഡറിന്റെ സൈഡിൽ നിന്നാണ് ബോൾ ഹിറ്റ് ചെയ്യുന്നത്. ഫുൾ ഫേസ് ഓഫ് ദ ബാറ്റ്. ആംസ് ഫുൾ എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. ഹെഡ് പൊസിഷൻ ഇമ്പോർട്ടന്റ് ആണ്. ഹെഡ് പൊസിഷൻ നോക്കുക. നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്ത പോയിന്റ് ആണ് ഹെഡ് പൊസിഷൻ നോക്കുക. ഹെഡിന്റെ പൊസിഷൻ, ഐസ് ക്ലിയർ ആയിട്ട് ബാറ്റ്സ്മാൻ ബോൾ വാച്ച് ചെയ്താണ് അടിക്കുന്നത്. ഫുൾ ഫേസ് ഓഫ് ദ ബോൾ. എങ്ങോട്ട് അടിക്കുന്നുണ്ട്? ഗ്രൗണ്ടിലോട്ടാണ് മാക്സിമം ബാറ്റ്സ്മാൻ ബോൾ ഹിറ്റ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുന്നത്. ഇത് ഇവിടെ ഫൈനലേക്ക് ഏരിയയിലോട്ടാണ് ഇപ്പൊ നമ്മൾ അടിച്ചിരിക്കുന്നത് ബോൾ. സി അതിനുശേഷം ഫോളോ ത്രൂ ശ്രദ്ധിക്കുക. കാലിന്റെ പൊസിഷൻ നോക്കുക. നേരെ സ്റ്റംപ് ലൈനിലോട്ട് കാല് പോയി. നമ്മൾ ക്രീസ് യൂസ് ചെയ്ത് കളിക്കുന്നതാണത്. അപ്പൊ നമ്മൾ സ്റ്റംപിൽ കൊള്ളാതെയും കൂടെ നമ്മൾ ശ്രദ്ധിക്കും. ബിഗിനേഴ്സ് വന്ന് കളിക്കുമ്പോൾ അടിച്ച് ഫോളോ ത്രൂല് കാലെടുത്ത് സ്റ്റംപിൽ ചവിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ക്രീസ് എങ്ങനെ യൂസ് ചെയ്യുന്നതും കൂടെ അവരെ പഠിപ്പിച്ചു കൊടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റണം. ഓക്കെ, ഫിനിഷ് ചെയ്തു. ഈ റൊട്ടേഷൻ വരും ഫോളോ ത്രൂല്. ഓക്കെ, ഇതിന്റെ സൈഡ് വ്യൂ കൂടെ കാണിക്കാം.
See, back foot movement നോക്കുക. Right foot back and across the line of the ball. Ball എപ്പോഴും ഷോൾഡറിന്റെ ലൈൻ, ഫ്രണ്ട് ഷോൾഡർ ലൈനിലോട്ട് കൊണ്ടുവരാണ് ബാറ്റ്സ്മാൻ. വെയിറ്റ് കംപ്ലീറ്റ്ലി ബാക്ക് ട്രാൻസ്ഫർ ചെയ്തു. ഇമ്പാക്ട് ശ്രദ്ധിക്കുക, ഇച്ചിരി ഹൈറ്റിലാണ് ഈ ബോൾ വരുന്നത്. എബോ ഷോൾഡർ ഹൈറ്റിലാണ് ബോൾ വരുന്നത്. ബാറ്റ്സ്മാൻ അത് ഫൈൻ ലെഗിലൂടെ കളിച്ചു, ഈസി ആയിട്ട് കളിച്ചു. ഹെഡ് സ്റ്റില്ലാണ്, ബോൾ വാച്ച് തന്നെയാണ് ഇരിക്കുന്നത്. ദെൻ ടോയുടെ പൊസിഷൻ ശ്രദ്ധിക്കുക, ടുവേർഡ്സ് ദ ഗ്രൗണ്ട്. നല്ല ബാലൻസ്ഡ് പൊസിഷനിലാണ് ആ ഷോട്ട് കളിക്കുന്നത്. ഫുൾ ഫേസ് ഓഫ് ദ ബാൾ എക്സ്റ്റെൻഡ് ചെയ്തു. ദെൻ ഫോളോ ത്രൂ ഫ്രണ്ട് ബാക്ക് ഷോൾഡർ ഫിനിഷ് ചെയ്തു. ദെൻ ഫ്രണ്ട് ലെഗ് എവിടെ വന്നു നോക്കുക, ഫ്രണ്ട് ഫുട്ട് ബാക്ക് ഫുട്ടിന്റെ അതേ ലൈനിലാണ് ഫിനിഷ് ചെയ്യുന്നത്. ബോൾ പോകുന്നത് നമുക്ക് കാണാം, ഫൈൻ ലെഗ് ഏരിയയിലോട്ടാണ് ബോൾ പോകുന്നത്. ഓക്കെ, പോയിന്റ്സ് എല്ലാം ഓൾറെഡി നമ്മൾ കവർ ചെയ്യുന്നു വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് മനസ്സിലാക്കുന്നു. നിങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞു നമുക്കതിൽ കാണിക്കാൻ പറ്റുന്ന ലിമിറ്റേഷൻസ് ഉണ്ട്. എന്നിരുന്നാലും നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി ഷോട്ട്, എല്ലാ ഷോട്ടിനെ കുറിച്ച് എന്ന് കരുതുന്നു. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുണ്ടെ നിങ്ങൾ സെഷൻ അവസാനം നിങ്ങൾക്ക് ചോദിക്കും. ടിനിച്ചേട്ടാ, Okay, thank you Arun. Okay, participants, ഹൊറിസോണ്ടൽ ബാറ്റ് ഷോട്ട്സ് ആണ് ഇപ്പോൾ സംസാരിച്ചത്. വളരെ പെട്ടെന്നാണ് നമ്മൾ ഈ 4 ഷോട്ടുകളും കവർ ചെയ്ത് പോയത്. കൂടുതലും ഒരു പ്രാക്ടിക്കൽ ആസ്പെക്റ്റും കൂടെ വരുമ്പോഴാണ് നമുക്കിത് കൂടുതൽ മനസ്സിലാവുന്നത്. നോർമൽ കോഴ്സസിൽ നമുക്ക് ഓരോ സെഷൻ കഴിഞ്ഞിട്ട് ഒരു പ്രാക്ടിക്കൽ സെഷനും അതിന്റെ കൂടെ നമ്മൾ വെക്കും. പക്ഷെ ഇവിടെ ലിമിറ്റേഷൻസ് ഉണ്ടായാൽ നമുക്ക് പ്രാക്ടിക്കൽ സെഷൻസ് വെക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങൾ തന്നെ ഇത് നിങ്ങളുടെ ഉള്ള സാഹചര്യത്തിൽ പ്രാക്ടീസ് ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. ഓക്കെ, സോ പ്രാക്ടീസ് ദിസ്. അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ ഐഡിയ കിട്ടും. ഈ കീ പോയിന്റ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ നിങ്ങൾ ഇന്ന് പഠിച്ച കാര്യങ്ങളുടെ എല്ലാ ക്ലാസ്സിലും പഠിക്കുന്ന കീ പോയിന്റ്സ്, ഒരു 4-5 കീ പോയിന്റ്സ് ഉണ്ട്. അത് മനസ്സിലാക്കി വെക്കണം. ബൈ ഹാർട്ട് പഠിക്കുകയല്ല, അത് നമ്മൾ തന്നെ ചെയ്ത് നോക്കിയിട്ട് അത് മനസ്സിലാക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആസ്പെക്ട് ആണ്. അപ്പൊ ഈ ഹൊറിസോണ്ടൽ ബാറ്റ് ഷോട്ട്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ആസ്പെക്ടിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പോൾ സമയമുണ്ട്. പ്ലീസ് ബി ഫ്രീ ടു ആസ്ക്. നിങ്ങൾക്ക് കൈ റേസ് ഹാൻഡ്സ് മാറ്റിയിട്ട് ചോദിക്കാവുന്നതാണ്, അല്ലെങ്കിൽ ടൈപ്പും ചെയ്യാവുന്നതാണ്. അരുൺ സർ, ഒരു എക്സാക്ട് ഡിഫറൻസ് ബിറ്റ്വീൻ പുൾ ഷോട്ട് ആൻഡ് ഹുക്ക് ഷോട്ട് ഒന്ന് പറയാം. എക്സാക്ട് ഡിഫറൻസ്, അതായത് ഓക്കെ, ഇപ്പൊ നമ്മൾ ഫസ്റ്റ് അതിന്റെ ബോളിന്റെ ഇതാണ് നമ്മൾ എടുക്കേണ്ടത്. ഫസ്റ്റ് രണ്ട് ഷോട്ട് ഫുൾ ഷോർട്ട് ബോളിലാണ് കളിക്കുന്നത്. പക്ഷെ ബോൾ പോകുമ്പോ നമുക്ക് ബോൾ മാക്സിമം ഫുൾ ഷോട്ടിന് പോകുന്നത് എങ്ങോട്ടാണ് അടിക്കുന്നത്, നമ്മള് മിഡ് വിക്കറ്റ് റീജിയനിലോട്ടാണ് ബോൾ അടിക്കുന്നത്. അത് നമ്മുടെ ചെസ്റ്റ് ഹൈറ്റിലായിരിക്കും വരുന്നത് ആ ബോള്. അത് ശ്രദ്ധിക്കുക, ബോളിന്റെ ആ ഹൈറ്റ് ചെസ്റ്റ് ഹൈറ്റിലോട്ട്. ദെൻ സെയിം ആസ് ഹുക്ക് ഷോട്ട് വരുമ്പോൾ ബോൾ ഏത് ഹൈറ്റിലാണ് വരുന്നത്, എബോവ് ഷോൾഡർ ഹൈറ്റ്. അതിന് നമുക്ക് ഒരിക്കലും നമുക്ക് മിഡ് വിക്കറ്റ് റീജിയനിലോട്ട് അടിക്കാൻ സാധിക്കില്ല ഒരു പ്ലെയർ. അത് നമ്മൾ എങ്ങോട്ട് ഫൈനലേക്ക് റീജിയനിലോട്ടാണ് അടിക്കുന്നത്. അപ്പം എന്താ വേണ്ടത്, ബാറ്റ് നമ്മൾ ഷോൾഡർ ലൈനിലാണ് അത് ബോൾ കൊണ്ടുവരേണ്ടത്. ഓക്കെ, ഫ്രണ്ട് ഷോൾഡർ ലൈനിലാണ് ബോൾ കൊണ്ടുവരുന്നത്. അതിനുശേഷം അവിടെ നിന്ന് നമ്മൾ ഫൈനലേക്ക് റീജിയനിലോട്ട് അതിനെ കളിക്കുന്നത്. അതാണ് അതിന്റെ ഡിഫറൻസ്. ബോളിന്റെ ഹൈറ്റ് ആണ് ഡിഫറൻസ്. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഇമ്പാക്ട്, നമ്മള് ബോൾ ഇമ്പാക്ട് ചെയ്യുന്ന സ്ഥലവും ഡിഫറൻസ് ഉണ്ടോ? സെയിം വെരി ഗുഡ്. ബോൾ ഇമ്പാക്ട് ചെയ്യുന്നത് നമ്മുടെ കണ്ണിന്റെ ഫ്രണ്ടിൽ നിന്നാണ് നമ്മൾ പുൾ ഷോട്ടിന് ഇമ്പാക്ട്, ബോഡി ലൈനിലാണ് നമ്മൾ ഇമ്പാക്ട് ചെയ്യുന്നത് പുൾ ഷോട്ടിന്. നമ്മൾ ഹുക്ക് ഷോട്ടിന് കഴിയുമ്പോൾ എബോവ് ഷോൾഡർ ലെവലിലാണ് നമ്മൾ അതിനെ ഇമ്പാക്ട് ചെയ്യുന്നത്. ആ ഇമ്പാക്ട് ബോളിന്റെ ബൗൺസ് വെച്ചാൽ ഇമ്പാക്റ്റിനും വ്യത്യാസം വരും.
അപ്പൊ നമ്മൾ ഇമ്പാക്ട് ചെയ്യുമ്പോൾ ഇൻസൈഡ് ദ ബോൾ ഓഫ് ദ ബോളിന്റെ ലൈൻ ഇൻസൈഡ് ആയിരിക്കും ഹുക്ക് ഷോട്ടിന് ഇമ്പാക്ട് ചെയ്യുന്നത്. ഇൻസൈഡ് ആയിരിക്കും. ബോഡി എപ്പോഴും ബോളിന്റെ ഇൻസൈഡ് പോയിട്ടായിരിക്കും നമ്മള് ഇമ്പാക്ട് ചെയ്യുന്നത്. ഐ കോണ്ടാക്ട് കിട്ടാൻ പാടുണ്ടാവും സാർ അന്നേരം, കാരണം എബവ് ഷോൾഡർ ലെവൽ വരുമ്പം ഇൻ ഫ്രണ്ട് ഓഫ് ഐസ് നമുക്ക് കിട്ടാനായിട്ടുള്ള ഒരു പാടുണ്ടാവും. ചെറിയ ബുദ്ധി. പക്ഷെ നമ്മളിപ്പോ ഇൻസൈഡ് ആക്കുമ്പോൾ ഹെഡിന്റെ പൊസിഷൻ, നമ്മൾ നേരത്തെ വീഡിയോ കാണിച്ച ഹെഡിന്റെ പൊസിഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹെഡിന്റെ പൊസിഷൻ എങ്ങനെയാണ്, ബോള് നേരെ തന്നെ ആയിരിക്കും ഹെഡിന്റെ പൊസിഷൻ. അപ്പൊ എന്തായാലും നമുക്കൊരു വിഷൻ കിട്ടും അതിനകത്ത്. ഓക്കെ സർ, താങ്ക് യു. ഗുഡ് ക്വസ്റ്റ്യൻ സിറിൽ. ഈ ഹുക്ക് ഷോട്ട് കളിക്കുമ്പോൾ നമ്മൾ പറയുന്നത് കീപ് ദ ബോൾ ഡൗൺ ആസ് മച്ച് ആസ് പോസിബിൾ എന്നാണ് പറയുന്നത്. നമുക്ക് ഹുക്ക് ഷോട്ട് നമുക്ക് ഫുൾ കൺട്രോൾ നമുക്ക് ഷോട്ടിൽ കൊണ്ടുവരാൻ പാടാണ് ഹുക്ക് ഷോട്ട് കളിക്കുമ്പോൾ. ഫുൾ ഷോട്ട് കളിക്കുന്ന പോലെ ഓൾ ദ ടൈം നമുക്ക് ബോള് താഴെ തന്നെ അടിക്കാൻ ബുദ്ധിമുട്ടാണ്. എന്താ വെച്ചാൽ എബവ് ദ ഐ ലെവലാണ് അല്ലെങ്കിൽ എബവ് ദ ഷോൾഡർ ആണ് നമ്മൾ മോസ്റ്റ് ഓഫ് ദ ടൈം ബോളിനെ മീറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ആസ് മച്ച് ആസ് പോസിബിൾ ത്രൂ ദ ഗ്രൗണ്ട് കളിക്കാനാണ് നമ്മൾ ഹുക്ക് ഷോട്ട് കളിക്കുമ്പോൾ അഡ്വൈസ് ചെയ്യുന്നത്. ഓക്കെ സർ, താങ്ക് യു സർ. Any other questions? സാർ, നമ്മൾ വെർട്ടിക്കൽ സ്ട്രോക്ക് കളിക്കുമ്പോൾ നമ്മൾ ഗ്രിപ്പില് എന്തെങ്കിലും വേരിയേഷൻ വരുത്തേണ്ടതുണ്ടോ? ബോട്ടം ഹാൻഡ്, ഇൻഡെക്സ് ഫിംഗർ ആൻഡ് തമ്പില് എന്തെങ്കിലും ഒരു ചെറിയ വ്യത്യാസം വരുന്നുണ്ടോ? ഹൊറിസോണ്ടൽ സ്ട്രോക്സിലാണ് ഷുക്കൂർ ചോദിക്കുന്നത്. ഹൊറിസോണ്ടൽ സ്ട്രോക്സ് ആണ് ചോദിക്കുന്നത്. യെസ്. ഹൊറിസോണ്ടൽ സ്ട്രോക്സിൽ നമുക്ക് ഗ്രിപ്പിന് വ്യത്യാസം ഒന്നും വരുന്നില്ല. കാരണം നേരത്തെ ഈ സെഷന്റെ ആദ്യം തന്നെ ഞാൻ പറഞ്ഞു, ഗ്രിപ്പിന് ഒരു വ്യത്യാസം വരുന്നില്ല. കൂടുതൽ ബോട്ടം ഹാൻഡ് യൂസ് ചെയ്യുന്നുണ്ട്. ഇമ്പാക്ട് ടൈമിൽ കൂടുതൽ പവർ ജനറേറ്റ് ചെയ്യുന്നതിനായിട്ട് ബോട്ടം ഹാൻഡ് യൂസ് ചെയ്യുന്നുണ്ട്. ഹലോ, അപ്പൊ നമ്മള് ടോപ്പ് ഹാൻഡ് ആണല്ലോ ബോട്ടം പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതലും വെർട്ടിക്കൽ സ്ട്രോക്കിന് ഉപയോഗിക്കുന്നത്. അതിൽ നിന്നൊരു വ്യത്യാസം നമ്മൾ വരുത്തുമ്പോൾ ബോട്ടം ഹാൻഡിന് നമുക്ക് കുറച്ച് പവർ കൊടുക്കുമെന്നാണ് സാർ പറഞ്ഞത്. അതെ. അപ്പൊ നമ്മള് ഗ്രിപ്പിൽ എന്തെങ്കിലും വേരിയേഷൻ വരുന്നുണ്ടോ? നോ വേരിയേഷൻ. ടോപ്പ് ഹാൻഡ് കൺട്രോൾ അതുപോലെ തന്നെ ബാറ്റിൽ കാണും. ഫുൾ എക്സ്ട്രാ നമ്മൾ ആഡ് ചെയ്യുന്ന ബോട്ട് ഹാൻഡ് പവർ ജനറേറ്റ് ചെയ്യുന്നതുകൊണ്ട് ബോട്ട് ഹാൻഡ് ഗ്രിപ്പ് കുറച്ചുകൂടെ ടൈറ്റ് ആയിട്ട് പിടിക്കും. കാരണം നമുക്ക് പറഞ്ഞല്ലോ, ഷോട്ടില് കട്ട് ഷോട്ടിലാണ് ഫുൾ ഷോട്ടിലാണ് റിസ്റ്റ് റോൾ ചെയ്യുന്ന ഒരു കാര്യം പറഞ്ഞിരുന്നല്ലോ. അതിന് അത് ഗൈഡ് ചെയ്യുന്നതിന് ടോപ്പ് ഹാൻഡ് ഇമ്പോർട്ടന്റ് ആണ്. മനസ്സിലായി? ബോള് കൺട്രോൾ ചെയ്ത് അടിക്കുന്നതിന് ടോപ്പ് ഹാൻഡിന്റെ ഒരു റോള് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അതിന് ഗ്രിപ്പിന് ചേഞ്ചസ് രണ്ട് ആമും ടോപ്പ് ഹാൻഡും ബോട്ട് ഹാൻഡ് യൂസ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഗ്രിപ്പിന് ഒരു ചേഞ്ചസ് നമ്മൾ വരുന്നില്ല. ഓക്കെ സാർ, താങ്ക് യു. ഓക്കെ, ഷുക്കൂർ ചോദിച്ച ക്വസ്റ്റ്യൻ മനസ്സിലായി. ഷുക്കൂർ കൂടുതലും ഷോട്ട് കളിക്കുമ്പോൾ ഗ്രിപ്പ് ചേഞ്ച് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ഷുക്കൂർ ചോദിച്ച ചോദ്യം തോന്നുന്നു. അതായത് നമ്മൾ ഷോട്ട് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗ്രിപ്പ് മാറുമോ എന്നുള്ളത്. അങ്ങനെയാണോ ഷുക്കൂറെ? സാർ, അങ്ങനെയല്ല. നമ്മൾ ബോട്ടം ഹാൻഡിൽ കുറച്ച് പവറും കൂടെ ഹൊറിസോണ്ടൽ സ്ട്രോക്കിന് കൊടുക്കുമ്പോൾ വേരിയേഷൻ വരുത്തേണ്ടതുണ്ടോ എന്നുള്ളതാണ് സാർ ചോദിച്ചത്. ബോട്ടം ഷോട്ട് നമ്മൾ കളിക്കുമ്പോൾ നമ്മുടെ പവർ കൊടുക്കണമെങ്കിൽ നമ്മൾ ബോട്ടം ഹാൻഡ് ലൂസ് ആക്കിയാൽ നമുക്ക് പവർ കൊടുക്കാൻ പറ്റത്തില്ല. ഗ്രിപ്പ് ഹാൻഡിൽ ടൈറ്റ് ആക്കിയാലേ നമുക്ക് പവർ കൊടുക്കാൻ പറ്റുള്ളൂ അല്ലെ? അതൊരു ഇൻസ്റ്റിങ്ക്റ്റ് ആയിട്ട് വരുന്ന ഒരു റിയാക്ഷൻ ആണ്. നമ്മൾ പ്ലെയറിന്റെ അടുത്ത് പറയേണ്ട ആവശ്യമില്ല. അതായത് നീ വന്നിട്ട് ബോട്ടം ഹാൻഡ് ടൈറ്റ് ആയിട്ട് അടിക്കുന്നു പറയേണ്ട ആവശ്യമില്ല. നമ്മൾ ഫുൾ ഷോട്ട് അടിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ബോട്ടം ഹാൻഡ് ടൈറ്റ് ആയാലേ പവർ കൊടുക്കാൻ പറ്റത്തുള്ളൂ. നമുക്ക് ടോപ്പ് ഹാൻഡ് വെച്ചിട്ട് ഫുൾ ഷോട്ടോ ഹുക്ക് ഷോട്ടോ അല്ലെങ്കിൽ ബാക്ക് ഫുട്ട് ഷോട്ട്സ് കളിക്കാൻ പറ്റും. ബോട്ടം ഹാൻഡ് ആണ് കൂടുതൽ പ്ലേയിൽ വരേണ്ടത്. അതെ സാർ, അപ്പം നമ്മൾ ബോട്ടം ഹാൻഡിന്റെ തമ്പും ഇൻഡെക്സ് ഫിംഗറും മാത്രം ഉപയോഗിച്ചല്ലേ പവർ നമ്മൾ ജനറേറ്റ് ചെയ്യേണ്ടത്? ഒരിക്കലും അല്ല. തമ്പ് ഇൻഡെക്സ് ഫിംഗർ മാത്രം ഉപയോഗിച്ച് നമ്മൾ എങ്ങനെയാ പവർ ജനറേറ്റ് ചെയ്യുന്നത്? ഫുൾ കൈ ഉപയോഗിച്ചല്ല. നമുക്കിപ്പോ ഒരു കാര്യം ഷുഗറേ, നമുക്കിപ്പോ ഒരു സാധനം നമ്മൾ കയ്യിൽ നിന്ന് പൊക്കണം. നമുക്കൊരു തറയുന്ന ഒരു സാധനം പൊക്കണം. നമ്മുടെ തമ്പും ഇൻഡെക്സ് ഫിംഗറും മാത്രം കൊണ്ട് നമ്മൾ പൊക്കാറുണ്ടോ? ഇല്ല. ടോപ്പ് ഹാൻഡ് ആണ് നമ്മൾ പവറിന് വേണ്ടി ഉപയോഗിക്കുന്നത് കൂടുതലും. അത് വെർട്ടിക്കൽ ബാറ്റ് ഷോട്ട്സിനാണ്. വെർട്ടിക്കൽ ബാറ്റ് ഷോട്ട്സിനാണ് ടോപ്പ് ഹാൻഡ് പവറിന് ഉപയോഗിക്കുന്നത്. ഹൊറിസോണ്ടൽ ബാറ്റ് ഷോട്ട്സിന് ബോട്ടം ഹാൻഡ് ആണ്.
Any more questions? ഓക്കെ, ഇത് നമ്മൾ ചെയ്ത് നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് കേട്ടോ. ഇതുപോലത്തെ ഡൗട്ട്സ് നമുക്ക് ക്ലിയർ ചെയ്യണമെങ്കിൽ നമ്മൾ കൂടുതൽ പ്രാക്ടീസ് ചെയ്യണം, ഇത് ഇംപ്ലിമെന്റ് ചെയ്യണം. അപ്പൊ വെർട്ടിക്കൽ ബാറ്റ് ഷോട്ട്സിന് ടോപ്പ് ഹാൻഡ് ആണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്, ഹൊറിസോണ്ടൽ ബാറ്റ് ഷോട്ട്സിന് ബോട്ടം ഹാൻഡ് ആയിരിക്കും കൂടുതൽ യൂസ് ചെയ്യുന്നത്. പക്ഷെ ഗ്രിപ്പ് മാറുന്നില്ല. ഗ്രിപ്പ് എപ്പോഴും സെറ്റപ്പിലുള്ള ഗ്രിപ്പാണ് നമ്മൾ ഗ്രിപ്പ് എന്ന് പറയുന്നത്. സെറ്റപ്പ് ടൈമിൽ നമ്മൾ ബാറ്റ് പിടിക്കുന്ന ആ സമയത്തിലുള്ള നമ്മുടെ ഗ്രിപ്പാണ് ഗ്രിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അവിടെയാണ് നമ്മൾ ഗ്രിപ്പ് നോക്കുന്നത്. ഷോട്ട് കളിക്കുമ്പോൾ അതിന്റെ ടൈറ്റ്നെസ്സും നമ്മുടെ റിസ്റ്റ് പൊസിഷനും എല്ലാം അതിനനുസരിച്ച് പ്ലെയേഴ്സ് തന്നെ അഡ്ജസ്റ്റ് ചെയ്യും. അപ്പൊ ഈ കൺസെപ്റ്റ്സ് നിങ്ങൾ ചെയ്ത് മനസ്സിലാക്കേണ്ട ആവശ്യമാണ്. ഇത് നമ്മൾ തിയറിയാണ് പഠിപ്പിക്കുന്നത്, പക്ഷെ കൺസെപ്റ്റ്സ് ഓൾവേസ് യു അണ്ടർസ്റ്റാൻഡ് ഓൺ ദ ഗ്രൗണ്ട്. കൂടുതൽ ചെയ്യും തോറും, കൂടുതൽ നിങ്ങൾ അപ്ലൈ ചെയ്യും തോറും നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ ഓക്കെ കോച്ചസ്, ഐ തിങ്ക് നോ മോർ ഡൗട്ട്സ്. സോ ഗുഡ് 2 questions, നല്ല 2 ക്വസ്റ്റ്യൻ ആണ് വന്നത്. സോ പ്ലീസ് ബി മോർ ഇന്ററാക്റ്റീവ്, ആസ്ക് മോർ ക്വസ്റ്റ്യൻസ്. അപ്പൊ നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും, ഇന്ററാക്ട് ചെയ്യാൻ പറ്റും. സോ ഫീൽ ഫ്രീ കേട്ടോ, ഫീൽ ഫ്രീ. ഓൾറൈറ്റ്, സോ വിൽ ടേക്ക് എ ബ്രേക്ക് ആൻഡ് കം ബാക്ക് ഫോർ another ഡിപ്പാർട്ട്മെന്റ് ഓഫ് ക്രിക്കറ്റ്, ഫീൽഡിംഗ് ബേസിക്സ് നമുക്ക് അടുത്ത് കേൾക്കാം. ഓൾറൈറ്റ്, സോ ടേക്ക് എ ബ്രേക്ക് പാർട്ടിസിപ്പൻസ്. We'll come back in another 5 minutes time. Right, thank you. Okay, thank you coaches. Thank you Arun, thank you Arun, thank you so much. Mazhar ഉണ്ടെങ്കിൽ പ്രസന്റ് ചെയ്തു. യെസ്, ഗുഡ് മോർണിംഗ് ടിൻചേട്ടാ. ഞാൻ രാഹുലിന്റെ ഐഡിയിലാണ് കയറിയേക്കുന്നത്. ആയിക്കോട്ടെ, പ്രസന്റ് ചെയ്തോ. ഓക്കെ. എന്റെ സ്ക്രീനിൽ കാണുന്നുണ്ടാ? കാണാൻ പറ്റുന്നുണ്ട് മസൂറായി, കാണാം. ഓക്കെ കാണാം മസൂറെ, കാണാം. ഓക്കെ ടീച്ചർ, സ്റ്റാർട്ട് ചെയ്യാൻ മുമ്പ് ഒന്ന് പറഞ്ഞാൽ മതി ടീച്ചേട്ടാ. ഞാൻ പറയാം, ഇനി ഒരു 2 മിനിറ്റിൽ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. ഇനി പാർട്ടിസിപ്പൻസ് കുറവാണോ? 13 14 കാണുന്നുള്ളൂ. മൊത്തം 18 കണ്ടത്. അതിലിപ്പോ 4-5 ഫാക്കൽറ്റീസ് ആയില്ലേ രാജഗോപാൽ സാർ? എനിക്ക് എത്ര എണ്ണം ഞാൻ ശ്രദ്ധിച്ചില്ല, എത്ര പേരുണ്ടെന്ന് കറക്റ്റ് ശ്രദ്ധിച്ചില്ല. പക്ഷെ ഇന്ന് ഞാൻ ലോഗിൻ ചെയ്ത സമയത്ത് ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിസിപ്പൻസ് 18 ആയിരുന്നു. അതിൽ 4-5 ഫാക്കൽറ്റീസാ. 24 ആള് വരെ വന്നിരുന്നു അല്ലേ പയസ്? സ്റ്റാർട്ടിങ് 24 പേരുണ്ടായിരുന്നു. ഓഹോ, പയസുണ്ടോ? ഇത് എനിക്ക് തോന്നുന്നു ഈ ബ്രേക്ക് കൊടുക്കുമ്പോ കുറച്ചുപേര് എക്സിറ്റ് ചെയ്യുന്നുണ്ടെന്നോ, എക്സിറ്റ് ചെയ്തിട്ട് പിന്നെ കയറുന്നുണ്ടെന്നോ. അതെ, ഓക്കെ. ഓക്കെ പാർട്ടിസിപ്പൻസ്, ഇത് നമ്മൾ ഇപ്പൊ എടുക്കുന്ന ക്ലാസ്സസ് നിങ്ങൾക്ക് വീണ്ടും കേൾക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ മേ ബി നെക്സ്റ്റ് വീക്ക് നമ്മൾ ഇത് KCA വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, KCA വെബ്സൈറ്റ് ഉണ്ട്, keralacricketassociation.com എന്നുള്ള ഇതില് വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഈ ക്ലാസ്സസ് എല്ലാം വീണ്ടും കേൾക്കാവുന്നതാണ്. സെയിം ഇതിന്റെ റിപ്പറ്റീഷൻ അവിടെ അപ്ലോഡ് ചെയ്യും. സോ എനി ടൈം യു ക്യാൻ ഹിയർ ഇറ്റ് അഗൈൻ.
Okay, Masra, start it. Yes. So, thank you, Tinu sir. Good morning, everyone. Good morning, faculties and all the participants who are here. First of all, appreciate all your patience. നിങ്ങൾ എല്ലാവരുടെയും പേഷ്യൻസിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. So, this is the third session of this day. This is about fielding. അപ്പോൾ ഫീൽഡിങ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമ്മൾ എടുത്തു നോക്കുവാണെങ്കിൽ ഫീൽഡിങ്ങിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ഒരുപാട് അങ്ങ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. എന്താ പറയുക, മാച്ചിൻ്റെ ഇൻറ്റൻസിറ്റി ഒരുപാട് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പം അതൊക്കെ കാണിക്കുന്നത് ഒരു ഫീൽഡിങ് കൊണ്ട് തന്നെ നമുക്ക് ഗെയിം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിമറിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ പണ്ടൊക്കെ ഒരു പ്ലേയിങ് 11 എടുത്തു നോക്കുവാണെങ്കിൽ 3ഉം 4ഉം ഒക്കെ ഒരു ആവറേജ് ഫീൽഡേഴ്സ് ഉണ്ടാവുമായിരുന്നു. നേരെ മറിച്ച് ഇന്നത്തെ കാലത്ത് ഒരു ആവറേജ് ഫീൽഡർ ഉണ്ടെങ്കിൽ തന്നെ മാച്ചിൻ്റെ എൻറ്റയർ റിസൾട്ടിനെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിമറിക്കാൻ പോകുന്ന ഇതാണ്. അതുകൊണ്ട് തന്നെയാണ് ഫീൽഡിങ്ങിനായിട്ട് സെപ്പറേറ്റ് സെഷൻസ് കോച്ചിൽ വെക്കുന്നതും. എനിക്കറിയില്ല എത്രത്തോളം സെന്റേഴ്സിൽ ഫീൽഡിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് പ്രാക്ടീസ് നടക്കുന്നുണ്ട് എന്നുള്ളത്. ഈ ഒരു സെഷൻ കഴിഞ്ഞതിലൂടെ ഒരു ബേസിക് ഐഡിയ കിട്ടും എന്താണ് ഫീൽഡിംഗ് ഫണ്ടമെന്റൽസ് എന്നുള്ളത്. അപ്പൊ ഇന്നത്തെ സെഷനിൽ കവർ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഗ്രൗണ്ട് ഫീൽഡിങ്ങും അതുകൂടാതെ വിക്കറ്റ് കീപ്പിങ്ങിന്റെ ബേസിക്സ് ജസ്റ്റ് ഒന്ന്, അതിന്റെ പ്രസന്റേഷനൊന്നും ഇല്ല. അത് നിങ്ങൾ O ലെവൽ കോഴ്സ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് അതിൽ പ്രസന്റേഷൻ ഉണ്ടാവും. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അതിലുണ്ടായിരിക്കുന്നതാണ്. ഇന്ന് ജസ്റ്റ് എന്താണ് വിക്കറ്റ് കീപ്പിംഗ് എന്നുള്ള കാര്യം ആഫ്റ്റർ ദ ഗ്രൗണ്ട് ഫീൽഡിംഗ് സെഷൻ നമ്മൾ അതും കൂടെ ഒന്ന് കവർ ചെയ്യും. റൈറ്റ്, ഐ വിൽ നോട്ട് ടേക്ക് മോർ ദാൻ 45 minutes. വളരെ ഷോർട്ടായിട്ട് സിമ്പിളായിട്ട് പോയിന്റ്സ് കവർ ചെയ്ത് നമുക്ക് പോകാം. അപ്പം ഇന്റർസെപ്ഷൻ, ത്രോയിങ്, ക്യാച്ചിങ്, ഇതാണ് ഫീൽഡിംഗ് ബേസിക് ഫണ്ടമെന്റൽസ് ആയിട്ടുള്ളത്. ഇന്റർസെപ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗ്രൗണ്ട് ഫീൽഡിംഗ് ആണ്, അറ്റാക്കിംഗ് ഫീൽഡിംഗ് ആണ്. അതേപോലെ തന്നെ ത്രോയിങ്, നമുക്കറിയാം ഒരുപാട് ത്രോസ് ഉണ്ട്, അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നാളെ സംസാരിക്കാം. ക്യാച്ചിങ്ങും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നാളെ സംസാരിക്കുന്നതാണ്. ലെറ്റ്സ് സ്റ്റാർട്ട് ഓഫ് വിത്ത് വാട്ട് ആർ ദ കോമൺ ട്രേറ്റ്സ് ഓഫ് എ ഗ്രേറ്റ് ഫീൽഡർ. നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും ആസ് എ കോച്ചസ് നമ്മൾ ഗ്രൗണ്ടിന്റെ വെളിയിൽ നിന്ന് കളി കാണുന്ന സമയത്തും ടെലിവിഷനിൽ മാച്ചസ് കാണുന്ന സമയത്തും നമ്മൾ ഒരുപാട് ബ്രില്യൻ ഫീൽഡേഴ്സിനെ കണ്ടിട്ടുണ്ട്. അപ്പൊ നമ്മൾ ബ്രില്യൻ ഫീൽഡേഴ്സിന്റെ ക്വാളിറ്റീസ് ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് റീകളക്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതിൽ കിട്ടിയേക്കുന്ന കുറച്ച് പോയിന്റ്സ് ആയിരുന്നു. ഇപ്പൊ ഈ പോയിന്റ്സ് നിങ്ങൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാലും അല്ലെങ്കിൽ കാണുന്ന സമയത്തും ഇത് കൂടാതെ നിങ്ങൾക്ക് ചിലപ്പം ഇതല്ലാത്ത കുറച്ച് പോയിന്റ്സ് എല്ലാം കാണാം. പക്ഷെ എല്ലാ നല്ല ഫീൽഡേഴ്സിനും കോമൺ ആയിട്ട് കാണുന്ന കുറച്ച് പോയിന്റ്സ് ആണ് ഇത്. ദ കീപ് വെരി ലോ. നമ്മളൊരു മാച്ച് കളിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മാച്ച് വാച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ കറക്റ്റായിട്ടൊന്ന് ജഡ്ജ് ചെയ്യുകയാണെങ്കിൽ, നമ്മൾ കറക്റ്റായിട്ടൊന്ന് അസസ് ചെയ്യുകയാണെങ്കിൽ ഒരു 70 to 75% ഓഫ് ദ ബോൾസ് 50 ഓവേഴ്സ് മാച്ച് കളിക്കാണ് ഒരു 300 ബോൾ നമ്മൾ ഗ്രൗണ്ടിൽ ഫീൽഡ് ചെയ്യുന്ന സമയത്ത് ഒരു 70 to 75% ഓഫ് ദ ബോൾസ് നമുക്കറിയാം തറയിലൂട്ടിയാ വരാൻ, ഗ്രൗണ്ടിലൂട്ടിയാ വരാൻ. സോ ആസ് എ പേഴ്സൺ, ആസ് എ അത്ലറ്റ്, ആസ് എൻ ഇൻഡിവിജ്വൽ, ഒരാൾ അപ്രൈറ്റ് ആയിട്ട് നിന്നിട്ട് താഴെ വരുന്ന ബോൾ പിടിക്കണമെങ്കിൽ കുറച്ചധികം സമയം വേണ്ടി വരും. നേരെ മറിച്ചിട്ട് രണ്ട് കാലിന്റെ മുട്ട് ബെൻഡ് ചെയ്ത് നമ്മൾ ലോ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ തറയിലൂട്ട വരുന്ന ബോൾ പിടിക്കാൻ വേണ്ടിയിട്ട് എളുപ്പമായിരിക്കും. അറ്റ് ദ സെയിം ടൈം ആ ഒരു പവർ പൊസിഷൻ, അതായത് രണ്ട് കാലിന്റെയും മുട്ട് ബെൻഡ് ചെയ്ത് നിൽക്കുന്ന പൊസിഷനിലേക്ക് മുകളിലോട്ടേക്ക് വരാനും എളുപ്പമായിരിക്കും. ഇതിൽ ഫിറ്റ്നസ് ടെസ്റ്റ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്ന ഒരുപാട് കോച്ചസ് ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മൾ വെർട്ടിക്കൽ ജമ്പ്, അതായത് ലോവർ ബോഡിന്റെ എക്സ്പ്ലോസീവ് പവർ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെർട്ടിക്കൽ ജമ്പ് ചെയ്യുന്ന സമയത്തും അതിന്റെ പ്രോപ്പർ ടെക്നിക് എന്ന് പറയുന്നത് രണ്ട് കാലിന്റെ മുട്ട് ബെൻഡ് ചെയ്യുക എന്നതിന് ശേഷമാണ് മുകളിലോട്ടേക്ക് ചാടുന്നത്. അപ്പൊ ഗ്രൗണ്ടിൽ നിന്നുള്ള റിയാക്ഷൻ ഫോഴ്സും കൂടെ ജനറേറ്റ് ചെയ്ത് മുകളിലോട്ടേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. സോ നമ്പർ 1 പോയിന്റ് ആണ് പറഞ്ഞിരിക്കുന്നത്, ദേ കീപ് വെരി ലോ. താഴെ തറയിലൂട്ട വരുന്ന ബോൾ പിടിക്കാൻ വേണ്ടിയിട്ട് എളുപ്പമാണ്. നേരെ മറിച്ച് ഉയർന്നു വരുന്ന തലന്റെ മുകളിൽ വരുന്ന ബോൾ ജമ്പ് ചെയ്ത് ഗ്രൗണ്ടിൽ നിന്നുള്ള റിയാക്ഷൻ ഫോഴ്സും കൂടെ അബ്സോർബ് ചെയ്ത് കാലിലൂട്ട ട്രാൻസ്ഫർ ചെയ്ത് മുകളിലോട്ടേക്ക് ചാടാൻ വേണ്ടിയിട്ടും എളുപ്പമായിരിക്കും. Point number 2, they are extremely quick across the ground. Fielding is all about reaction. ബാറ്റ്സ്മാൻ എവിടെയാണ് ബോൾ അടിക്കുന്നത് അത് കണ്ടതിന് ശേഷമാണ് ഫ്രണ്ടിലേക്ക് ഓടണോ അല്ലെങ്കിൽ പിറകിലേക്ക് ഓടണോ, റൈറ്റ് സൈഡിലേക്ക് ഓടണോ, ലെഫ്റ്റ് സൈഡിലേക്ക് ഓടണോ എന്ന് തീരുമാനിക്കുന്നത്. അപ്പൊ നല്ല ഫീൽഡേഴ്സ് ചിലപ്പോൾ നല്ല ക്യാച്ചിങ് ഹാൻഡ്സ് ഉണ്ടാവും, നല്ല ക്യാച്ചിങ് ഗ്രൗണ്ട് ഫീൽഡിംഗ് ടെക്നിക്ക് ഉണ്ടാവും. നേരെ വെച്ച് ഫീൽഡിൽ ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ലെങ്കിൽ ആ നല്ല ക്യാച്ചിങ് ഹാൻഡ്സും നല്ല ഗ്രൗണ്ട് ഫീൽഡിംഗ് ടെക്നിക്കുള്ള ഫീൽഡറെ നമുക്ക് ഒരിക്കലും നല്ല ഫീൽഡർ എന്ന് പറയാൻ വേണ്ടി പറ്റൂല. സോ ഹിയർ കംസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഫിറ്റ്നസ് ആൻഡ് ഫീൽഡിംഗ്. ഫിറ്റ്നസും ഫീൽഡിങ്ങും ഒരു കോയിന്റെ രണ്ട് സൈഡാണെന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം നല്ല ഫീൽഡേഴ്സ് ഗ്രൗണ്ടിൽ എപ്പോഴും ഫാസ്റ്റ് ആയിട്ടായിരിക്കും മൂവ് ചെയ്യാൻ വേണ്ടി. എവിടെയാണ് ബോൾ നമ്മുടെ അടുത്ത് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നതിന് പകരം എവിടെയാ ബോൾ കിടക്കുന്നത് അങ്ങോട്ടേക്ക് ഫാസ്റ്റ് ആയിട്ട് ഗ്രൗണ്ടിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. ആൻഡ് ദേ ഹാവ് പവർഫുൾ ത്രോയിങ് ആംസ്. ഗ്രൗണ്ട് ഫീൽഡിങ് ചെയ്തതിന് ശേഷം ഇമ്മീഡിയറ്റ് ആയിട്ട് അറ്റ് ദ ഏർലിയസ്റ്റ്
നമ്മൾ ഇന്റൻഡ് ടാർഗറ്റിലേക്ക് എത്തിക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ചിലപ്പം വിക്കറ്റ് കീപ്പേഴ്സ് എൻഡ് ആയിരിക്കാം, ചിലപ്പം ബോളേഴ്സ് എൻഡ് ആയിരിക്കാം. എവിടെ ആയിക്കഴിഞ്ഞാലും നമ്മൾ അറ്റ് ദ ഏർലിയസ്റ്റ് ത്രോ പ്രോപ്പറായിട്ട് ടാർഗറ്റിലേക്ക് എത്താന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. അതിന് നല്ല ത്രോയിങ് ആംസും വേണം. അതുകൂടാതെ നല്ല പ്രോപ്പർ ത്രോയിങ് ടെക്നിക്കും വളരെ ഇമ്പോർട്ടന്റ് ആണ്. റൈറ്റ്. ദേ പൊസസ് സേഫ് പെയർ ഓഫ് ഹാൻഡ്സ്. ചില ഫീൽഡേഴ്സിന്റെ നേരെ മുകളിലേക്ക് ഒരു ഹൈ ക്യാച്ച് പൊങ്ങിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ചില ഫീൽഡേഴ്സ് ക്യാച്ചിനേക്ക് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉറപ്പാണ് എന്തായാലും ക്യാച്ച് എടുക്കും. അത്രയും ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള പെയർ ഓഫ് ഹാൻഡ്സ് ആണ് ആ ഫീൽഡർക്ക് ഉള്ളത് എന്നുള്ളത്. ചില ഫീൽഡേഴ്സിന്റെ മുകളിലേക്കാണ് ബോൾ ഉള്ളത്, അല്ലെങ്കിൽ അവരൊരു ക്യാച്ചിനെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ തന്നെ ചിലപ്പോൾ ഒരു ഹാഫ് ഹേർട്ടഡ് ആയിരിക്കും, ക്യാച്ച് എടുക്കുമോ മിസ്സാവോ എന്നുള്ള ഒരു 50-50 ചാൻസ് ആയിരിക്കും. ചില ഫീൽഡേഴ്സ് ക്യാച്ചിനെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് അറിയാം ജസ്റ്റ് ഒരു ബിഗിനർ ആണ്, ക്യാച്ചിങ് വളരെ വീക്കാണ്, ക്യാച്ചിങ് ടെക്നിക്ക് പഠിച്ചു വരുന്നേ ഉള്ളൂ, അല്ലെങ്കിൽ ബോളിൽ ചെറിയൊരു പേടിയുണ്ട്. അപ്പൊ അങ്ങനത്തെ ഫീൽഡേഴ്സ് അറിയാം ഇത് ക്യാച്ച് വിടാനാണ് ചാൻസ് കൂടുതലുള്ളത്. പക്ഷേ ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഗ്രേറ്റ് ഫീൽഡേഴ്സിന്റെ കോമൺ ക്വാളിറ്റീസിനെ കുറിച്ചിട്ടാണ്. അവരിടയിൽ ബോൾ നേരെ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ അവരൊരു ക്യാച്ചിനെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉറപ്പാണ് ആ ക്യാച്ച് 100% ഗ്യാരണ്ടീഡ് ആയിട്ട് എടുക്കുന്നുള്ളത്. റൈറ്റ്. ദ ഡിസ്പ്ലേഡ് ഇന്റന്റ്. എപ്പോഴും ഒരു ഇന്റന്റ് കാണിച്ചുകൊണ്ടിരിക്കും, അത് ചെയ്യണം എന്നുള്ള ഇത്. അതായത് ഗ്രൗണ്ടിൽ ഇറങ്ങുന്ന സമയത്തിന് അവരെ ബോഡി ലാംഗ്വേജിൽ ആ ഒരു ഇന്റന്റ് റിഫ്ലക്ട് ചെയ്തിരിക്കും. ചില ഫീൽഡേഴ്സ് ഗ്രൗണ്ടിൽ ഇറങ്ങുന്നതിന് മുന്നേ പറഞ്ഞിട്ട് അവരെ ഞാനൊരു 2 വിക്കറ്റ് എങ്കിൽ എടുക്കുന്നുള്ളത്. നമ്മൾ നല്ല ഫീൽഡിംഗ് യൂണിറ്റിന്റെ ക്വാളിറ്റി ആയിട്ട് കാണുന്ന കാര്യം അതാണ്. വെറും ബോളേഴ്സ് മാത്രമല്ല വിക്കറ്റ് എടുക്കുന്നത്, നേരെ മറിച്ച് ഫീൽഡേഴ്സ് കൂടെ വിക്കറ്റ് എടുക്കും ത്രൂ ഔട്ട്സ്റ്റാൻഡിങ് ക്യാച്ചസ്, ഹാഫ് ചാൻസസ് കൺവേർട്ട് ചെയ്ത് നല്ല റൺഔട്ട് ഓപ്പർച്യൂണിറ്റീസ് ബിൽഡ് ചെയ്തിട്ട്. ഇതൊക്കെ ഫീൽഡേഴ്സിന്റെ ക്രെഡിബിലിറ്റിയിൽ വരുന്ന വിക്കറ്റ് ടേക്കിംഗ് ഇന്റൻഷൻ ആണ്. അപ്പം അവരൊരു ഇന്റന്റ് കാണിച്ചാൽ തന്നെ പകുതി കാര്യങ്ങൾ വരാനുള്ള ചാൻസസ് ഇസ് വെരി വെരി ഹൈ. ആൻഡ് ദേ കൺസിഡർ ദംസെൽഫ് ആസ് ആൻ അറ്റാക്കിംഗ് വെപ്പൺ. Again, it's talking about the mindset of the fielder. നമ്മൾ ബാറ്റ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും പറയും, എനിക്ക് തോന്നുന്നു അരുൺ സാർ ക്ലാസ് എടുത്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കും, ബാറ്റ്സ്മാൻ ബാറ്റ് ചെയ്യുന്ന സമയത്തുള്ള ഫസ്റ്റ് എയിം എന്ന് പറയുന്നത് ടു സ്കോർ റൺസ് എന്നുള്ളതാണ്, അല്ലെ? ബോൾ ചെയ്യുന്ന സമയത്ത് ടു ടേക്ക് വിക്കറ്റ്സ് എന്നുള്ളതാണ്. ഫീൽഡ് ചെയ്യുന്ന സമയത്തും ആസ് എ ഫീൽഡർ ദേ ഷുഡ് കൺസിഡർ ദംസെൽഫ് ആസ് എൻ അറ്റാക്കിംഗ് വെപ്പൺ. അതിനുശേഷമുള്ള പോയിന്റ്സ് നമ്മൾ അടുത്ത സ്ലൈഡിലേക്ക് വരുന്നുണ്ട്. അപ്പം എപ്പോഴും ഒരു ക്യാച്ചിന് വേണ്ടിയിട്ടുള്ള എഫേർട്ട്, ഒരു റൺഔട്ട് ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഒരു എഫേർട്ട്, നല്ലൊരു സേവിന് വേണ്ടിയിട്ടുള്ള എഫേർട്ട്, അതൊക്കെ കാണിച്ചുകൊണ്ടിരിക്കും. ചില സമയത്ത് നമുക്കറിയാം നമ്മളൊരു ബിഗിനേഴ്സ് ഗ്രൂപ്പിനെയാണ് നമ്മൾ കോച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതാണെങ്കിൽ, നമ്മൾ ഫിലിമിൽ മുകേഷ് ഒക്കെ ഓടുന്ന പോലെ ചിലപ്പോൾ ഹൈ ക്യാച്ച് അടിച്ചിട്ടുണ്ടാവും, പ്രോപ്പറായിട്ട് ഓടിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് ബോളിന്റെ അടിയിൽ വരാൻ വേണ്ടി പറ്റും. നേരെ മറിച്ച് നമ്മൾ സ്പോർട്ട് ജോഗിങ് ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ സ്പോർട്ടിൽ നിന്ന് ഹൈനീസ് ചെയ്യുന്ന പോലെ ഓടിയിട്ട് ബോളിന്റെ അടുത്തേക്ക് എത്തൂല. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ക്യാച്ച് ഡ്രോപ്പ് ആവുമോ എന്നുള്ളൊരു പേടി, നേരെ മറിച്ചിട്ട് ഇഞ്ചുറി വരുമോ എന്നുള്ള പേടി, ഇതേപോലത്തെ പേടി മനസ്സിന്റെ അകത്ത് ഇരിക്കുന്ന സമയത്താണ് ബോളിലേക്ക് അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയിട്ടും, അല്ലെങ്കിൽ ക്യാച്ചിനെ അറ്റംപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും, അല്ലെങ്കിൽ ഡൈവ് ചെയ്ത ഒരു ഫീൽഡിംഗ് റൺസ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ടും അവരെ ബാക്കോട്ടേക്ക് വലിക്കുന്നത്. നേരെ മറിച്ചിട്ട് നല്ല ഫീൽഡേഴ്സ് എപ്പോഴും അവരൊരു അറ്റാക്കിംഗ് വെപ്പൺ ആയിട്ട് കണ്ടിട്ട് ഈച്ച് ആൻഡ് എവറി ബോൾ ദേ സീ ദാറ്റ് ആസ് ആൻ ഓപ്പർച്യൂണിറ്റി ടു മേക്ക് എ ഇമ്പാക്ട് ഇൻ ദ മാച്ച്. Now let's talk about what are the role of a fielder. ഒരു ഫീൽഡർ റോൾ എന്താന്നുള്ളത്. അപ്പൊ ഇതിനെ കുറിച്ചുള്ള ജസ്റ്റ് ഒരു ഹിന്റ് ഞാൻ കഴിഞ്ഞ സ്ലൈഡിൽ പറഞ്ഞിട്ടുണ്ട്. ടോപ്പ് പ്രയോറിറ്റി ഇസ് ടു ഹെൽപ്പ് ടു ഡിസ്മിസ് ദ ബാറ്റ്സ്മാൻ. ആ ടോക്കിംഗ് മൈൻഡ് സെറ്റ് ഓഫ് ദ ഫീൽഡർ പറഞ്ഞ് അതിന്റെ കണ്ടിന്യൂഷൻ സാധനം തന്നെയാണ് ഇത്. ഗ്രൗണ്ടിൽ ഇറങ്ങുന്ന സമയത്ത് ആസ് എ ഫീൽഡർ ഒരു നല്ല ക്യാച്ച് എടുത്ത് കളി ജയിപ്പിക്കാനും, ഒരു റൺസ് സേവ് ചെയ്തിട്ട് ബാറ്റ്സ്മാന്റെ ഇടയിൽ പ്രഷർ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടും. അപ്പൊ ഇതൊക്കെയാണ് ഒരു ഫീൽഡറെ സംബന്ധിച്ചിട്ട് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. നേരെ മറിച്ച് നേരെ വരുന്ന ബോൾ മാത്രം എടുക്കുക, അല്ലെങ്കിൽ സേഫ് റോളിലേക്ക് കളിക്കുക എന്നതിന് പകരം പ്രയോറിറ്റി ടു ഹെൽപ്പ് ദ ബോളർ ടു ഡിസ്മിസ് ദ ബാറ്റ്സ്മാൻ. എത്രയോ സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ട് നല്ല രീതിയിൽ ചിലപ്പം ബോളേഴ്സ് ബോൾ ചെയ്യുന്നുണ്ടാവും, ആ സമയത്ത് ക്യാച്ചസ് ഡ്രോപ്പ് ചെയ്തുകൊണ്ടിരിക്കും. ചിലപ്പം ബ്രില്യൻ്റ് ആയിട്ട് എഗെയിൻ ബോൾ ചെയ്യുന്നുണ്ടാവും, ചിലപ്പം മിസ്ഫീൽഡ് വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് ബാറ്റ്സ്മാന് കാര്യങ്ങൾ ഈസി ആവുകയാണ് ചെയ്യുന്നത്. ബാറ്റ്സ്മാന് തീരെ പ്രഷർ ഉണ്ടാവില്ല, നേരെ മറിച്ച് ബോളിംഗ് ടീമാണ് കൂടുതൽ ഡൗൺ ആയിട്ട് വരാൻ. അപ്പം നല്ല അറ്റാക്കിംഗ് മൈൻഡ് സെറ്റോടെ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി നേരെ വരുന്ന ക്യാച്ചസും എടുക്കുക, അതുകൂടാതെ ഹാഫ് ചാൻസസും കൺവേർട്ട് ചെയ്യുക, നേരെ വരുന്ന ഗ്രൗണ്ട് ഫീൽഡിങ് ചെയ്യുക, അതുകൂടാതെ ഡൈവ് ചെയ്തിട്ട് ബോൾ സ്റ്റോപ്പ് ചെയ്യുന്നതിലൂടെ നമ്മൾ ബോളേഴ്സിനെ വിക്കറ്റ് എടുക്കാനുള്ള പെർസെൻറ്റേജ് കൂടി വരികയുന്നത്. ആൻഡ് പോയിന്റ് നമ്പർ 2 ടു സേവ് റൺസ്. ഞാൻ ഫസ്റ്റത്തെ പോയിന്റിൽ തന്നെ കവർ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ക്യാച്ചസ് ലൂട്ടിയും നല്ല റൺഔട്ട്സ് ലൂട്ടിയും ബാറ്റ്സ്മാനെ ഔട്ടാക്കാൻ വേണ്ടിയിട്ട് ബോളറെ ഹെൽപ്പ് ചെയ്യുക. ആൻഡ് പോയിന്റ് നമ്പർ 2 സേവ് റൺസ്. ഇറ്റ് വിൽ ഹെൽപ്പ് ടു ബിൽഡ് ദ പ്രഷർ ഓഫ് ദ ബാറ്റ്സ്മാൻ. എത്രത്തോളം ഇപ്പം ബോളിംഗ് സ്ട്രാറ്റജി ഒക്കെ ഇടുന്ന സമയത്ത് ചിലപ്പം
ചില സെഷൻസിൽ പ്ലാൻ ബോൾ നമ്പർ ഓഫ് ഡോട്ട് ബോൾസ് ആയിരിക്കും, ചില സെഷൻസിൽ നമ്മൾ അറ്റാക്ക് ചെയ്ത് വിക്കറ്റ്സിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് പോകും, ചില സെഷൻസിൽ നമ്പർ ഓഫ് ഡോട്ട് ബോൾ പെർസെൻറ്റേജ് കൂട്ടാൻ വേണ്ടിയിട്ടായിരിക്കും നോക്കാൻ. അപ്പോൾ ആ സമയത്തൊക്കെ നമുക്ക് സ്ട്രാറ്റജി ഫുൾഫിൽ ചെയ്യണമെങ്കിൽ ആസ് എ ഫീൽഡേഴ്സ് ദ റോൾ ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നേരെ വരുന്ന ബോളും പിടിക്കുക, അതുകൂടാതെ ഡൈവ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്യേണ്ടതൊക്കെ സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്താണ് അവർ പ്രഷർ ബിൽഡ് ആകുന്നത്, പ്ലാന് സക്സസ്ഫുൾ ആകും. ആൻഡ് ദ പോയിന്റ് നമ്പർ 3, play attacking and defensive role. That's all about smartness of a cricketer, smartness of a fielder. നമ്മൾ കളിന്റെ ഗതി മനസ്സിലാക്കി കളി എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, ഈ സമയത്ത് ഞാൻ അറ്റാക്ക് ചെയ്യണോ ഡിഫെൻസ് ചെയ്യണോ. ഫീൽഡർ മാത്രമല്ല, നമ്മൾ ഏതൊരു ക്രിക്കറ്ററും ബാറ്റ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് നമ്മൾ ഗെയിം ബിൽഡ് ചെയ്ത് കൊണ്ടുപോകേണ്ടത്, ഈ സമയത്ത് ഞാൻ അറ്റാക്ക് ചെയ്ത് കളിക്കാറുണ്ട്, അല്ലെങ്കിൽ സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്ത് ഇന്നിങ്സ് ബിൽഡ് ചെയ്യണോ വേണ്ടത്. ആസ് എ ബോളർ ഇപ്പം അറ്റാക്ക് ചെയ്തിട്ട് വിക്കറ്റ്സിന് വേണ്ടിയിട്ട് നോക്കണോ, എല്ലാ റൺസ് കണ്ടെയ്ൻ ചെയ്യണോ വേണ്ടത്. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ആസ് എ ഫീൽഡർ വൺ ഷുഡ് അണ്ടർസ്റ്റാൻഡ് വെദർ ടു അറ്റാക്ക് ടു പ്ലേ ദ റോൾ ഓഫ് അറ്റാക്കിംഗ് ഓർ ഡിഫെൻസീവ്. ഐ ക്യാൻ ഗിവ് യു എ എക്സാമ്പിൾ. ഇപ്പം ലാസ്റ്റ് ബോൾ, ഒരു ബോളിൽ 4 റൺസ് ആണ് വേണ്ടത്. ലോങ് ഓഫിൽ ഫീൽഡർ ഫീൽഡ് ചെയ്യാണ്, ഓഫ് ഡ്രൈവ് അടിച്ചു, ലോങ് ഓഫിലേക്ക് ബോൾ വന്നു. നമുക്കറിയാം ബോളിലേക്ക് അറ്റാക്ക് ചെയ്ത് ബോൾ അടുത്തെത്തുന്ന സമയത്ത് ഡിഫെൻസീവായിട്ട് ലോങ് ബാരിയർ രീതിയിൽ ബോൾ ഫീൽഡ് ചെയ്ത് നമ്മൾ ടാർഗറ്റിലേക്ക് എറിഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം പോയി കഴിഞ്ഞാൽ 1-2 റൺസ് മാത്രമേ ബാറ്റ്സ്മാൻമാർ ഓടുള്ളൂ. നേരെ ആ സമയത്ത് ഫുൾ ഔട്ട് നമ്മൾ അറ്റാക്ക് ചെയ്ത് അറ്റാക്കിംഗ് ഫീൽഡിംഗ് പൊസിഷനിൽ ബോൾ പിടിക്കാൻ വേണ്ടി നോക്കി ഇൻ കേസ് മിസ്ഫീൽഡ് വരുവാണെങ്കിൽ അവിടെ ബൗണ്ടറി പോകാനുള്ള പെർസെൻറ്റേജ് കൂടുതലാണ്. അതാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ദാറ്റ് സ്മാർട്ട്നെസ് എ ഫീൽഡർ ഷുഡ് ഹാവ്. ഒരു ബോളിൽ 4 ആണ്. എൻ നമ്പർ ഓഫ് എക്സാമ്പിൾസ് നിങ്ങൾ തന്നെ റീകളക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ ഡിഫറെന്റ് സിറ്റുവേഷൻസിലൂടെ ഇടാം. ഈ ഒരു പോയിന്റിന് മാച്ച് ചെയ്യാൻ പറ്റുന്ന റിലവൻ്റ് ആയിട്ടുള്ള ഒരുപാട് ക്ലാസിക് എക്സാമ്പിൾസ് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. നിങ്ങൾ കുട്ടികളോട് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് കുട്ടികൾക്ക് കാര്യങ്ങൾ ഗ്രാസ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. റൈറ്റ്. റോൾ ഓഫ് എ ഫീൽഡറിന് വീഡിയോ പ്ലേ ചെയ്യാം. വീഡിയോ കാണാൻ പറ്റുന്നുണ്ടോ? കാണാം മാസ്റ്ററെ, കാണാം. ഓക്കെ. ഈ വീഡിയോ എല്ലാവരും കാണാ. ഈ വീഡിയോയില് ഫീൽഡേഴ്സ് എന്തൊക്കെ റോളാണ് വഹിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഔട്ട്സ്റ്റാൻഡിങ് സ്റ്റോപ്പ്, ഇതേപോലത്തെ സേവ്സ് ആണ് ബാറ്റ്സ്മാന് പ്രഷർ ബിൽഡ് ചെയ്യുന്നത്. Again, outstanding fielding effort. എനിക്ക് തോന്നുന്നു ആ വീഡിയോ എല്ലാവരും കണ്ടെന്നുള്ളത്. ഗ്രൗണ്ടിൽ ഒരു ഫീൽഡർ എന്തൊക്കെ ഡിഫറെന്റ് റോൾസ് ആണ് വഹിക്കുന്നതെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചെറിയൊരു വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റി എന്നുള്ളതാണ് വിചാരിക്കുന്നത്. നേരെ വരുന്ന ക്യാച്ചസ് എടുത്തിട്ടുണ്ട്, അതുകൂടാതെ ഔട്ട്സ്റ്റാൻഡിങ് ക്യാച്ചസ് എടുത്തിട്ടുണ്ട്, റൈറ്റ് ലെഫ്റ്റ് ഡൈവ് ചെയ്തിട്ടുള്ള ക്യാച്ചസ് എടുത്തിട്ടുണ്ട്, ബോൾ സേവ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ഒരു അറ്റാക്കിംഗ് മൈൻഡ് സെറ്റുള്ള ഫീൽഡർക്ക് ചെയ്യാൻ മാത്രം പറ്റുന്ന കാര്യങ്ങളാണ്. നേരെ വെച്ചാൽ എപ്പോഴും നമ്മളൊരു ഡിഫെൻസീവ് സോണിലേക്ക് ഇരിക്കുകയാണെങ്കിൽ എൻ്റെ വരുന്ന ബോൾ മാത്രമേ ഞാൻ പിടിക്കുള്ളൂ, അല്ലെങ്കിൽ ഒരു ക്യാച്ച് ലോങ് ഓഫിന്റെ ലോങ് ഓണിന്റെ ഇടയിൽ ഒരു ഹൈ ക്യാച്ച് വന്നു, നേരെ മറിച്ചിട്ട് ലോങ് ഓഫിലുള്ള ഫീൽഡർക്ക് എടുക്കാൻ പറ്റുന്നതാണെങ്കിൽ കൂടി ഒരു ഡിഫെൻസീവ് മൈൻഡ് സെറ്റുള്ള ഫീൽഡർ ആണെങ്കിൽ ലോങ് ഓണുള്ള ഫീൽഡർ എടുക്കട്ടെ എന്ന് വിചാരിക്കും. ആ സമയത്തായിരിക്കും ചിലപ്പോൾ ക്യാച്ച് ഡ്രോപ്പ് ആവാം. റൈറ്റ്. Now fielding key points: maintain low body position, watch the ball into the hands, soft hands, communication and enjoyment. അപ്പോൾ ഫീൽഡിങ്ങിലെ കീ ബുള്ളറ്റ് പോയിന്റ്സ് ആയിട്ട് ഈ ഒരു 5 കാര്യങ്ങളാണ് കൊടുത്തേക്കുന്നത്. ലോ ബോഡി പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഇമ്പോർട്ടൻസ് ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ട് ഓഫ് ദ സെഷൻ തന്നെ മെൻഷൻ ചെയ്തതാണ്. മിക്കപ്പോഴും മാക്സിമം പെർസെൻറ്റേജ് ഓഫ് ഡെലിവറീസ് വിൽ ബി കമ്മിങ് അലോങ് ദ ഗ്രൗണ്ട്.
തറയിലൂട്ടിയാണ് കൂടുതൽ പെർസെൻറ്റേജ് ബോളും വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ബോൾ ഫീൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മൂവ്മെന്റ്സ് ഫാസ്റ്റ് ആവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഏത് ഡയറക്ഷനിലേക്കും ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് പവർ പൊസിഷനിലേക്ക് വരാന്നുള്ളത്. ആ പവർ പൊസിഷനെ കുറിച്ചിട്ട് നമ്മൾ ബേസിംഗ് അപ്പ് പറയുന്ന സമയത്ത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. അപ്പൊ ലോ ബോഡി പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതിലൂടെ നമുക്ക് നല്ല പൊസിഷനിൽ നമ്മളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ അവിടെ തന്നെ നടക്കും. റൈറ്റ്. നമ്പർ 2, വാച്ച് ദ ബോൾ ഇൻ ടു ദ ഹാൻഡ്സ്. നമ്മൾ കുറച്ച് കാര്യങ്ങൾ റീകളക്ട് ചെയ്ത് നോക്കുവാണെങ്കിൽ ചില സമയത്ത് നല്ല ഫീൽഡേഴ്സ് പോലും, അല്ലെങ്കിൽ 100% ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള ക്യാച്ചസ് പോലും ചില സമയത്ത് ഡ്രോപ്പ് ആണുള്ള കാര്യം ഈ വാച്ച് ദ ബോൾ എന്നുള്ള സാധനം കറക്റ്റ് ആയിട്ട് ചെയ്യാത്തതുകൊണ്ടായിരിക്കും. അപ്പോൾ ഒരു ബാറ്റ്സ്മാൻ അടിച്ചു കഴിഞ്ഞാൽ ബോളിന്റെ പാത്ത് കറക്റ്റ് ആയിട്ട് ട്രാക്ക് ചെയ്യുക, ലാസ്റ്റ് മൊമെന്റ് വരെ നമ്മളെ കയ്യിൽ ഇരിക്കുന്ന വരെ അതിലേക്ക് വാച്ച് ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പൊ നമ്മൾ ബിഗിനേഴ്സിനെ കോച്ച് ചെയ്യുന്ന സമയത്ത് എനിക്കറിയാം ഇതിൽ സീനിയർ കോച്ചസ് ഉണ്ട്, കോച്ച് ആവാൻ വേണ്ടി താല്പര്യമുള്ള ആൾക്കാരുണ്ട്. നിങ്ങൾ നിങ്ങളായിട്ടുള്ള മെത്തേഡിലൂട്ടൊക്കെ നിങ്ങൾ ട്രെയിൻ ചെയ്യുന്നുണ്ടാവും. അപ്പൊ എല്ലാവരും കോമൺ ആയിട്ടുള്ള പറയുന്ന കാര്യമാണ് വാച്ച് ദ ബോൾ എന്നുള്ളത്. ഇപ്പൊ ഞാൻ ചെയ്യിക്കുന്ന സിമ്പിൾ ഡ്രിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാണ്. ഇപ്പൊ ടെന്നീസ് ബോളിന്റെ മുകളിൽ എന്തെങ്കിലും മാർക്ക് ചെയ്തിട്ട്, ഫോർ എക്സാമ്പിൾ ബ്ലാക്ക് മാർക്കർ വെച്ചിട്ട് അതിന്റെ ഡിഫറെന്റ് സൈഡിൽ ഇപ്പം ലെറ്റേഴ്സ് അല്ലെങ്കിൽ നമ്പേഴ്സ് ഇടാം. ഒന്നൊക്കെ ABC വാട്ട് എവർ ഇറ്റ് ഈസ്, അല്ലെങ്കിൽ 1 2 3 വാട്ട് എവർ ഇറ്റ് ഈസ്, എന്താ വേണ്ടതെന്ന് വെച്ചാൽ അതിന്റെ മുകളിൽ എഴുതുക. അപ്പൊ ക്യാച്ച് എടുത്തതിന് ശേഷം മുകളിലെ ഭാഗത്ത് എന്താണ് കാണിക്കുന്നത് അത് ഉറക്കെ പറയാൻ വേണ്ടിയിട്ട് പറയാം. ലാസ്റ്റ് മൊമെന്റ് വരെ കയ്യിലേക്ക് വാച്ച് ചെയ്യുന്ന ഒരു ഫീൽഡർക്ക് മാത്രമാണ് ആ ബോളിന്റെ മുകളിൽ എന്താണ് എഴുതിയേക്കുന്നത് പറയാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പൊ സ്ലോലി ആ ഒരു ഹാബിറ്റ് ഡെവലപ്പ് ചെയ്ത് നമുക്ക് ഈ ഒരു രീതിയിലേക്ക് ഫീൽഡേഴ്സിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വലിയ ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആൻഡ് പോയിന്റ് നമ്പർ 3 ഈസ് സോഫ്റ്റ് ഹാൻഡ്സ്. സോഫ്റ്റ് ഹാൻഡ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കൈ സോഫ്റ്റ് ആയിട്ട് വെക്കുക എന്നുള്ളതല്ല. സോഫ്റ്റ് ഹാൻഡ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ 2 കൈ, അതായത് ആംസ് എക്സ്റ്റെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു എൻ്റെ കൈ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടെന്നതാണ്. ആംസ് എക്സ്റ്റെൻഡ് ചെയ്യുക, ബോൾ റിസീവ് ചെയ്യുക എന്നുള്ളതാണ് ഈ സോഫ്റ്റ് ഹാൻഡ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൈ തീരെ സോഫ്റ്റ് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ആരും വളരെ ലോബ് ചെയ്തിട്ടുള്ള ക്യാച്ചസ് ഒന്നും ഇല്ല. ബോൾ ഈസ് കമ്മിങ് വിത്ത് സർട്ടൻ എമൗണ്ട് ഓഫ് ഫോഴ്സ് ഇൻ ഇറ്റ്. സോ നമ്മൾ ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യുന്നതിലൂടെ വരുന്ന ഫോഴ്സ് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ടും ബോൾ കയ്യിലേക്ക് എന്താ പറയാ നമ്മളെ കൺട്രോളിൽ ഇരിക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ആൻഡ് പോയിന്റ് നമ്പർ 4 ഈസ് കമ്മ്യൂണിക്കേഷൻ ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ഫീൽഡിംഗ്. നമ്മൾ എന്താ പറയാ ബാറ്റ് ചെയ്യുന്ന സമയത്തുള്ള കമ്മ്യൂണിക്കേഷൻ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഗ്രൗണ്ട് ഫീൽഡിങ്ങിലും കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. കമ്മ്യൂണിക്കേഷൻ ഐ ക്യാൻ ഡിസ്ക്രൈബ് ഇൻ certain ways. കമ്മ്യൂണിക്കേഷൻ പ്രോപ്പറായിട്ട് നടക്കാത്ത സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ട് ടീമിന് ക്യാച്ചസ് മിസ്സാവുന്നത്, ടീമിന് റൺസ് ലീക്കാവുന്നത്, അതുകൂടാതെ ഇഞ്ചുറി സംഭവിക്കുന്ന സമയത്ത്. ഹൈ ക്യാച്ചസ് അഗെയിൻ ഇറ്റ്സ് കമ്മിങ് വിത്തിൻ 2 ഫീൽഡേഴ്സ്. ഇപ്പം കവേഴ്സിന്റെയും മിഡ് ഓഫിന്റെയും ഇടയിൽ ഒരു ഹൈ ക്യാച്ച് വരികയാണ്. രണ്ടുപേരും ബോളും നോക്കിയിട്ടായിരിക്കും ബോളിന്റെ അടിയിലെത്താൻ വേണ്ടിയിട്ട് ഓടുന്നത്. ആ സമയത്ത് ആരും ഹൈ ക്യാച്ച് വിളിച്ചില്ലെങ്കിൽ ക്യാച്ച് ഡ്രോപ്പ് ആവും, ടീമിന് നഷ്ടം. നമ്പർ 2, രണ്ടുപേരും കൂടെ കൂട്ടിമുട്ടിയിട്ട് ഇഞ്ചുറി വരാനുള്ള ചാൻസസും കൂടുതലാണ്. അപ്പം പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് ടീമിന് വേണ്ടിയിട്ട് റൺസ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും, അതുകൂടാതെ ക്യാച്ചസ് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും, അതുകൂടാതെ ഇഞ്ചുറി ലെസ് ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യും. റൈറ്റ്. അതിനോടൊപ്പം തന്നെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് എല്ലാവരും ഗെയിമിൽ ഇൻവോൾവ് ചെയ്ത് നിൽക്കുക എന്നുള്ളതും കൂടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നല്ല ഫീൽഡേഴ്സ് എപ്പോഴും കാണാൻ ഒരു ക്യാപ്റ്റനായിട്ടാണ്. അങ്ങനെയാണ് ഒരു ഫീൽഡിംഗ് യൂണിറ്റ് അല്ലെങ്കിൽ ഒരു ഫീൽഡർ ഗ്രൗണ്ടിലുള്ള ഒരു മാച്ചിലുള്ള ഇൻവോൾവ്മെന്റ് കൂടാന്നുള്ളത്. ഞാനാണ് ക്യാപ്റ്റൻ എന്ന് ചിന്തിക്കുന്ന സമയത്ത് ആസ് എ ബാറ്റ്സ്മാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു ബോൾ ഫേസ് ചെയ്യുന്നതിന് മുന്നേ അങ്ങേര് കാണിക്കുന്നത്, അല്ലെങ്കിൽ ബാറ്റിന്റെ ഫേസ് എങ്ങനെയാണ്, ഫുൾ ഫേസ് പ്രസന്റ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ആംഗിൾഡ് ഫേസ് ആണോ പ്രസന്റ് ചെയ്യുന്നത്, ക്രീസിന്റെ അകത്ത് നിന്നാണോ പിന്നെ ബാറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ബാറ്റ്സ്മാൻമാർ ഇന്റൻഷൻ എന്താണ്, ഈ കാര്യങ്ങളെല്ലാം നമ്മൾ നല്ല ഫീൽഡേഴ്സ് അല്ലെങ്കിൽ നല്ല ക്രിക്കറ്റേഴ്സ് ഇതൊക്കെ ഗ്രാസ്പ് ചെയ്തിട്ട് ബോളറോടും ക്യാപ്റ്റനോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടെ ശ്രദ്ധിക്കും. റൈറ്റ്. സോ കമ്മ്യൂണിക്കേഷൻ, ഹൈ ക്യാച്ചസ് വരുന്ന സമയത്ത് ഐഷാൽ മൈൻ വാട്ട് എവർ ഇറ്റ് ഈസ് കോൾ ചെയ്യുന്നത് നല്ല കമ്മ്യൂണിക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഫീൽഡിംഗ് വരുന്ന സമയത്തും രണ്ടുപേരും ബോളിന് വേണ്ടി ചേസ് ചെയ്യാണ്. അപ്പം പറയാം ഞാൻ ബോൾ തട്ടിയിട്ടിടും, ബാക്കിൽ നിന്ന് കളക്ട് ചെയ്താക്കണം. കവേഴ്സിന്റെയും പോയിന്റിന്റെ ഇടയിൽ ബോൾ തറയിലിട്ട് കളിച്ചു, ബൗണ്ടറി ലൈനിലേക്ക് അപ്രോച്ച് ചെയ്യാണ്. ഒരാളായിരിക്കും ഫ്രണ്ടിൽ പോയിട്ട് ബോൾ തട്ടിയിടുന്നത്, ബാക്കിലുള്ള ആളായിരിക്കും ബോൾ പിടിക്കുന്നത്, അല്ലെങ്കിൽ റിലേ ത്രോന് വേണ്ടിയിട്ട് പൊസിഷൻ ചെയ്യേണ്ട അവസ്ഥ വരും. അപ്പൊ ഈ സമയത്തൊക്കെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നടന്നാൽ മാത്രമാണ് നമുക്ക് ആ സ്കില്ല് പ്രോപ്പറായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. അതോടൊപ്പം തന്നെ ടീമിന് ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ കുറച്ച് നേരത്തെ ബ്രീഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കൃത്യമായിട്ട് നടക്കണമെങ്കിൽ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഇസ് വെരി വെരി വൈറ്റൽ.
And last and most important thing is to enjoy the thing what you are doing. Enjoyment എന്നാണ് കൊടുത്തേക്കുന്നത്. നല്ല ഫീൽഡേഴ്സ് എപ്പോഴും ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റിയും എൻജോയ് ചെയ്യും. ഇപ്പം നമ്മളെ സന്ദീപ് വാര്യറൊക്കെ രഞ്ജി ട്രോഫിന്റെ ടീമിന്റെ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് പറയുന്നിട്ടുണ്ട്, ഈ സ്റ്റീവ് സ്മിത്ത് ഉണ്ടല്ലോ, സ്റ്റീവ് സ്മിത്ത് ഒക്കെ IPL പ്രാക്ടീസ് ചെയ്യുന്ന 2 മണിക്കൂർ വെറും ഫീൽഡിങ് മാത്രം ചെയ്യുന്നത്. 2 മണിക്കൂർ ഫീൽഡിങ് മാത്രം. അപ്പൊ അത്രത്തോളം നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു കാര്യം ചെയ്യുന്ന സമയത്താണ് നമ്മളെ പൊട്ടൻഷ്യലിന്റെ ബെസ്റ്റിലേക്ക് നമ്മൾ എത്താൻ. ഇപ്പൊ എല്ലാവർക്കും രവീന്ദ്ര ജഡേജ ആവാൻ വേണ്ടി പറ്റൂല, അല്ലെങ്കിൽ എല്ലാവർക്കും വിരാട് കോഹ്ലി പോലെ ഫീൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂല. പക്ഷെ ഒരു കാര്യം ഗ്യാരണ്ടീഡ് ആണ്, നല്ല ഫീൽഡേഴ്സ് സെറ്റ് ചെയ്ത ഓരോ പാറ്റേൺ ഉണ്ട്, അല്ലെങ്കിൽ ആ ഒരു ടെംപ്ലേറ്റ് ഉണ്ട്. അതിൽ ആര് ഫിറ്റിൻ ചെയ്ത് കഴിഞ്ഞാലും ഐ കാൻ ബി ലൈക്ക് രാഹുൽ ദാസ്, ബട്ട് ഐ കാൻ ബി എ ബെറ്റർ വേർഷൻ ഓഫ് മൈസെൽഫ് എപ്പോഴും, അല്ലേ? അപ്പോൾ നമ്മൾ ഒരിക്കലും നമ്മളെ വേറെ ആളോട് കമ്പയർ ചെയ്യുന്നതിന് പകരം നല്ല പ്ലേയേഴ്സ് അല്ലെങ്കിൽ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള അത്ലറ്റ്സ് സെറ്റ് ചെയ്തേക്കുന്ന ഒരു പാറ്റേൺ ഉണ്ട്. ആ ഒരു ക്വാളിറ്റീസ് ആണ് ഇപ്പം വായിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് ആസ് എൻ അത്ലറ്റ് ഓരോ ആളും അതിലേക്ക് കയറുന്നതിലൂടെ ബെറ്റർ ആയിട്ട് അല്ലെങ്കിൽ നമ്മളെ ബെസ്റ്റ് വേർഷനിലേക്ക് വരാൻ വേണ്ടിയിട്ട് എപ്പോഴും നമുക്ക് ഉപയോഗിക്കും. അപ്പം ഗ്രൗണ്ട് ഫീൽഡിംഗ് പ്രാക്ടീസ് സെഷനിൽ എൻജോയ് ചെയ്യുന്ന ഫീൽഡേഴ്സ് ഡെഫിനറ്റ് ആയിട്ട് മാച്ചിലും എൻജോയ് ചെയ്യുന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ ഡൗട്ടും ഇല്ല. അതിന് ആസ് എ കോച്ചസ് നമുക്കും ഒരുപാട് റോൾ ഉണ്ട്. നമ്മൾ ഫീൽഡിംഗ് സെഷൻസ് എങ്ങനെ എൻജോയബിൾ ആക്കുക എന്നുള്ളത്, എങ്ങനെ സെഷൻസ് വേരി ചെയ്യിക്കുക എന്നുള്ളത് ഒരേ കാര്യമായിരിക്കും. ചിലപ്പോൾ ഷോർട്ട് ക്യാച്ചസ് ആയിരിക്കും നമ്മൾ ഒബ്ജക്റ്റീവ് ഓഫ് ദ ഫീൽഡിംഗ് സെഷൻ എന്നുള്ളത്, അല്ലെങ്കിൽ ഹൈ ക്യാച്ചസ് ആയിരിക്കും ഒബ്ജക്റ്റീവ് ഓഫ് ദ ഫീൽഡിംഗ് സെഷൻ. ഈ സെയിം ഹൈ ക്യാച്ചസ് നമുക്ക് എങ്ങനെ വേരി ചെയ്ത് ഡിഫറെന്റ് ഡ്രില്ലാക്കി പ്ലേയേഴ്സിന് കുറച്ചും കൂടിയും എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് കൊണ്ടുവരാ എന്നുള്ളതാണ് ആസ് എ കോച്ചസ് നമ്മളെ ഉത്തരവാദിത്വം, ആസ് എ കോച്ചസ് നമ്മളെ റോൾ. റൈറ്റ്? എനിക്ക് തോന്നുന്നത് ഡീസന്റ് സ്പീഡിലാണ് പോകുന്ന, എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് എന്നുള്ളത്. ടിൻചേട്ടാ സ്പീഡ് ഓക്കെ? നല്ലതാണ്, കുഴപ്പമില്ല. അവസാനം എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി കേട്ടോ. Now we'll talk about moving in with the bowler or taking start എന്നുള്ളത്. എങ്ങനെ സ്റ്റാർട്ട് എടുക്കാം, എപ്പം സ്റ്റാർട്ട് എടുക്കാം, സ്റ്റാർട്ട് എടുത്തതിന് ശേഷം നമ്മൾ അടുത്ത സ്ലൈഡിൽ പറയും എങ്ങനെ സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം ബേസപ്പ് ചെയ്യാന്നുള്ളത്. അപ്പം ആരൊക്കെയാണ് സ്റ്റാർട്ട് എടുക്കുന്നത്? ക്ലോസ് ഇൻ അല്ലാത്ത എല്ലാ ഫീൽഡേഴ്സും നോർമലി സ്റ്റാർട്ട് എടുക്കും. ക്ലോസ് ഇൻ പൊസിഷൻ ഉദ്ദേശിക്കുന്നത് 15 yardsന്റെ അകത്ത് ഫീൽഡ് ചെയ്യുന്നത്, അതായത് സ്കിപ്പ് ഫീൽഡേഴ്സ്, ഗള്ളി ഫീൽഡേഴ്സ്, സിലി പോയിന്റ്, ഷോർട്ട് ലെഗ്, ഷോർട്ട് കവർ, സിലി മിഡ് ഓഫ്, സിലി ഷോർട്ട് ലെഗ്. അതായത് 15 yardന്റെ അകത്ത് നമ്മൾക്ക് ചെറിയ അകത്തൊരു സർക്കിള് വരക്കാറുണ്ട് സാധാരണ. അതിന്റെ അകത്ത് നിൽക്കുന്ന ഫീൽഡേഴ്സ് വൺസ് ദ ബോളർ റണ്ണപ്പ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റേഷനറി ആയിട്ട് നിൽക്കേണ്ടതാണ്. അതിന്റെ വെളിയിൽ നിൽക്കുന്ന ഫീൽഡേഴ്സിന് നമുക്ക് സ്റ്റാർട്ട് എടുക്കാൻ വേണ്ടി പറ്റും. റൈറ്റ്? അപ്പം എപ്പം സ്റ്റാർട്ട് എടുക്കാം, എങ്ങനെ സ്റ്റാർട്ട് എടുക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇനി സംസാരിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. എപ്പോഴാണ് ഒരു ഫീൽഡർ സ്റ്റാർട്ട് എടുക്കേണ്ടത്? ഇപ്പം ഒരു 25 yards എക്സാമ്പിൾ പറയുകയാണ്, ഒരു 25 yards അല്ലെങ്കിൽ ഒരു 30 yards റണ്ണപ്പ് ഉള്ള ഒരു ഫാസ്റ്റ് ബോളർ ബോൾ ചെയ്യാണ്. അപ്പൊ ഫാസ്റ്റ് ബോളർ ടോപ്പ് ഓഫ് ദ റണ്ണപ്പ്, അതായത് റണ്ണപ്പിന്റെ മാർക്കിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നവരെ ഒരു ഫീൽഡർ സ്റ്റാർട്ട് എടുക്കേണ്ട ആവശ്യമുണ്ടോ? ആൻസർ ഈസ് നോ. ബോളർ ലാൻഡ് ചെയ്യാൻ വേണ്ടി ക്രീസിൽ അപ്രോച്ച് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ആണ് ഒരു ഫീൽഡർ സ്റ്റാർട്ട് എടുക്കേണ്ടത്. റൈറ്റ്? അപ്പൊ സ്റ്റാർട്ട് എടുക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? ഇപ്പൊ ബാറ്റ്സ്മാൻമാർ നമ്മൾ കാണാൻ ഇപ്പം വളരെ കോമൺ ആയിട്ട് ഒരു എല്ലാ ബാറ്റ്സ്മാൻമാരും ചെയ്യുന്ന കാര്യമാണ് ഇനീഷ്യൽ മൂവ്മെന്റ് എടുക്കുക എന്നുള്ളത്. അപ്പൊ ഇനീഷ്യൽ മൂവ്മെന്റ് എടുക്കുന്ന കാര്യം എന്ന് വെച്ചാൽ അവർ ഇനേഷ്യ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അടുത്തൊരു ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രിഗർ ചെയ്യാന്നുള്ളതാണ്. അതാണ് ഫീൽഡേഴ്സും സ്റ്റാർട്ട് എടുക്കുന്നതിലൂടെ ചെയ്യുന്നത്. നമ്മൾ തീരെ സ്റ്റേഷനറി ആയിട്ട് അപ്രൈറ്റ് ആയിട്ട് നിൽക്കുന്നതിലൂടെ നമ്മളെ മൂവ്മെന്റ്സ് സ്ലോ ആണുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. നേരെ മറിച്ച് ചെറിയ രീതിയിൽ സ്റ്റാർട്ട് എടുത്ത് ബേസപ്പ് ചെയ്യുന്നതിലൂടെ നമ്മളെ തന്നെ ഫിസിക്കലി മെന്റലി റെഡി പൊസിഷനിലേക്ക് കൊണ്ടുവരാണ്. നമ്മൾ എവിടെയാണ് ബോൾ വരുന്നത് അതിനനുസരിച്ച് നമ്മൾ റിയാക്ട് ചെയ്യാൻ വേണ്ടി നമ്മളെ പ്രിപ്പയർ ചെയ്യണം. അപ്പൊ സ്റ്റാർട്ട് എടുക്കുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്ട് സ്റ്റെപ്പിൽ വേണം നമ്മൾ സ്റ്റാർട്ട് എടുത്ത് തുടങ്ങാൻ വേണ്ടിയിട്ട്. ഷോർട്ട് സ്റ്റെപ്പിൽ വേണം സ്റ്റാർട്ട് എടുക്കാൻ. അതുകൂടാതെ 2 കാലിലെ മുട്ട് ബെൻഡ് ചെയ്തിട്ട് വേണം ലോ ബോഡി പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ചില പ്ലേയേഴ്സ് ഹിപ്പ് മാത്രം ബെൻഡ് ചെയ്ത് ലോ ബോഡി പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം കറക്റ്റായിട്ട് വെയിറ്റ് ട്രാൻസ്ഫറിങ് നടക്കൂല. ബോഡി വെയിറ്റ് നമ്മളെ ബോൾസ് ഓഫ് ദ ഫീൽഡിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, നമ്മുടെ മൂവ്മെന്റ്സ് ഫാസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 2 കാലിന്റെ മുട്ട് ബെൻഡ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഹെൽപ്പ് ചെയ്യും. ആൻഡ് ഹാൻഡ്സ് വൈൽ മൂവിങ് കീപ് യുവർ ഹാൻഡ്സ് റിലാക്സ് ഔട്ട് ഇൻ ഫ്രണ്ട്. നമ്മൾ മൂവ് ചെയ്യുന്ന സമയത്ത് 2 കൈയും റിലാക്സ് ചെയ്ത് ബോഡിന്റെ സൈഡിൽ വെച്ചിട്ട് വേണം മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് ആഫ്റ്റർ ടേക്കിംഗ് സ്റ്റാർട്ട് then getting into athletic position, അതായത് സ്റ്റാർട്ട് എടുത്തതിന് ശേഷം ബേസപ്പ് ചെയ്യും. ഓക്കെ?
അപ്പൊ ബേസപ്പ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാന്നുള്ളത്, ഒരു ഫീൽഡർ ബേസപ്പ് ചെയ്യുമ്പം ഫീറ്റ് അപ്രോക്സിമേറ്റ്ലി ഷോൾഡർ വിഡ്ത്ത് അപ്പാർട്ട്, രണ്ട് കാലും അപ്രോക്സിമേറ്റ്ലി ഷോൾഡർ വിഡ്ത്ത് അപ്പാർട്ടിലാണ് വെക്കേണ്ടത്. ഷോൾഡർ വിഡ്ത്തിനെ കാട്ടിയും കുറച്ച് വിട്ടുവെക്കുന്ന സമയത്തായിരിക്കും മിക്ക ഫീൽഡേഴ്സിനും ഒരു കംഫർട്ടബിൾ ബാലൻസ് പൊസിഷൻ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുക. സോ ഇറ്റ് ഡസൻ മീൻ ദാറ്റ് നമ്മളെ സ്ലൈഡിൽ ഷോൾഡർ വിഡ്ത്ത് എന്നാണ് പറഞ്ഞേക്കുന്നത്, അപ്പൊ കറക്റ്റ് സ്കെയിൽ വെച്ചിട്ട് ഷോൾഡർ വിഡ്ത്ത് തന്നെ നമ്മൾ പിടിക്കേണ്ട ഒരു കാര്യവുമില്ല. കംഫർട്ടബിൾ ആൻഡ് ബാലൻസ് പൊസിഷൻ ആയിരിക്കണം ഈ ബേസിംഗ് അപ്പിലൂടെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. ആൻഡ് വെയിറ്റ് ഷുഡ് ബി ഓൺ ബോൾസ് ഓഫ് ദ ഫീറ്റ്. ബോൾസ് ഓഫ് ദ ഫീറ്റ് എന്താന്നുള്ളത് എല്ലാവർക്കും അറിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ബോൾസ് ഓഫ് ദ ഫീറ്റിൽ ബോഡി വെയിറ്റ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിലൂടെ നമ്മളെ മൂവ്മെന്റ്സ് ഫാസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മളെ തന്നെ ഹെൽപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. ആൻഡ് വൈൽ ബേസിംഗ് അപ്പ് ഓൾസോ ഷുഡ് മെയിൻറ്റെയിൻ ദ നീ സ്ലൈറ്റ്ലി ബെൻഡ്, രണ്ട് കാലിന്റെ മുട്ടും സ്ലൈറ്റ്ലി ബെൻഡ് ചെയ്ത് നമ്മൾ ലോ ബോഡി പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. And head should be steady, eyes level and focus on the batter. And the very very important thing, നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാലും ആ കറക്റ്റ് ആയിട്ടുള്ള ടൈമിൽ നമ്മൾ ബാറ്റ്സ്മാൻ അടിക്കുന്ന ബോളിനാണ് നമ്മൾ റിയാക്ട് ചെയ്യുന്നത്. വൺസ് ദ ബോളർ റണ്ണപ്പ് സ്റ്റാർട്ട് ചെയ്തതിന് നമ്മൾ ഓൾ ഐഡിയ ഇസ് ടു ഫോക്കസ് ദ ബാറ്റിലായിരിക്കണം നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള പിക്ചർ നമുക്ക് റിസീവ് ചെയ്യണമെങ്കിൽ നമ്മളെ ഹെഡ് സ്റ്റഡി ആയിട്ട് ഹോൾഡ് ചെയ്യുക, ഐസ് ലെവലായിട്ട് വെക്കുക. അപ്പോഴാണ് കറക്റ്റ് ആയിട്ടുള്ള മെസ്സേജ് നമുക്ക് റിസീവ് ചെയ്യാൻ വേണ്ടി പറ്റുക. വൺസ് ദ മെസ്സേജ് വാട്ട് വി റിസീവ് ഇസ് റൈറ്റ്, ഇറ്റ് മേക്സ് അവർ റിയാക്ഷൻ മച്ച് മോർ ഈസിയർ, റൈറ്റ്? Now after taking start and after doing the base up, after seeing the delivery, how to move to the ball like എങ്ങനെ മൂവ് ചെയ്യാന്നുള്ളത്, approach and preparation, maintain low body height, adjust body position for clean pickup. ബോളിലേക്ക് ഒരു നല്ല ഫീൽഡർ ഒരിക്കലും ബോള് ഫീൽഡർ കയ്യിൽ എത്താൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നോക്കൂല. നല്ല ഫീൽഡേഴ്സ് എപ്പോഴും ബോളിലേക്ക് ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കും, വെദർ ഇറ്റ്സ് കമ്മിങ് അലോങ് ദ ഗ്രൗണ്ട് ഓർ വെദർ ഇറ്റ്സ് കമ്മിങ് ഇൻ ദ എയർ. എയറിലാണെങ്കിലും തറയിലാണെങ്കിലും നല്ല ഫീൽഡേഴ്സ് എപ്പോഴും ബോളിലേക്ക് ഫാസ്റ്റ് ആയിട്ട് ലോ ബോഡി പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. ആൻഡ് അഡ്ജസ്റ്റ് ബോഡി പൊസിഷൻ ഫോർ ക്ലീൻ പിക്കപ്പ്, ബോഡി പൊസിഷൻ ക്ലീൻ ആയിട്ടുള്ള പിക്കപ്പിന് വേണ്ടിയിട്ട് പൊസിഷൻ ചെയ്യാന്നുള്ളത്. അപ്പം അറ്റാക്കിംഗ് ഫീൽഡിംഗ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് ബെസ്റ്റ് പൊസിഷൻ എന്നുള്ളത് നമ്മൾ അടുത്ത സ്ലൈഡിൽ സംസാരിക്കും. ടു ഹാൻഡഡ് ഇന്റർസെപ്ഷൻ എന്ന് കേൾക്കുന്ന സമയത്തൊന്നും ഇതാക്കേണ്ട കാര്യമില്ല. അറ്റാക്കിംഗ് ഫീൽഡിംഗ് എന്നതാണ് മീൻ ചെയ്യുന്നത്. അപ്പം അറ്റാക്കിംഗ് ഫീൽഡിംഗ് ചെയ്യുന്ന സമയത്ത് ബാക്ക് ഫുട്ട് റൈറ്റ് ആംഗിൾ ടു ദ ലൈൻ ഓഫ് ദ ബോൾ, അതായത് വലത്തെ കൈ കൊണ്ട് ത്രോ ചെയ്യുന്ന ഫീൽഡർ വലത്തെ കാല് ബോളിന്റെ ലൈനിന്റെ റൈറ്റ് ആംഗിൾ ആയിട്ട് ഈ രീതിയിൽ പ്ലേസ്. ഇപ്പൊ അടുത്ത വീഡിയോ വരുന്നുണ്ട്, വീഡിയോ വരുന്ന സമയത്ത് കുറച്ചും കൂടി ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്നാലും പറയാം, വലത്തെ കൈ കൊണ്ട് ത്രോ ചെയ്യുന്ന ഫീൽഡർ വലത്തെ കാല് ബോളിന്റെ ലൈനിന്റെ റൈറ്റ് ആംഗിൾ ആയിട്ട് പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. ലോ ബോഡി ഹൈറ്റ്, ഇത്രയും സമയം പല സ്ലൈഡിലും സംസാരിച്ചു. ലോ ബോഡി ഹൈറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് നമ്മുടെ ഹിപ്പും നീയും ബെൻഡ് ചെയ്യുന്നതിലൂടെയാണ് നമ്മൾ ലോ ബോഡി ഹൈറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ആൻഡ് ഓപ്പൺ ദ ഫ്രണ്ട് ഹിപ്പ് ആൻഡ് ഷോൾഡർ സ്ലൈറ്റ്ലി, വലത്തെ കൈ കൊണ്ട് ത്രോ ചെയ്യുന്ന ഫീൽഡേഴ്സിന്റെ വലത്തെ കാല് ബോളിന്റെ ലൈനിന്റെ റൈറ്റ് ആംഗിൾ ആയിട്ട് പ്ലേസ് ചെയ്തു. ലെഫ്റ്റ് ലെഗ് ഫ്രണ്ടിലേക്ക് പ്ലേസ് ചെയ്തു. ലെഫ്റ്റ് ഹിപ്പും ഷോൾഡറും സ്ലൈറ്റ്ലി ഓപ്പൺ ചെയ്യുക, ക്ലീൻ പിക്കപ്പിന് വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യും. പിക്ക് ദ ബോൾ അണ്ടർ യുവർ ഐസ്, കണ്ണിന്റെ അടിയിൽ നിന്ന് വേണം നമ്മൾ ബോൾ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് ഹെഡ് ഷുഡ് ബി സ്റ്റഡി ആൻഡ് ടു ഹാൻഡ്സ്, രണ്ട് കൈയിൽ, അതായത് ലാർജർ സർഫേസ് ഏരിയ ബോളിന്റെ ബാക്കിൽ നമ്മൾ പ്രസന്റ് ചെയ്ത് തല സ്റ്റഡി ആക്കി വെച്ച് ലാസ്റ്റ് മൂമെന്റ് വരെ നമ്മൾ കൈയിലേക്ക് ബോൾ വാച്ച് ചെയ്തോണം നമ്മൾ ബോൾ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഹാൻഡ്സ് റിസീവ് ദ ബോൾ വിത്ത് എക്സ്റ്റെൻഡ് ആംസ് ആൻഡ് ഗിവ് വിത്ത് ദ ബോൾ. ഈ സോഫ്റ്റ് ഹാൻഡ്സ് നമ്മൾ ഏർലി സ്ലൈഡിൽ മെൻഷൻ ചെയ്തതാണ്. നമ്മൾ രണ്ട് കൈയും എക്സ്റ്റെൻഡ് ചെയ്യുക. എക്സ്റ്റൻഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, എനിക്ക് തോന്നുന്നു കൈയൊക്കെ കാണാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ എക്സ്റ്റൻഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആംസ് ഫുള്ളി എക്സ്റ്റെൻഡ് ചെയ്യാന്നുള്ളതല്ല. നമ്മളെ എൽബോസ് സ്ലൈറ്റ്ലി ഫ്ലെക്സ്ഡ് ആയിരിക്കും, പക്ഷെ ഇത്രത്തോളം എക്സ്റ്റെൻഡ് ആയിരിക്കും. ഐ തിങ്ക് ഇറ്റ്സ് വെരി ക്ലിയർ. എന്നിട്ട് വേണം എന്താ വെച്ചാൽ ബോൾ ഒരു സ്പീഡിൽ ട്രാവൽ ചെയ്ത് വരികയാണ്. അപ്പൊ സ്പീഡിൽ ട്രാവൽ ചെയ്ത് വരുന്നതിന്റെ ബോളിന്റെ സ്പീഡ് നമുക്ക് അബ്സോർബ് ചെയ്യാൻ വേണ്ടി ഈ എക്സ്റ്റെൻഡ് ചെയ്ത് റിസീവ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഹെൽപ്പ് ചെയ്യും. എനിക്ക് തോന്നുന്നു സംസാരിക്കുന്ന കാര്യം പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പം ഈ ഒരു പിക്ചർ കുറച്ചും കൂടെ ബെറ്റർ ക്ലാരിറ്റി തരും. ദിസ് ഇസ് എ റൈറ്റ് ആം ത്രോവർ, വലത്തെ കൈ കൊണ്ട് ത്രോ ചെയ്യുന്ന ഫീൽഡറാണ് ഇത്. യു ക്യാൻ സി നമ്മൾ ഏർലിയർ സ്ലൈഡിൽ സംസാരിച്ച വലത്തെ കൈ കൊണ്ട് ത്രോ ചെയ്യുന്ന ഫീൽഡർ വലത്തെ കാല് ബോളിന്റെ ലൈനിന്റെ റൈറ്റ് ആംഗിൾ ആയിട്ട് വെച്ചേക്കുന്നുണ്ട്. ആൻഡ് യു ക്യാൻ സി ദ ഫ്രണ്ട് ഹിപ്പ് ആൻഡ് ഷോൾഡർ ഇസ് ഓപ്പൺഡ് അപ്പ് സ്ലൈറ്റ്ലി ആൻഡ് ഈസ് പിക്കിംഗ് ദ ബോൾ അണ്ടർ ഹിസ് ഐസ്. കണ്ണിന്റെ അടിയിൽ നിന്നാണ് ബോൾ പിക്ക് ചെയ്യുന്നത്. യു ക്യാൻ സി ഹി ഹാസ് പ്രസന്റഡ് ബോത്ത് ഹിസ് ഹാൻഡ്സ് ബിഹൈൻഡ് ദ ബോൾ, രണ്ട് കൈയും ബോളിന്റെ ബാക്കിൽ, അതായത് ലാർജർ സർഫേസ് ഏരിയ ബോളിന്റെ ബാക്കിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദ നെക്സ്റ്റ് പോയിന്റ് യു ക്യാൻ സി ഹി ഹാസ് എക്സ്റ്റെൻഡഡ് ഹിസ് ഹാംസ്, രണ്ട് കൈയും നിവൃത്തി വെച്ചിട്ടാണ് ബോൾ റിസീവ് ചെയ്യുന്നത്. റൈറ്റ്?
അറ്റാക്കിംഗ് ഫീൽഡിങ്ങിന്റെ ഒരു വീഡിയോ കൂടെ നമുക്ക് കാണാം. ഈ മാക്സ്വെൽ അറ്റാക്കിംഗ് ഫീൽഡ് ചെയ്യുന്ന വീഡിയോ ആണിത്. You all know Maxwell is a right arm thrower, and you can see he's placing his right leg behind the ball, almost right ankle to the path of the ball, and you can see he's opening up his hip and front hip and shoulder slightly. The number one priority is to stop the ball. Gathering the ball. And you can see from where he's gathering the ball or receiving the ball is right under his eyes. കണ്ണിന്റെ അടിയിൽ നിന്നാണ് ബോൾ പിക്ക് ചെയ്യുന്നത്. And you can see he's extending his arms. രണ്ട് കൈയും എക്സ്റ്റെൻഡ് ചെയ്താണ് ബോൾ റിസീവ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു അറ്റാക്കിംഗ് ഫീൽഡിങ്ങിന്റെ ബുള്ളറ്റ് പോയിന്റ്സ് എക്സ്പ്ലെയിൻ ചെയ്തതും ക്ലിയർ ആയി എന്നുള്ളത്. അതിനുശേഷം കാണിച്ച ഒരു പിക്ചറും നിങ്ങൾക്ക് സംസാരിച്ച പോയിന്റിനോട് കുറച്ചും കൂടെ മാച്ച് ചെയ്യാൻ വേണ്ടി പറ്റുന്നു. വീഡിയോ കൂടി കണ്ട സമയത്ത് കുറച്ചും കൂടെ ബെറ്റർ ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. ആൻഡ് ഹിയർ കംസ് ദ ഡിഫെൻസീവ് ഫീൽഡിംഗ്. എപ്പോഴാണ് ഡിഫെൻസീവ് ഫീൽഡിംഗ് ചെയ്യുക, അല്ലെങ്കിൽ എങ്ങനെയാണ് ഡിഫെൻസീവ് ഫീൽഡിംഗ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു സ്ലൈഡിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ഇന്ന് കേരളം, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നോക്കുവാണെങ്കിൽ ഗ്രൗണ്ടിന്റെ സ്റ്റാൻഡേർഡ് ഒരുപാട് കൂടിയിട്ടുണ്ട്. ഇപ്പൊ നമ്മളൊക്കെ കളിച്ച സമയത്ത് ഗ്രൗണ്ടൊന്നും അല്ലെങ്കിൽ ഔട്ട്ഫീൽഡൊന്നും അത്രത്തോളം നല്ലതായിരുന്നില്ല. മിക്കപ്പോഴും നല്ല ഫീൽഡേഴ്സ് വെച്ച് ബാക്കിയുള്ളവരൊക്കെ കുറച്ചൊന്നും ഡിഫെൻസീവായിട്ട് ഫീൽഡ് ചെയ്യേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. നേരെ മറിച്ച് ഇന്ന് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ നല്ല ഒരുപാട് ഗ്രൗണ്ട്സ് ബിൽഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അതൊക്കെ തന്നെ ഫീൽഡിങ്ങിന്റെ സ്റ്റാൻഡേർഡ് കൂട്ടാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ധൈര്യത്തിൽ കോൺഫിഡന്റ് ആയിട്ട് ബോൾ അറ്റാക്ക് ചെയ്ത് പിടിക്കേണ്ട രീതിയിലേക്ക് നല്ല ഗ്രൗണ്ട് പ്ലേയേഴ്സിന് കോൺഫിഡൻസ് നൽകിയിട്ടുണ്ട്. അപ്പം പിന്നെ എപ്പോഴാണ് ഡിഫെൻസീവ് ഫീൽഡിങ് ചെയ്യാന്നുള്ളത്? ദ പോയിന്റ് നമ്പർ 1 ഞാൻ നേരത്തെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സ്മാർട്ട്നെസ് ഓഫ് എ ഫീൽഡർ. ഇപ്പൊ ഒരു ബോളിൽ 4 റൺ വേണം ജയിക്കാൻ വേണ്ടി. ഇപ്പൊ ലോങ് ഓഫിൽ ഫീൽഡ് ചെയ്യാണ്. ജസ്റ്റ് ഒരു എക്സാമ്പിൾ കോട്ടിയാണ് ഫീൽഡിംഗ് പൊസിഷനും ലോങ് ഓഫും ഇതൊക്കെ. അപ്പൊ ആ സമയത്ത് വെറുതെ പോയിട്ട് അറ്റാക്ക് ചെയ്ത് ഫീൽഡ് ചെയ്തതിന് പകരം നമ്മൾ ഡിഫെൻസീവ് ആയിട്ട് ഫീൽഡ് ചെയ്യാം. അല്ലെങ്കിൽ വെൻ ദ ബോൾ ഈസ് അപ്രോച്ചിങ് ടു ഫാസ്റ്റ്, വളരെ വേഗത്തിൽ ബോൾ വരുന്ന സമയത്ത് ചിലപ്പം അറ്റാക്ക് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ അത്രത്തോളം സേഫ് ആയിരിക്കും എന്ന് അറിയില്ല. എനിക്ക് തോന്നുന്നു സീനിയർ പ്ലേയേഴ്സ് അല്ലെങ്കിൽ കുറച്ച് നല്ല ഫീൽഡേഴ്സ് ഒക്കെ ഈസി ആയിട്ട് ചെയ്യും. നേരെ മറിച്ച് ഐ എം ടോക്കിംഗ് അബൌട്ട് ദ ബിഗിനേഴ്സ് ഓഫ് ദ ഫീൽഡേഴ്സ്, ദോസ് ഹു ആർ നോട്ട് അപ് ടു ദാറ്റ് സ്റ്റാൻഡേർഡ്. അവർ സ്റ്റാൻഡേർഡിലേക്ക് വരാത്ത ഫീൽഡേഴ്സിന് അത്രത്തോളം വെയിറ്റിൽ വരുന്ന അടി അല്ലെങ്കിൽ അത്രത്തോളം സ്പീഡിൽ ട്രാവൽ ചെയ്യുന്ന ബോൾ ഡിഫെൻസീവ് ആയിട്ട് ഫീൽഡ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ സേഫസ്റ്റ് ഓപ്ഷൻ. ആൻഡ് പോയിന്റ് നമ്പർ 2, ദ ഗ്രൗണ്ട് ഈസ് ഔട്ട്ഫീൽഡ് ഈസ് വെരി ബാഡ് വെൻ പ്ലേയിങ് ഇൻ ദ എന്താ പറയാ മോശം ഔട്ട്ഫീൽഡിൽ ഫീൽഡ് ചെയ്യുന്ന സമയത്ത് ചിലപ്പം എന്താ പറയാ ഫംബിൾസ് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അറ്റാക്ക് ചെയ്ത് ഫീൽഡ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ മുന്നിൽ കല്ലുണ്ടാവും. ഇപ്പം സാധാരണ ലോക്കൽ ക്രിക്കറ്റ് കളിക്കുന്ന സമയത്ത് എപ്പോഴും നമുക്ക് നല്ല ഗ്രൗണ്ട് കിട്ടിയെന്ന് വരില്ല. ഒരുപാട് അത്രയും പ്രിപ്പയർഡ് അല്ലാത്ത സ്കൂൾ ഗ്രൗണ്ട്സിലും അല്ലെങ്കിൽ പഞ്ചായത്തിന്റെ ഗ്രൗണ്ടിലൊക്കെ കളിക്കേണ്ടി വരും. ആ സമയത്തൊക്കെ ചിലപ്പോൾ ചരളും ഇതൊക്കെ ഉണ്ടാകാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോഴൊക്കെ സേഫ് ആയിട്ട് നമ്മൾ ഡിഫെൻസീവ് ഫീൽഡിംഗ് നമുക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ആൻഡ് സ്റ്റോപ്പിംഗ് ദ ബോൾ ആൻഡ് സേവിംഗ് റൺസ് ഇസ് ദ പ്രയോറിറ്റി. ഞാൻ നേരത്തെ ഡിസ്കസ് ചെയ്ത സെയിം പോയിന്റ് ആണ്. റൈറ്റ്. This defensive fielding is also known as long barrier. Long barrier defensive fielding same ആണ്. Here the body is the second line of defense. Defensive fielding ആണ് ഒരു ഫീൽഡർ അപ്രോച്ച് ചെയ്യുന്നതെങ്കിലും ആ ഫീൽഡർ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് കയ്യിൽ ക്ലീൻ ആയിട്ട് പിക്ക് ചെയ്യുക എന്നുള്ളതായിരിക്കണം. അല്ലാതെ ചില ഫീൽഡേഴ്സിനെ കാണാറുണ്ട് ഡിഫെൻസീവായിട്ട് അവിടെ ഇരിക്കും, കൈ ഒരിക്കലും ബോൾ പിടിക്കേണ്ട രീതിയിലേക്ക് പ്രസന്റ് ചെയ്യൂല, നേരെ മറിച്ച് കണ്ണ് ബോളിൽ ഇടിക്കുകയും ചെയ്യും, ബോഡിയിൽ എവിടെയെങ്കിലും കൊണ്ടിട്ട് ബോഡിന്റെ ഫ്രണ്ടിൽ ഇരിക്കട്ടെ എന്നുള്ള ഒരു ഇന്റൻഷനലി ഫീൽഡ് ചെയ്യുന്ന ഫീൽഡേഴ്സിനെ കണ്ടിട്ടുണ്ട്. അപ്പൊ ഡിഫെൻസീവ് ഫീൽഡിങ്ങിന് വേണ്ടിയിട്ടാണ് ഒരു ഫീൽഡർ പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ ഇറ്റ് ഷുഡ് ബി ഇൻ ദ അറ്റാക്കിംഗ് ഫ്രെയിം ഓഫ് മൈൻഡ് സെറ്റ് ആൻഡ് ഹി ഷുഡ് ബി തിങ്കിങ് ടു റിസീവ് ദ ബോൾ ഇൻ ഹിസ് ഹാൻഡ്സ് വെരി ക്ലീൻലി. കയ്യിൽ തന്നെ ബോൾ ഇരിക്കണം എന്നുള്ള ഇന്റൻഷനിൽ വേണം നമ്മൾ ഡിഫെൻസീവ് ഫീൽഡിങ് ചെയ്യാൻ വേണ്ടി. ഇൻ കേസ് കയ്യിൽ ബോൾ ഇരിക്കുന്നില്ലെങ്കിൽ ബോൾ നമ്മളെ ബോഡിന്റെ കാലിലെ തൈസിൽ അവിടെയും കൊണ്ട് നമ്മളെ പാസ് ചെയ്ത് പോത്തക്ക രീതിയിൽ, അതായത് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡിഫെൻസീവ് ഫീൽഡിങ് അല്ലെങ്കിൽ ലോങ് ബാരിയർ ചെയ്യുന്നത്. സോ ലോങ് ബാരിയർ ചെയ്യുന്ന സമയത്ത് ഇപ്പൊ അഗൈൻ ഐ എം ടോക്കിംഗ് റൈറ്റ് ആം ത്രോവർ, ലെഫ്റ്റ് നീ താഴെ തട്ടിയിട്ട് വേണം ഇരിക്കാൻ വേണ്ടിയിട്ട്. ബെൻ ഹിപ്സ് ആൻഡ് നീസ് ആസ് ലോ ആസ് പ്രാക്ടിക്കബിൾ. അപ്പൊ അടുത്ത ഇത് വരുന്നുണ്ട്, ഒരു പിക്ചർ വരുന്നുണ്ട്, ആ സമയത്ത് നിങ്ങൾ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് മനസ്സിലാവുന്ന പ്രതീക്ഷിക്കുന്നു. റൈറ്റ് ആം ത്രോവർ ഇടത്തെ കാലിന്റെ മുട്ട് താഴെ വെച്ചിട്ട് വേണം ഇരിക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ കീപ് യുവർ ഐസ് ഓൺ ദ ബോൾ,
ക്യാച്ച് ചെയ്യുന്ന സമയത്താണെങ്കിലും ശരി, ഗ്രൗണ്ട് ഫീൽഡിങ് ചെയ്യുന്ന സമയത്താണെങ്കിലും ശരി, കണ്ണെപ്പോഴും ബോളിലേക്ക് തന്നെ ഉണ്ടായിരിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. അഗെയിൻ യൂസ് 2 hands and give with the ball. 2 കൈ ലാർജർ കാച്ചിങ് ഏരിയ ബോളിലേക്ക് പ്രസന്റ് ചെയ്യുക. Give with the ball. Again talking about receiving the ball and always attempt to take the ball in the hands first. കയ്യിൽ തന്നെ ബോൾ ഇരിക്കണം എന്നുള്ള ഒരു ഇന്റൻഷനിലൂടെ, ആ ഒരു മൈൻഡ് സെറ്റിലൂടെ വേണം ഡിഫൻസീവ് ഫീൽഡിങ്ങിന് വേണ്ടിയിട്ട് അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്, ആ ഒരു സ്കില്ല് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. റൈറ്റ്. അഗെയിൻ ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് ആണ്, വലത്തെ കൈ കൊണ്ട് ത്രോ ചെയ്യുന്ന ഫീൽഡർ ഇടത്തെ മുട്ടോണം താഴെ തട്ടി ഇരിക്കുക എന്നുള്ളത്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇടത്തെ നീ, റൈറ്റ് ആം ത്രോർ ലെഫ്റ്റ് നീ താഴെ വെച്ച് ബോൾ പിക്ക് ചെയ്യുന്നതിലൂടെ ത്രോയിങ് പൊസിഷനിലേക്ക് ഫാസ്റ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് വിഷ്വലൈസ് ചെയ്ത് നോക്കിയാൽ മതി. വലത്തെ കൈ കൊണ്ട് ത്രോ ചെയ്യുന്ന ഫീൽഡർ വലത്തെ മുട്ട് താഴെ വെച്ച് ഇരുന്ന് കഴിഞ്ഞാൽ അഗെയിൻ ആ ഫീൽഡർക്ക് ത്രോയിങ് പൊസിഷനിലേക്ക് വരാൻ വേണ്ടി ഇറ്റ് വിൽ ടേക്ക് ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ്. ആ ഒരു ടൈം സേവിംഗ് ആണ് ക്രിക്കറ്റിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു റൺ ഔട്ട് ചാൻസും അല്ലെങ്കിൽ ഒരു റണ്ണും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ക്രിക്കറ്റിൽ ഇതേപോലത്തെ ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ്സിന്റെ ഇമ്പോർട്ടൻസ് നമ്മൾ ഇത്രയും കാലത്തെ നമ്മളെ എക്സ്പീരിയൻസ് വെച്ച് നമ്മൾ മനസ്സിലാക്കിയതാണ്. ഇഞ്ചസിന്റെ ഇമ്പോർട്ടൻസ് നമ്മൾ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ടും അതുകൂടാതെ റീസെന്റ് ആയിട്ട് കൺക്ലൂഡ് ആയിട്ടുള്ള IPL മാച്ചസ് കണ്ടതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റിയെന്നുള്ളത് പ്രതീക്ഷിക്കുന്നു. റൈറ്റ്. സോ ദിസ് ഈസ് ദ പിക്ചർ ഫോർ ദ ലോങ് ബാരിയർ. അഗൈൻ ഐ എം ടെല്ലിംഗ് ദിസ് ഈസ് ദ റൈറ്റ് ആം ത്രോവർ. വലത്തെ കൈ കൊണ്ട് ത്രോ ചെയ്യുന്ന ആളാണ്. ഇടത്തെ കാലിന്റെ മുട്ട് താഴെ വെച്ചിട്ടാണ് ഇരിക്കുന്നത്. മുട്ടും ഹിപ്പും ബെൻഡ് ചെയ്തിട്ടുണ്ട്. 2 കാലും തമ്മിൽ ചേർന്നിട്ടാണ് ഇരിക്കുന്നത്. 2 കാലിന്റെ ഇടയിൽ ഗ്യാപ്പില്ല. ബോർഡിന്റെ ഫ്രണ്ടിലാണ് കൈ ഇരിക്കുന്നത്. കയ്യിൽ തന്നെ ബോൾ റിസീവ് ചെയ്യാനുള്ള ഇന്റൻഷനോടുകൂടി കണ്ണിന്റെ നേരെ അടിയിൽ നിന്നാണ് ബോൾ പിക്ക് ചെയ്യുന്നത്. 2 കൈയും ബോളിന്റെ ബാക്കിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് യു ക്യാൻ സീ 2 കൈയും നിവർത്തി വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇത്ര ഡിസ്കസ് ചെയ്ത പോയിന്റ്സ് ഒക്കെ വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പിക്ചർ പെയിന്റ്സ് 1000 വേർഡ്സ് എന്ന് പറഞ്ഞ പോലെ ഈ പിക്ചർ കാണുന്നതിലൂടെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ഫീൽഡിങ്. ഫീൽഡിങ്ങിനെ കുറിച്ചിട്ട് വളരെ ബ്രീഫായിട്ട് പറഞ്ഞു പോയിട്ടുണ്ട്. ഐ ഹാവ് ടേക്കൺ 40 minutes, 40 മിനിറ്റിൽ സെഷൻ ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പൊ ഫീൽഡിങ്ങിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ, ഇത്രയും നേരം നമ്മൾ സംസാരിച്ചതിൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ചെയ്യാം. അതിനുശേഷം നമ്മൾ വിക്കറ്റ് കീപ്പിങ്ങിന്റെ ബേസിക്സിനെ കുറിച്ചിട്ട് വളരെ ഷോർട്ടായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്ത് വൈൻഡ് അപ്പ് ചെയ്യാം. കോച്ചസ്, ഫീൽഡിംഗിൽ എനി ഡൗട്ട്സ് ഉണ്ടോ നിങ്ങൾക്ക്? പ്ലീസ് ബി ഫ്രീ ടു ആസ്ക്. നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഗ്രൗണ്ട് ഫീൽഡിങ്ങിൽ കവർ ചെയ്തിട്ടുള്ളത്. അറ്റാക്കിംഗ് ഫീൽഡിങ്ങും ഡിഫൻസീവ് ഫീൽഡിങ്ങും ഒക്കെ നിങ്ങൾക്കറിയാം. ഇപ്പം ഫീൽഡിങ്ങിന്റെ സ്റ്റാൻഡേർഡ് ഒരുപാട് മാറി. ഡൈവിംഗ് ഫീൽഡിങ്ങും സ്ലൈഡ് ചെയ്ത് ഫീൽഡ് ചെയ്യുന്നതും അങ്ങനെ ഒരുപാട് മെത്തേഡ്സും അഡ്വാൻസ് ടെക്നിക്സ് ഒക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ മുകളിലോട്ട് പോകുന്ന കോഴ്സസിൽ അതിനെ കുറിച്ചിട്ടൊക്കെ സംസാരിക്കും. പക്ഷേ ആസ് എ ഫീൽഡിംഗ് കോച്ച് ഞാൻ ഫീൽഡിങ്ങിന്റെ സ്പെഷ്യലൈസ്ഡ് കോഴ്സും എന്നൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ബേസിക്സ് നമ്മൾ എത്രത്തോളം തറവാണ്, അല്ലെങ്കിൽ ബേസിക്സിനെ കുറിച്ചിട്ടുള്ള നമ്മളെ ക്ലാരിറ്റി എത്രത്തോളം ഉണ്ട്, ഇതിന്റെ മുകളിൽ നമ്മൾ ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫൗണ്ടേഷൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുള്ളതിൽ യാതൊരുവിധ ഡൗട്ടും ഇല്ല. കേരള ഈസ് നോൺ ഫോർ ഇറ്റ്സ് ഫീൽഡിംഗ് ഓൾസോ. ബേസിക് അത്ലറ്റ്സ് ആണ്, എല്ലാവരും നാച്ചുറൽ അത്ലറ്റ്സ് ആണ്. അപ്പം നമുക്ക് നല്ല ഫീൽഡേഴ്സിനെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഫീൽഡറെ നല്ല രീതിയിലേക്ക് മോൾഡ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോരുത്തർക്കും വലിയ പങ്കുണ്ട്. അപ്പം ഇപ്പോൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്യുന്നതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം, ഡിസ്കസ് ചെയ്യാം. വെരി ഓപ്പൺ. സർ, ഷുക്കൂറാണ്. ഷുക്കൂർ, ഹൗ ആർ യു? ഫൈൻ. ബേസിക്സിൽ പറഞ്ഞിട്ടിരിക്കുന്ന ഫീറ്റ് അപ്രോക്സിമേറ്റ്ലി ഷോൾഡർ വിത്ത് അപ്പാർട്ട് എന്ന് പറഞ്ഞില്ല. അപ്പൊ അതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് പറയുമോ? വെരി വെരി ഗുഡ് ക്വസ്റ്റ്യൻ ഷുക്കൂർ. നമ്മൾ ആസ് എ ഫീൽഡർ ഓർ ആസ് എ ബാറ്റ്സ്മാൻ നമ്മൾ ബേസപ്പ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു പവർ പൊസിഷനിലേക്ക് വരുന്ന സമയത്ത് 2 കാര്യമാണ് മെയിൻ ആയിട്ട്. ഒന്ന്, നമ്മുടെ ബോഡിക്ക് നല്ല ബാലൻസ്ഡ് വേണം. 2, നമ്മുടെ ബോഡി നല്ല മൊബൈലും ആയിരിക്കണം. അതായത് മൂവ്മെന്റ്സ് ഫാസ്റ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് പറ്റണം. അപ്പൊ നമ്മളെ 2 കാലും എത്രത്തോളം വൈഡായിട്ട് സ്പ്രെഡ് ചെയ്ത് വെക്കുന്നത് നമ്മുടെ ബോഡി അത്രത്തോളം ബാലൻസ്ഡ് ആയിരിക്കും. നേരെ മറിച്ചിട്ട് നമ്മുടെ മൂവ്മെന്റ്സ് സ്ലോ ആകാൻ വേണ്ടിയിട്ട് ആ ഒരു വൈഡ് ബേസ് നമ്മുടെ മൂവ്മെന്റ്സ് സ്ലോ ആക്കും. തീരെ നാരോ ആയിട്ട് നമ്മൾ പ്ലേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നേരെ മറിച്ച് നമ്മുടെ ബോഡിന്റെ സ്റ്റെബിലിറ്റി, അതായത് ആ ഒരു ബാലൻസ് ചിലപ്പം കുറയാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പൊ ഷോൾഡർ വിഡ്ത്തിൽ, അതായത് ജസ്റ്റ് സ്ലൈറ്റ്ലി മോർ ദാൻ ഷോൾഡർ വിഡ്ത്തിൽ, നമ്മുടെ ബുള്ളറ്റ് പോയിന്റ്സിൽ പറഞ്ഞ പോലെ അപ്രോക്സിമേറ്റ്ലി ഷോൾഡർ വിഡ്ത്തിലേക്ക് 2 കാലും പ്ലേസ് ചെയ്യുന്നതിലൂടെ
ബോഡിക്ക് നല്ല സ്റ്റെബിലിറ്റി, അതായത് ബാലൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതുകൂടാതെ ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യും. ഓക്കെ, താങ്ക് യു. സുഗൂർ മനസ്സിലായി? ഓക്കെ, മനസ്സിലായി. താങ്ക് യു. Any more questions? ഓക്കെ, ചോദിച്ചോ. സാറേ, നമ്മൾ ബോൾ ത്രോ ചെയ്യുമ്പോഴില്ലേ, ഫീൽഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പൊ ഭയങ്കര പെയിൻ നമ്മുടെ ഷോൾഡറിൽ ഉണ്ടാകുന്നുണ്ട്. അത് കറക്റ്റ് ആയിട്ട് ത്രോ ചെയ്യേണ്ട എങ്ങനെയാണെന്ന് പറയാമോ? അത് ത്രോയിങ് ടെക്നിക്ക് ചിലപ്പം കറക്റ്റ് ആവാത്തോണ്ടായിരിക്കും. ത്രോയിങ്ങിന്റെ സെഷൻ നമ്മൾ നാളെ എടുക്കുന്നതായിരിക്കും. ത്രോയിങ്ങിന്റെ പ്രസന്റേഷൻ ഉണ്ട് നാളെ. അപ്പൊ ആ സമയത്ത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. ഓക്കെ സാർ, ഓക്കെ സാർ. താങ്ക് യു ഫോർ യുവർ ക്വസ്റ്റ്യൻ. നാളെ നമുക്ക് ത്രോയിങ്ങും ക്യാച്ചിങ്ങും നാളെയാണ് കവർ ചെയ്യുന്നത്. അതും ഫീൽഡിങ്ങിന്റെ ആസ്പെക്ട് തന്നെയാണ്. അപ്പൊ ത്രോയിങ് ക്യാച്ചിങ് റിലേറ്റഡ് ആയ ക്വസ്റ്റ്യൻസ് നമുക്ക് നാളെ ചോദിക്കാം. ഫീൽഡിങ്ങിൽ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഗ്രൗണ്ട് ഫീൽഡിംഗ് ആണ് ഇന്ന് മസർ കവർ ചെയ്തത്, ഗ്രൗണ്ട് ഫീൽഡിംഗ് മാത്രം. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ വിക്കറ്റ് കീപ്പിംഗിന്റെ ചെറിയൊരു സെഷൻ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, സോ മദർ വി ക്യാൻ ഗോ ഓൺ ടു വിക്കറ്റ് കീപ്പിംഗ്. ഓക്കെ, ഫൈൻ. സോ നമുക്ക് വിക്കറ്റ് കീപ്പിങ്ങിനെ കുറിച്ചിട്ട് വളരെ ബ്രീഫായിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് ജസ്റ്റ് ഒന്ന് ടച്ചപ്പ് ചെയ്തിട്ട് ഞാൻ ഈ സെഷൻ വൈൻഡപ്പ് ചെയ്യാം. നമുക്കറിയാം, ഇതിലുള്ള എനിക്ക് തോന്നുന്നു എല്ലാവരും കളിച്ചവരായിരിക്കും. അപ്പം വിക്കറ്റ് കീപ്പർ ഒരു ടീമിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത്, ഒരു വിക്കറ്റ് കീപ്പറെ കുറിച്ച് പറയുകയാണെങ്കിൽ വിക്കറ്റ് കീപ്പർ ഇസ് ദ എൻജിൻ ഓഫ് ദ ടീം, അല്ലെങ്കിൽ ഒരു ആക്ടിങ് ക്യാപ്റ്റൻ ഓഫ് ദ ടീം. ഒരു ജെന്യൂൻ ക്യാപ്റ്റൻ ടീമിൽ ഉണ്ടാവുകയാണെങ്കിലും ഒരു നമ്മൾ ഫീൽഡിൽ ഇറങ്ങിക്കാൻ ഒരു ടീമിലെ മുന്നോട്ടേക്ക് നയിക്കേണ്ടതിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന ഒരാളാണ് വിക്കറ്റ് കീപ്പർ എന്നുള്ളത്. ഓക്കെ, അതേപോലെ തന്നെ ഗ്രൗണ്ടിൽ ഏറ്റവും നല്ല ബെസ്റ്റ് പൊസിഷനിൽ നിന്നിട്ട് എല്ലാ കാര്യങ്ങളും ജഡ്ജ് ചെയ്യാൻ പറ്റുന്നത് ഒരു വിക്കറ്റ് കീപ്പർക്കാണ്. ഒരു ബോളറെ റണ്ണപ്പ് മുതൽ ബാറ്റ്സ്മാന്റെ മൂവ്മെന്റ്സ് മുതൽ ഓരോ ഫീൽഡേഴ്സ് നിൽക്കുന്ന ആംഗിൾസ് മുതൽ ബാറ്റ്സ്മാൻമാർ പ്രസന്റ് ചെയ്യുന്ന ബാറ്റിന്റെ ഫേസ് മുതൽ ഈച്ച് ആൻഡ് എവറി മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങളും ഒപ്പിയെടുക്കാൻ പറ്റുന്ന ബെസ്റ്റ് പൊസിഷനിൽ നിൽക്കുന്ന ആളാണ് വിക്കറ്റ് കീപ്പർ. അപ്പൊ നല്ല പൊസിഷനിൽ നിന്ന് കാര്യങ്ങൾ ഒപ്പിയെടുത്ത് ക്യാപ്റ്റനിക്കും അതേപോലെ ബോളർക്കും മെസ്സേജസ് പാസ് ചെയ്യാനും നമ്മളെ ഫീൽഡിംഗ് ടീമിന് വിക്കറ്റ്സ് നേടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാനും വേണ്ടി ഒരുപാട് പങ്കുവഹിക്കാൻ പറ്റുന്ന ആളാണ് വിക്കറ്റ് കീപ്പർ. നമ്മളൊക്കെ പണ്ട് കാലത്ത് കളിച്ച മാച്ചസിലൊക്കെ നമുക്ക്, അല്ലെങ്കിൽ ഇപ്പോഴും കണ്ടുകൊണ്ടും കളിച്ചുകൊണ്ടിരിക്കുന്ന മാച്ചസിൽ അറിയാം, ചിലപ്പോൾ വിക്കറ്റ് കീപ്പർ മോശമാവുന്നതിലൂടെ കളി തോക്കേണ്ട ഒരു അവസ്ഥയിലൊക്കെ പോവാറുണ്ട്. ചിലപ്പോൾ നല്ല രീതിയിൽ ബോൾ ചെയ്യുന്നുണ്ടാവും, നേരെ വെച്ചാൽ ബൈസ് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ വിക്കറ്റ് കീപ്പർ മിസ്സാകുന്ന 1 or 2 ക്യാച്ച് കൊണ്ടായിരിക്കും ചിലപ്പം കളി തോക്കുന്നത്. ചിലപ്പം എന്താ പറയാ, ഒരു താങ്ക്ലെസ് ജോബാണ് ബേസിക്കലി വിക്കറ്റ് കീപ്പിംഗ് എന്ന് പറയുന്നത്. 50 ഓവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 300 ബോളിന്റെ കളിയാണ്, അല്ലെങ്കിൽ 90 ഓവേഴ്സ് എന്ന് പറഞ്ഞാൽ 540 ബോൾസിന്റെ കളിയാണ്. അപ്പൊ 540 ബോളോളം സ്പോട്ട് അടിക്കണം ഒരു വിക്കറ്റ് കീപ്പർ ഓരോ ബോളിന്റെ ഇടയിലും. ഓരോ ബോൾ കഴിഞ്ഞാലും സ്റ്റമ്പിന്റെ ബാക്കിലേക്ക് ഫാസ്റ്റ് ആയിട്ട് ഓടിയെത്തണം. ഓരോ ബോളിലും ഫീൽഡേഴ്സ് എല്ലാം കറക്റ്റ് ആംഗിളിൽ തന്നെയാണ് നിൽക്കുന്നത് എന്നുള്ളത് നോക്കി മനസ്സിലാക്കാൻ വേണ്ടി പറ്റണം. അപ്പോൾ ഒരുപാട് എഫേർട്ട് ഫിസിക്കലിയും മെന്റലിയും എല്ലാം എടുക്കേണ്ട ഒരാളാണ് വിക്കറ്റ് കീപ്പർ. അപ്പൊ ഒരു വിക്കറ്റ് കീപ്പറെ നല്ല രീതിയിൽ ട്രെയിൻ ചെയ്യുക എന്നുള്ളത് ആസ് എ കോച്ചസ്, അല്ലെങ്കിൽ വിക്കറ്റ് കീപ്പർക്ക് അതിന് മാത്രം സെപ്പറേറ്റ് ടൈം സ്പെൻഡ് ചെയ്യുക എന്നുള്ളത് ആസ് എ കോച്ചസ് നമ്മളെ ഉത്തരവാദിത്തമാണ്. അപ്പൊ ഫസ്റ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ക്രൗച്ച് ആണ്, എങ്ങനെ വിക്കറ്റ് കീപ്പർ ഇരിക്കുക എന്നുള്ളത്. അപ്പം ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും പോകുന്നില്ല. എന്താണെന്ന് വെച്ചാല് O level കോഴ്സിൽ നിങ്ങളെ എന്താ പറയുക, ഇപ്പം ഇത്തിരി നേരം ചെയ്ത പോലത്തെ പ്രസന്റേഷനിലിട്ട് കാര്യങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി പറ്റുന്നേ ഉള്ളൂ. അപ്പൊ വിക്കറ്റ് കീപ്പർ എങ്ങനെ ഇരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ്. അഗൈൻ ബാലൻസും കംഫർട്ടബിൾ ആയിട്ടുള്ള പൊസിഷനിൽ വേണം വിക്കറ്റ് കീപ്പർ ഇരിക്കാൻ വേണ്ടിയിട്ട്. ബോളറെ റണ്ണപ്പ് മുതൽ കറക്റ്റ് ആയിട്ട് കാണുന്ന രീതിയിൽ വേണം വിക്കറ്റ് കീപ്പർ ഫുൾ സ്കോട്ട് അടിച്ചിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്. റൈറ്റ്. ചില വിക്കറ്റ് കീപ്പേഴ്സ് ജൂനിയർ കാറ്റഗറീസ് അല്ലെങ്കിൽ ബിഗിനേഴ്സ് ചിലപ്പോൾ സ്റ്റമ്പിന്റെ പിറകിലൊക്കെ പോയിട്ട് ഇരിക്കുന്ന കാണാം. എന്നിട്ട് തല ഇങ്ങനെ വെളിയിലിട്ട് ബോൾ വരുന്നുണ്ടോ, ബോൾ എവിടെ എത്തി, ഇങ്ങനത്തെ കാര്യങ്ങൾ നോക്കുന്ന കാണാം. ചില വിക്കറ്റ് കീപ്പേഴ്സ് ബോൾ പിടിക്കുന്നതിന് മുന്നേ ബാലൻസ് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഫുൾ സ്കോട്ട് അടിച്ചിട്ട് നമ്മൾ കംഫർട്ടബിൾ ആയിട്ടുള്ള ബാലൻസ് പൊസിഷനിൽ ബോൾ റണ്ണപ്പ് മുതൽ കറക്റ്റ് ആയിട്ട് ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഒരു വിക്കറ്റ് കീപ്പർ ഇരിക്കാൻ വേണ്ടിയിട്ട്. റൈറ്റ്. പിന്നെ ഗ്ലൗ വർക്ക്, 2 കൈയും ചേർത്ത് വെച്ച്, ഞാൻ നേരത്തെ ഗ്രൗണ്ട് ഫീൽഡിങ്ങിൽ പറഞ്ഞ പോലെ തന്നെ ബോളിന്റെ ബാക്കിൽ മാക്സിമം ഏരിയ പ്രസന്റ് ചെയ്യുന്ന രീതിയിൽ വേണം കപ്പ് ഷേപ്പിൽ ഈ റിസ്റ്റ് ബ്രേക്ക് ചെയ്തിട്ട് വിക്കറ്റ് കീപ്പർ കൈ പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. റൈറ്റ്. ഇതിലൊന്നും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല, നമുക്ക് O level കോഴ്സിൽ കൂടുതൽ സംസാരിക്കാം.
അതേപോലെ തന്നെ പിന്നെ വരുന്നതാണ് ഫുട് വർക്ക്. അപ്പൊ ഫാസ്റ്റ് ബോളേഴ്സിനൊക്കെ മൂവ് ചെയ്യുന്ന സമയത്ത് സ്ട്രൈറ്റ് ലൈനിൽ വേണം മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അഗെയിൻ മൂവ് ചെയ്യുന്ന സമയത്ത് രണ്ട് കാലിന്റെ മുട്ട് ബെൻഡ് ചെയ്ത് തല സ്റ്റഡിയാക്കി വെച്ചിട്ട് ഒരേ പ്ലെയിനിൽ തല വെച്ചിട്ട് വേണം മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ കോമൺ ആയിട്ട് കാണുന്നതാണ് ഇങ്ങനെ ജർക്ക് ചെയ്തൊക്കെ മൂവ് ചെയ്യുന്നത്. അഗെയിൻ ജർക്ക് ചെയ്ത് മൂവ് ചെയ്യുന്നതിലൊന്നും തെറ്റില്ല. പക്ഷെ അതിലൂടെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്താന്നുള്ളത് കറക്റ്റായിട്ട് ബോള് എങ്ങോട്ടാണ് വരുന്നത് ആ ഒരു മെസ്സേജ് റിസീവ് ചെയ്യാൻ വേണ്ടി പാടാണ്. ആ ഒരു മെസ്സേജ് റിസീവിങ് കറക്റ്റായിട്ട് നടന്നില്ലെങ്കിൽ ഗ്ലൗ പ്രസന്റേഷൻ മോശമാനുള്ള ചാൻസ് ഉണ്ട്. നമുക്ക് ഒരു ക്യാച്ച് മിസ് ആവാൻ, ചിലപ്പം ബൈസ് വിടാം, അങ്ങനത്തെ കാര്യങ്ങളിലായിരിക്കും എൻഡ് അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. നൗ കംസ് ദ കോൺസെൻട്രേഷൻ പാർട്ട്. ഈ ഫുട് വർക്കിനെ കുറിച്ചൊക്കെ ഒരുപാട് സംസാരിക്കാനുണ്ട്. ഫീൽഡിൽ വിക്കറ്റ് കീപ്പേഴ്സ് ഫേസ് ചെയ്യുന്ന ഒരുപാട് ചാലഞ്ചസ് ഉണ്ട്. അത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡ്രിൽസിനെ കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ എത്രത്തോളം കീനായിട്ട് ഓരോ ആൾക്കാരും കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടും ഡെയിലി നമ്മൾ ഗ്രൗണ്ടിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി പറ്റും. ഒരു ഡോക്ടർ ഹോസ്പിറ്റലിൽ പോകുന്ന പോലെയാണ്. ഓരോ രോഗങ്ങളുമായിട്ട് പേഷ്യൻസ് വന്നുകൊണ്ടേയിരിക്കും. അതേപോലെ നമ്മൾ ഗ്രൗണ്ടിൽ സ്ഥിരമായിട്ട് നമ്മൾ ഒരു കീനായിട്ട് ലേൺ ചെയ്യാനുള്ള ഒരു ഇന്റൻഷൻ കാണിച്ച് നിൽക്കുകയാണെങ്കിൽ മൈന്യൂട്ടായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനും അതുകൂടാതെ അതെങ്ങനെ ഓവർകം ചെയ്യാനുള്ള സൊല്യൂഷൻസ് കുട്ടിയെ കൊടുക്കുക എന്നുള്ളത് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നേ ഉള്ളൂ. ആൻഡ് കോൺസെൻട്രേഷൻ പ്ലേസ് എ വെരി ഇമ്പോർട്ടൻറ്റ് റോൾ. ഇപ്പോൾ നല്ല ബാറ്റ്സ്മാൻ ആണെങ്കിലും ബോളർ ആണെങ്കിലും ഫീൽഡർ ആണെങ്കിലും പ്രോപ്പർ ഗുഡ് സോളിഡ് ടെക്നിക്കൊക്കെ ഉണ്ടെങ്കിലും നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട സമയത്ത് കോൺസെൻട്രേറ്റ് ചെയ്തില്ലെങ്കിൽ മിസ്റ്റേക്സ് സംഭവിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പം എപ്പം കോൺസെൻട്രേഷൻ ഓൺ ചെയ്യണം, എപ്പം കോൺസെൻട്രേഷൻ സ്വിച്ച് ഡൗൺ ചെയ്യണം, എപ്പം കോൺസെൻട്രേഷൻ സ്വിച്ച് ഓഫ് ചെയ്യണം എന്നുള്ളത് ആസ് എ കോച്ചസ് നമ്മൾ മനസ്സിലാക്കി അത് കുട്ടികളിലേക്ക് കൺവേ ചെയ്യേണ്ട കാര്യമാണ്. നമുക്കറിയാം ലോങ്ങർ വേർഷൻ ഓഫ് കളിയാണ് നമ്മളെ ക്രിക്കറ്റ് എന്നുള്ളത്. ബാക്കി നമ്മളിപ്പോൾ ഹോക്കി എടുത്തു കഴിഞ്ഞാലും ഫുട്ബോൾ എടുത്തു കഴിഞ്ഞാലും ബാസ്കറ്റ് ബോൾ എടുത്തു കഴിഞ്ഞാലും ടേബിൾ ടെന്നീസ് എടുത്തു കഴിഞ്ഞാലും വാട്ട് എവർ ഗെയിം നമ്മൾ എടുത്തു കഴിഞ്ഞാലും അതൊക്കെ വളരെ ചെറിയ ഡ്യൂറേഷനിൽ മാത്രമുള്ള ഗെയിമാണ്. നേരെ മറിച്ച് ക്രിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ 5 ദിവസത്തെ കളിയാണ്, അല്ലെങ്കിൽ 6 മണിക്കൂറത്തെ കളിയാണ്. ഈ 6 മണിക്കൂർ എന്ന് പറഞ്ഞാൽ ആക്ച്വൽ ആക്ഷൻ നടക്കുന്നത് വളരെ കുറച്ച് സമയത്തേ ഉള്ളൂ. ഓൾമോസ്റ്റ് 90% ഓഫ് ദ ടൈം ഗെയിം ഈസ് ഡെഡ്. നമുക്കറിയാം ഒരു ബോളർ കയ്യിൽ നിന്ന് ബോൾ റിസീവ് ചെയ്ത് ബാറ്റ്സ്മാൻ അടിച്ച് ആ ബോൾ ഫീൽഡർ പിടിച്ച് തിരിച്ച് ത്രോ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എത്ര സമയമുണ്ട്? ഈ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നടക്കുന്നതിനെക്കാട്ടി എത്രയോ മടങ്ങ് ടൈം കൂടുതലാണ് ഒന്നും നടക്കാത്ത ടൈം. അപ്പൊ ആ സമയത്ത് കോൺസെൻട്രേഷൻ അവിടെ ഇവിടെയും പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പൊ ആ ഒരു പീരീഡിൽ കോൺസെൻട്രേഷൻ നമ്മൾ സ്വിച്ച് ഡൗൺ ചെയ്ത് വെക്കാം. എഗെയിൻ ആസ് എ ഫീൽഡർ ഒരു ബാറ്റ്സ്മാൻ ബാറ്റ് ചെയ്യാൻ വേണ്ടി റെഡി ആവണം. ബോളർ ക്രീസിലേക്ക് റെഡി പൊസിഷനിൽ ബോൾ ചെയ്യേണ്ട റെഡി പൊസിഷനിലേക്ക് വന്നു, ബോൾ റിസീവ് ചെയ്തു, ബോൾ റിലീസ് ചെയ്തു, ബാറ്റ്സ്മാൻ അടിക്കും. ആ ഒരു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് ആ ഒരു സെക്കൻഡ്സിൽ മാത്രമാണ് നമ്മൾ ആസ് എ ഫീൽഡർ സ്വിച്ച് ഓൺ ചെയ്ത് വെക്കേണ്ട കാര്യമുള്ളൂ. വൺസ് ബോൾ പിടിച്ച് എഗെയിൻ ടാർഗറ്റിലേക്ക് ത്രോ ചെയ്തു, വിക്കറ്റ് കീപ്പർക്കോ അല്ലെങ്കിൽ ബോളിംഗ് എൻഡിലേക്കോ ത്രോ ചെയ്ത് എഗെയിൻ സ്വിച്ച് ഡൗൺ ചെയ്ത് വെക്കാം. അവിടെയും നമ്മൾ ഫൈൻ ഫോക്കസ് ചെയ്ത് എന്താ നടക്കുന്നതെന്നുള്ള കാര്യങ്ങൾ നോക്കി ഇറ്റ് വിൽ നോട്ട് ലാസ്റ്റ് ലോങ്. ആവശ്യമുള്ള സമയത്ത് നമുക്ക് കോൺസെൻട്രേഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പാടായിരിക്കും. അപ്പം ഈ സ്വിച്ച് ഡൗൺ ചെയ്ത് വെക്കുന്ന സമയത്ത്, അതായത് ബിറ്റ്വീൻ ദ ഡെലിവറീസ്, ബിറ്റ്വീൻ ദ ഓവേഴ്സ്, നമ്മൾ കോൺസെൻട്രേഷൻ സ്വിച്ച് ഡൗൺ ചെയ്യുന്ന സമയത്തും സ്മാർട്ടായിട്ടുള്ള ഫീൽഡേഴ്സ് എന്ത് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങൾ ഈ സറൗണ്ടിങ്സിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, ബാറ്റ്സ്മാൻമാരുടെ ഇന്റൻഷൻ എന്താണ്, അല്ലെങ്കിൽ അടുത്തുള്ള ഫീൽഡർ എൻ്റെ അടുത്തടുത്ത് വരുന്നുണ്ടോ, അല്ലെങ്കിൽ ഞാനും അടുത്തുള്ള ഫീൽഡറും നമ്മളെ ഗ്യാപ്പ് എത്രയാണ്. അപ്പൊ ഈ ഒരു അവയർനെസ് ഒക്കെ, അല്ലെങ്കിൽ ഏതൊക്കെ ഭാഗത്ത് കുറച്ച് ബമ്പി ആയിട്ടുണ്ട് ഔട്ട് ഫീൽഡ്, അപ്പോൾ ഈ കാറ്റ് എങ്ങോട്ടേക്കാണ് ഉള്ളത്, ചിലപ്പോൾ രാവിലെ മുതൽ ഉച്ച വരെയുള്ള സെയിം ഡയറക്ഷനിലായിരിക്കില്ല, ചിലപ്പോൾ കാറ്റ് ഉച്ചയ്ക്ക് ശേഷം. ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനെല്ലാം വേണ്ടിയിട്ട് ഈ ഒരു ടൈം, അതായത് സ്വിച്ച് ഡൗൺ ചെയ്ത് ബിറ്റ്വീൻ ദ ഡെലിവറീസ് ഉള്ള ടൈം അല്ലെങ്കിൽ ബിറ്റ്വീൻ ദ ഓവേഴ്സ് ഉള്ള ടൈം നമ്മൾ നല്ല ഫീൽഡേഴ്സ് അപ്പം ഈ ഒരു സമയത്ത് യൂസ് ചെയ്യും. പിന്നെ വരുന്നത് സ്വിച്ച് ഓഫ് ആണ്. ഇപ്പം ഡ്രിങ്ക്സ് ഇന്റർവെല്ല് സ്വിച്ച് ഓഫ് ചെയ്യാം, അതേപോലെ തന്നെ ഇന്നിങ്സ് ലഞ്ച് ബ്രേക്ക് ഇന്റർവെൽസ് ആ സമയത്ത് നമ്മൾ സ്വിച്ച് ഡൗൺ ചെയ്യും. എൻഡ് ഓഫ് ദി ഡേസ് പ്ലേ ഈ സമയത്തൊക്കെ നമ്മൾ സ്വിച്ച് ഡൗൺ ചെയ്യും. അപ്പൊ സ്മാർട്ടായിട്ട് കോൺസെൻട്രേഷൻ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്ന സമയത്താണ് കൂടുതൽ സമയത്ത് നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാൻ, കോൺസെൻട്രേഷൻ നന്നായാലൂടെ സ്കില്ല് നമുക്ക് നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യാൻ. അപ്പം ഇത്രയും ബ്രീഫായിട്ട് ഞാൻ വിക്കറ്റ് കീപ്പിനെ കുറിച്ച് പറഞ്ഞിട്ട് നിർത്തുകയാണ്. എനിക്കറിയാം ഒരുപാട് വിക്കറ്റ് കീപ്പിങ്ങിനെ കുറിച്ചുള്ള ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടാവും. അപ്പം ഓ ലെവൽ കോച്ച് എടുക്കുന്ന സമയത്ത് വിക്കറ്റ് കീപ്പിങ്ങിന്റെ പ്രസന്റേഷനും കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷനും നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ടിനു സർ. Yes, Nasir, thank you. Very informative class on fielding and വിക്കറ്റ് കീപ്പിങ്ങിനെ പറ്റി നമ്മൾ
ഒരു ബ്രീഫ് മാത്രം പറഞ്ഞുള്ളൂ. എന്ന് വെച്ചാൽ ഈ കോഴ്സിൽ നമ്മൾ വിക്കറ്റ് കീപ്പിംഗിന്റെ ഡീറ്റെയിൽസ് കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നുവെച്ചാൽ വിക്കറ്റ് കീപ്പിംഗ് തനിയെ തന്നെ വലിയൊരു ടോപ്പിക്കാണ്. അപ്പൊ അതില് കൂടുതൽ സമയത്തിന്റെ ആവശ്യമുണ്ട് വിക്കറ്റ് കീപ്പിംഗ് നമുക്ക് കവർ ചെയ്യണമെങ്കിൽ. അതുകൊണ്ട് വളരെ ബ്രീഫായിട്ട് നമ്മളൊരു ബേസിക് ഒരു ഐഡിയോളജി മാത്രമേ തരാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. എനിവേ ഫീൽഡിംഗ് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്യുന്നുണ്ട്. ഇന്നും നാളെയായിട്ട് ഫീൽഡിംഗ് കവർ ചെയ്യുന്നുണ്ട്. അപ്പം എന്തെങ്കിലും ഡൗട്ട് ഇന്നത്തെ ഗ്രൗണ്ട് ഫീൽഡിങ്ങിനെ പറ്റി ചോദിക്കാനുണ്ടെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഒരു 5 മിനിറ്റ് അതിനായിട്ട് നമുക്ക് മാറ്റിവെക്കാം. എനി ഡൗട്ട്സ് ഓൺ ഗ്രൗണ്ട് ഫീൽഡിംഗ് ഓർ വിക്കറ്റ് കീപ്പിംഗിലും നിങ്ങൾക്ക് എന്തെങ്കിലും ബേസിക്സിനെ പറ്റി അറിയാനുണ്ടെങ്കിൽ അതും നമുക്ക് കവർ ചെയ്യാവുന്നതാണ്. നോ പ്രോബ്ലം. എനിക്കൊന്ന് ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ലാന്ന് തോന്നുന്നു. സോ ഐ തിങ്ക് നിങ്ങൾക്ക് ക്ലാസ്സിനെ പറ്റി എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എഴുതി അറിയിക്കാവുന്നതാണ്. അല്ലെങ്കിൽ മെസ്സേജ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക, അല്ലെങ്കിൽ പയസിനെ അറിയിച്ചാലും മതി. ഒന്നെങ്കിൽ ഞങ്ങളുടെ സ്പീഡ് കുറയ്ക്കണമെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ എക്സ്പ്ലനേഷൻ വേണമെങ്കിലോ എന്തെങ്കിലും രീതിയിലുള്ള ഫീഡ്ബാക്ക് വേണമെങ്കിൽ പ്ലീസ് ലെറ്റ് us know. എന്നാലേ ഞങ്ങൾക്കും മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. ഓക്കെ, താങ്ക് യു സെബാസ്റ്റ്യൻ ഫോർ ദാറ്റ് ഫീഡ്ബാക്ക്. Okay, Jitu. Yeah. So I think we'll wind up for today, and let's get together again tomorrow. Okay. Thank you all. Thank you. ബോളിംഗിലേക്ക് കടക്കുകയാണ് നാളെ, ബോളിംഗ് ബേസിക്സ്. സോ പ്ലീസ് ഗോ ത്രൂ. ഇന്ന് ചെയ്ത കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരു 10 മിനിറ്റ് സ്പെൻഡ് ചെയ്ത് നിങ്ങൾക്ക് ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമെങ്കിൽ വളരെ നല്ലതായിരിക്കും. കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, താങ്ക് യു എവരിബഡി. See you tomorrow. Take care. Bye. Thank you all. പയസ് എന്തെങ്കിലും? ഇല്ല ഒന്നുമില്ല ചേട്ടാ, വേറൊന്നുമില്ല. Okay. Thank you. Bye.